السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله نحمده ونستعينه ونؤمن به ونستغفره ونستهديه ونتوب إليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا ونبينا وحبيبنا وقائدنا محمد رسول الله صلى الله عليه وعلى آله وأصحابه وأتباعه وأعوانه ومن والاه. فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وما تلك بيمينك يا موسى قال هي عصاي أتوكأ عليها وأهش بها على غنمي ولي فيها مآرب أخرى. قال ألقها يا موسى فألقاها فإذا هي حية تسعى. قال خذها ولا تخف سنعيدها سيرتها الأولى واضمم يدك إلى جناحك تخرج بيضاء من غير سوء آية أخرى لنريك من آياتنا الكبرى. بارك الله لي ولكم بالقرآن العظيم ونفعني وإياكم بما فيه من الآيات والذكر الحكيم وعصمني وإياكم برحمته من الشيطان الرجيم. ബഹുമാന്യരായ മുഅ്മിനീങ്ങളെ, സഹോദരന്മാരെ, സമയം അല്പം വൈകിയിട്ടുണ്ട്, ക്ഷമിക്കണം. സയ്യിദുനാ മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ചരിത്ര ഭാഗങ്ങളിലൂടെയാണ് സൂറത്ത് ത്വാഹയിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിൻ്റെ അമ്പിയാക്കന്മാരിൽ ഏറ്റവും കൂടുതൽ അള്ളാഹു പേര് പറഞ്ഞ നബി മൂസ നബി അലൈഹിസ്സലാമാണ്. 183 തവണ മൂസ നബിയുടെ പേര് ഖുർആനിലുണ്ടെന്നാണ്. അത്രയും കൂടുതൽ 25 സന്ദർഭങ്ങളിലായി സയ്യിദുനാ മൂസ അലൈഹിസ്സലാമിൻ്റെ ചരിത്രം അള്ളാഹു തആല വിവരിക്കുകയുണ്ടായി. ഒരു പ്രവാചകരോടും അള്ളാഹു പറഞ്ഞിട്ടില്ലാത്ത ചില വഹ്യുകൾ മൂസ നബി അലൈഹിസ്സലാമിനോട് മാത്രമായിട്ട് അള്ളാഹു തആല പറഞ്ഞിട്ടുണ്ട്. വൽഖൈതു അലൈക മഹബ്ബതൻ മിന്നി വലിതുസ്നഅ അലാ ഐനി വസ്തനഅതുക ലിനഫ്സി വഅന ഖ്തർതുക ഫസ്തമിഅ ലിമാ യൂഹാ. ഇതൊക്കെ വേറെ ഒരു നബിയോടും അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ല, മൂസ നബി അലൈഹിസ്സലാമിനോട് മാത്രമായി പറഞ്ഞ പ്രയോഗങ്ങളാണ്. വൽഖൈതു അലൈക മഹബ്ബതൻ മിന്നി, എന്നിൽ നിന്നും ഒരു മഹബ്ബത്ത് നിങ്ങളുടെ മേൽ ഞാൻ ഇട്ടു തന്നിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ, സയ്യിദുനാ മൂസ അലൈഹിസ്സലാം മഹാനവറുകളെ ആര് കണ്ടാലും മൂസ നബി അലൈഹിസ്സലാമിനോടൊരു സ്നേഹവും ഒരു മഹബ്ബത്തും തോന്നത്തക്ക വിധം അള്ളാഹു മൂസ നബിക്ക് ഒരു മഹബ്ബത്ത് അള്ളാഹു ഇട്ട് കൊടുത്തിട്ടുണ്ടെന്നാണ്. അതുകൊണ്ടാണ് ഫറോവയുടെ ഭാര്യയായിരുന്ന ആസിയ റളിയല്ലാഹു അൻഹ ചെറിയ കുട്ടിയായി ഒഴുകി വന്ന ആ പിഞ്ചു പൈതലിനെ കണ്ടപ്പോൾ ആ കുഞ്ഞിനെ കൊല്ലരുത്, ലാ തഖ്തുൽഹു, ആ കുഞ്ഞിനെ കൊല്ലരുത്, പാവല്ലേ, ആ കുട്ടിയെ നമുക്കെടുത്ത് വളർത്തിയേക്കാം എന്ന് മഹദിയുടെ ഖൽബിൽ തോന്നാൻ കാരണം മൂസ നബി അലൈഹിസ്സലാമിൻ്റെ മേൽ അള്ളാഹു ഇട്ട് കൊടുത്ത ഈ മഹബ്ബത്താണെന്നാണ്. മൂസ നബി അലൈഹിസ്സലാം അംബിയാഇൻ്റെ വഴിയിൽ വരുന്നവരാ. സയ്യിദുനാ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ വംശപരമ്പരയിലേക്ക്, യാക്കൂബ് നബി അലൈഹിസ്സലാമിൻ്റെ പരമ്പരയിലേക്ക് എത്തുന്ന പാരമ്പര്യമാണ് സയ്യിദുനാ മൂസ അലൈഹിസ്സലാമിൻ്റേത്. പ്രവാചകന്മാരുടെ കുടുംബമാണ്. പക്ഷേ എന്നാലും അള്ളാഹു സുബ്ഹാനഹു വ തആല മൂസ അലൈഹിസ്സലാമിന് എത്ര വലിയൊരു മഹത്വം കൊടുക്കാൻ കാരണമെന്ത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോലും എപ്പോഴും മൂസ അലൈഹിസ്സലാമിൻ്റെ ചരിത്രവും മൂസ അലൈഹിസ്സലാമിൻ്റെ പോരിശയും സന്ദർഭം കിട്ടുമ്പോഴൊക്കെ പറയും മൂസ അലൈഹിസ്സലാമിന്. മദീനയിൽ ഒരു കച്ചവടക്കാരൻ്റെ അടുത്തൊരു സ്വഹാബി ചെന്നു.
അപ്പോൾ കച്ചവടം നടത്തുന്ന ആളൊരു ജൂതനായിരുന്നു. സ്വഹാബി റളിയല്ലാഹു അൻഹു അവർ ചോദിച്ചു, ഇത്ര വിലക്ക് നിങ്ങൾക്ക് ആ സാധനം എനിക്ക് തന്നൂടെ എന്നൊരു ബാർഗെയിൻ ചെയ്തു, വില പേശി. അപ്പം ജൂതൻ പറഞ്ഞു, ലാ വല്ലദീ ഫദ്ദല മൂസ അലാ സായിരിൽ ഖൽഖ്, ഏതൊരു പടച്ചവനാണോ മൂസ അലൈഹിസ്സലാമിനെ മറ്റെല്ലാ സൃഷ്ടികളെക്കാളും ബഹുമാനിച്ചിരിക്കുന്നത് ആ പടച്ചവനെ തന്നെയാണ് സത്യം, ഞാൻ കുറച്ച് തരൂല എന്ന്. അപ്പോൾ സഹാബിക്ക് ദേഷ്യം വന്നു. ഫലതമഹു, മുമ്പരും ഒരു അടി വെച്ചു കൊടുത്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ ജീവിച്ചിരിക്കുമ്പോൾ മദീനയിലുണ്ടായിരിക്കെ ജൂതനായ ആ മനുഷ്യൻ മൂസ അലൈഹിസ്സലാമാണ് എല്ലാവരെക്കാളും ഖൈർ എന്ന് പറയുമ്പോൾ സഹിക്കാൻ പറ്റിയില്ല. രസമതല്ല, ഈ ജൂതൻ കച്ചവടക്കാരൻ നബിതങ്ങളോട് പരാതി പറയാൻ വേണ്ടി വന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ ആലോചിച്ച് നോക്കി, അതിൻ്റെ ഒരു മനോഹരമായ അതിൻ്റെ ഒരു രീതി. ആരെ ഇകഴ്ത്തിയിട്ടാണ് അവർ പറഞ്ഞത്? തങ്ങളെ താഴ്ത്തിയിട്ടാണ് പറയണത്. എന്നിട്ട് അടി കിട്ടിയതിന് നീതി വാങ്ങിക്കാൻ പോകുന്നത് ആരെടുത്തേക്കാണ്? തങ്ങളെടുത്തേക്കാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ തങ്ങളെടുത്തേക്ക് ഇയാൾ കച്ചവടം ഒക്കെ നിർത്തിവെച്ച് ഒരു പൂട്ടിവെച്ച് പരാതി പറയാൻ പോവാണ്. അത് പോവാന്ന് കണ്ടപ്പോൾ ഈ സ്വഹാബിയും കൂടെ പോയി. അങ്ങനെ ജൂതൻ പരാതി പറഞ്ഞു, നബിയെ, നിങ്ങളുടെ അനുയായി എന്നെ തല്ലി. ഞാൻ പറഞ്ഞത് മൂസ അലൈഹിസ്സലാമിനെ അള്ളാഹു എല്ലാവരെക്കാളും ബഹുമാനിച്ചു എന്നൊരു വാക്ക് പറഞ്ഞപ്പോഴേക്കും എന്നെ അടിച്ചു. അപ്പോൾ തങ്ങൾ പറഞ്ഞു, ലാ തുഫദ്ദുലൂനി അലാ മൂസ ഇബ്നു ഇമ്രാൻ, മൂസ നബി അലൈഹിസ്സലാമിനേക്കാളും ഞാൻ മീതയാണ് എന്ന് നിങ്ങളങ്ങനെ പറയണ്ട. സംഗതി നബി തങ്ങൾ മീത തന്നെയാണ്, അഫ്ളലുൽ ഖൽഖാൻ. പക്ഷെ നിങ്ങളങ്ങനെ പറയണ്ട. അത് പറയുമ്പോൾ അവർക്ക് വിഷമമുണ്ടാവും. ഖിയാമത്ത് നാൾ സംഭവിക്കുമ്പോൾ എല്ലാവരും ആദ്യത്തെ ഒരു നഫ്ഖത്തിൽ എല്ലാവരും മരിച്ചു വീഴുന്ന ഒരു ഊത്തുണ്ട് ഇസ്രാഫീൽ അലൈഹിസ്സലാമിൻ്റെ. ആ ഊത്തിലെല്ലാവരും മരിച്ചു വീഴും. അത് കഴിഞ്ഞൊരു 40 കൊല്ലാണോ മാസമാണോ അള്ളാഹുവിനെ അറിയുള്ളൂ. അതിനിടയ്ക്കൊരു 40 ഉണ്ട് എന്ന് തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ സംഭവം നമ്മൾ പണ്ടെന്നോ ചർച്ച ചെയ്തിട്ടുണ്ട്. കാരണം ആ 40 വിശദീകരിക്കാൻ പറ്റൂല എന്ന്. കാരണം ഭൂമിയും ചന്ദ്രനും സൂര്യനും ഇല്ലാത്ത ഒരു ലോകത്ത് നമുക്കങ്ങനെ സമയം സങ്കല്പിക്കുക പ്രയാസമാണ്. അതുകൊണ്ടായിരിക്കണം തങ്ങൾ ബൈനഹുമ 40, ഇസ്രാഫീൽ അലൈഹിസ്സലാം രണ്ടാമത് ഊതുന്ന ഊത്തിൻ്റെ ഇടക്ക് 40 ഉണ്ട് എന്ന് പറഞ്ഞത്. മാസമാണോ? മാസവും ദിവസവും കണക്കാക്കണമെങ്കിൽ ഭൂമി ചന്ദ്രനൊക്കെ വേണ്ടേ? അതില്ലെങ്കിൽ സമയം കണക്കാക്കാൻ പറ്റില്ല. അതുകൊണ്ട് എന്ത് എന്ന് തങ്ങളോട് സ്വഹാബികൾ ചോദിച്ചു. തങ്ങളെ, അത് 40 കൊല്ലമാണോ, 40 മാസമാണോ, 40 ആഴ്ചകളാണോ, 40 ദിവസമാണോ? തങ്ങൾ മൗനം പാലിച്ചു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏതായാലും ആ ഒരു 40 കാലഘട്ടം കഴിഞ്ഞാൽ പിന്നെ ഒരു ഊത്തൂതും ഇസ്രാഫീൽ അലൈഹിസ്സലാം. അതിലാണ് ഖിയാമുൻ യൻദുറൂൻ, എല്ലാവരും അള്ളാഹുവിൻ്റെ മുമ്പിലേക്ക് എഴുന്നേൽക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, ഫഅവ്വലു മൻ യുഫീഖു അന, ആദ്യമായിട്ട് പുനർജന്മം നൽകപ്പെട്ട് എഴുന്നേൽക്കുന്നത് ഞാനായിരിക്കും തങ്ങൾ പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വജാഅ റബ്ബുക വൽ മലക്കു സഫൻ സഫ, അള്ളാഹു സുബ്ഹാനഹു വ തആല മലക്കുകളുടെ അകമ്പടിയോടുകൂടെ, അള്ളാഹുവിൻ്റെ ജലാലത്തോടുകൂടെ, അള്ളാഹുവിൻ്റെ മഖാമിനോട് യോജിക്കുന്ന രീതിയിലുള്ളൊരു വരവ് ഖിയാമത്തിൻ്റെ ആ മൈതാനത്ത് അള്ളാഹുവിൻ്റെ സന്നിധാനമുണ്ടാകും. അള്ളാഹു അർശിൻ്റെ അധിപനാണ്. റഹ്മാനു അൽ അർശി ഇസ്തവ വയഹ്മിലു അർശ റബ്ബിക ഫൗഖഹും യൗമഇദിൻ 8. അള്ളാഹുവിൻ്റെ 8 വലിയ മലക്കുകളാണ് അള്ളാഹുവിൻ്റെ അർശിനെ ചുമക്കുന്നത്. അർശിൻ്റെ കാലുകളെ ചുമക്കുന്നത് 8 മലക്കുകളാണെന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞു. അതിലൊക്കെ ഓരോ ഹിക്മത്തുണ്ട് ആക്കങ്ങളിൽ. തങ്ങൾ പറയാം, ഞാനങ്ങനെ എഴുന്നേൽക്കുമ്പോൾ, അതൊക്കെ ജൂതൻ്റെ മുമ്പിൽ നിന്നാണ് പറയുന്നത്, ഞാനങ്ങനെ എഴുന്നേൽക്കുമ്പോൾ ഫഇദാ അനബി മൂസ അലൈഹിസ്സലാത്തു വസ്സലാം, സയ്യിദുനാ മൂസ അലൈഹിസ്സലാത്തു വസ്സലാം അർശിൻ്റെ ഒരു തൂണിൽ കൈപിടിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നതാണ് ഞാൻ കാണുക എന്ന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ പറയാണ്, മൂസ നബി എൻ്റെ മുമ്പ് എഴുന്നേറ്റിട്ടുണ്ടോ? അങ്ങനെയാണോ സംഭവിച്ചത്? അതല്ല, ഒരിക്കൽ മൂസ നബി അലൈഹിസ്സലാം സഅഖ ഫലമ്മാ തജല്ലാ റബ്ബുഹു ലിൽജബലി ജഅലഹു ദക്കൻ വഖറ മൂസ സഅഖ. മൂസ അലൈഹിസ്സലാത്തു വസ്സലാം അന്ന് സീനാ മലയുടെ മുമ്പിൽ വെച്ചിട്ട് ബോധം കെട്ട് വീണുപോയിട്ടുണ്ട്, അള്ളാഹുവിൻ്റെ നൂറ് തജല്ലി കാണാൻ കഴിയാതെ. ആ ഒരു സഅഖത്ത് മൂസ നബി അലൈഹിസ്സലാമിന് സംഭവിച്ചതുകൊണ്ട്
ഇവിടെയുള്ള സ്വഴക്കത്ത് അല്ലാഹ് ഒഴിവാക്കി കൊടുത്തതായിരിക്കും. അതുകൊണ്ട് മൂസ നബി അലൈഹി ഇസ്ലാമിൻ്റെ ബോധം പോകുന്നില്ല. മൂസ അലൈഹി ഇസ്ലാം അങ്ങനെ തന്നെ നിൽക്കുകയാണോ എന്നെനിക്കറിയില്ല എന്ന് പറഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനത്തെ ഒരു മഹാനാണ്. അതുകൊണ്ട് മൂസ നബിയേക്കാളും ഞാൻ ഉഷാറാണെന്നൊക്കെ പറയുമ്പോൾ മൂസ നബിയുടെ അനുയായികളാണെന്ന് പറയുന്നവർക്ക് വിഷമമുണ്ടാവും. നിങ്ങൾ എന്ത് ചെയ്യേണ്ട, അങ്ങനെ പറയണ്ട. ലാ തുഫദ്ദിലൂനി അലാ മൂസ ബിൻ ഇമ്രാൻ എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ ഇടയ്ക്കിടയ്ക്ക് എപ്പോഴും അന്നൊരു ഗനീമത്ത് ഓഹരി വെച്ച് കൊടുക്കുമ്പോഴാണ് ഒരു അറാബി വന്നിട്ട് പറഞ്ഞത്, തിൽക ഖിസ്മത്തുൻ മാ ഉരീദ ബിഹാ വജ്ഹുല്ലാഹ്. ഈ തങ്ങൾ കുറച്ച് സ്വർണത്തിൻ്റെ കുറച്ചെന്തോ ദുഹൈബാത്ത്, ദഹബു അല്ല, കുറച്ച് സ്വർണത്തിൻ്റെ എന്തോ പൊടികളെന്തോ കിട്ടിയപ്പോൾ അത് സ്വഹാബികൾക്കിടയിൽ വീതം വെച്ച് കൊടുത്തപ്പോൾ ഏതോ ഈ ആൾക്ക് കിട്ടിയില്ല. അദ്ദേഹം അത് ആഗ്രഹിച്ച് വന്നതായിരിക്കണം. അപ്പോൾ യഅദിൽ യാ മുഹമ്മദു എന്ന് തങ്ങളോട് അയാൾ പറയുകയുണ്ടായി, മുഹമ്മദ് നബിയെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങ് നീതി പാലിക്കണമെന്ന്. അപ്പോഴും തങ്ങൾ മൂസ നബിയെ ഓർത്തു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇല്ലം അഅദിൽ ഫമൻ യഅദിൽ, ഞാൻ നീതി പാലിച്ചില്ലെങ്കിൽ ആരാണ് ഇവിടെ നീതി പാലിക്കുക? എന്നോട് നീതി പാലിക്കാൻ വേണ്ടി നീതി സ്ഥാപിക്കാനല്ലയോ തങ്ങൾ വന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് തങ്ങൾ ദേഷ്യപ്പെട്ടുകൊണ്ട് ഇങ്ങനെ ആലോചിച്ചിട്ട് പറഞ്ഞു, റഹിമല്ലാഹു അഖി മൂസ, എൻ്റെ സഹോദരൻ മൂസ നബിക്ക് അല്ലാഹു അനുഗ്രഹം ചെയ്യട്ടെ. ലഖദ് സബറ അലാ അശദ്ദ മിൻ ഹാദാ, ഇതിനേക്കാളൊക്കെ ഭയങ്കരമായ വർത്തമാനങ്ങൾ എൻ്റെ സഹോദരൻ മൂസ നബിക്ക് കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. എൻ്റെ സഹോദരൻ മൂസ നബിയെ അല്ലാഹു അനുഗ്രഹിക്കട്ടെ, റഹ്മത്ത് ചെയ്യട്ടെ. ഞാൻ ഈ കേട്ടതിനേക്കാളും പ്രയാസമുള്ളതൊക്കെ മൂസ നബിക്ക് ബനു ഇസ്രായേലിൽ നിന്ന് കേൾക്കേണ്ടി വന്നിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞ് മഹാനായ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനെ തങ്ങൾ അവിടെ വെച്ച് ഓർക്കുകയുണ്ടായി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹജ്ജിന് വരുമ്പോൾ സ്വഹാബികളോട് ചോദിക്കുകയാണ്, മാ ഹാദിഹി സനിയ മാ ഹാദൽ വാദി, സ്വഹാബികളെ ഈ താഴ്വരയുടെ പേരെന്താണ്, ഈ കുന്നിൻപുറത്തിൻ്റെ പേരെന്താണ്? അപ്പോൾ അവരതിൻ്റെ പേര് പറഞ്ഞു കൊടുത്തു. മരുഭൂമിയിലെ മലകൾക്കൊക്കെ പേരുണ്ട്, ഭയങ്കര രസമാണ്. മദീനത്തൊക്കെ എല്ലാ മലകൾക്കും പേരുണ്ട്, മക്കയിലെ മലകൾക്കും പേരുണ്ട്. നമ്മളൊക്കെ അങ്ങനെ വെറുതെ അഡ്രസ്സില്ലാതെ കിടക്കുകയാണ്. എല്ലാം മരുഭൂമിയുടെ നടുവിലാണെങ്കിൽ പോലും ആ മലകൾക്ക് പേരുണ്ട്. പണ്ട് കാലത്ത് ആരോ ഇട്ടതായിരിക്കും അല്ലേ? നാട്ടിലൊക്കെ ഓരോ ചെറിയ ചെറിയ സ്ഥലത്തിനും പേരില്ലേ? ആലും രണ്ടാലും മൂന്നാലും, കുട്ടികൾ അത്താണിയും വലിയത്താണിയും രണ്ടത്താണിയും, ഓരോ സംഭവങ്ങളെ ആസ്പദപ്പെടുത്തി മില്ലുംപടിയും, മില്ലിലടുത്ത് മില്ലുംപടി ആയിരിക്കും, ചിലത്ത് ഷാപ്പുംപടി ആയിരിക്കും, അങ്ങനെ ആൽത്തറയും ആലിഞ്ചുവടും, അങ്ങനെ ഒരുപാട് മരങ്ങളും നാടും കുളങ്ങളും പുഴകളൊക്കെ ബന്ധപ്പെടുത്തി ഓരോ ചെറിയ ചെറിയ ഒരു 100-200 മീറ്റർ കഴിഞ്ഞാലും പേരുണ്ടാവും ഓരോ നാടിന്. എന്ന പോലെ ജബലുകൾക്ക് പേരുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ തന്നെ പേരിട്ട് വിളിക്കാറുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മാ ഹാദിഹി സനിയ, സ്വഹാബിമാർ പേര് പറഞ്ഞു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, കഅന്നി ബി മൂസ ബിൻ ഇമ്രാൻ അലൈഹിസ്സലാം അല നാഖത്തിൽ ഹംറാ. സയ്യിദുനാ മൂസ നബി അലൈഹിസ്സലാം ഹജ്ജിന് വരുന്നത് ഞാനിങ്ങനെ കണ്ണുകൊണ്ട് കാണുകയാണ്. ഈ കുന്നിൻപുറത്ത് കൂടെ മൂസ അലൈഹിസ്സലാം ഒരു ചെമന്ന ഒട്ടകപ്പുറത്ത്, വഹിസാമുഹു ലീഫുൻ, ആ ഒട്ടകത്തിൻ്റെ മൂക്കുകയർ ഈത്തപ്പനയുടെ ഓല കൊണ്ടുണ്ടാക്കിയതായിരുന്നു. വലഹു ജുവാറും മിനത്തൽബിയത്തി വത്തക്ബീർ, അല്ലാഹു അക്ബർ എന്നും ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് എന്നും മൂസ അലൈഹിസ്സലാം ഉറക്കെ ചൊല്ലിയിട്ട് ഈ കുന്നിൻചെരിവിലൂടെ ആ ചുവന്ന ഒട്ടകപ്പുറത്ത് മൂസ നബി ഹജ്ജിന് വരുന്നത് ഞാനിതാ എൻ്റെ കണ്ണുകൊണ്ട് കാണുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കഴിഞ്ഞുപോയ സംഭവത്തെക്കുറിച്ച്. വകല്ലമല്ലാഹു മൂസ തക്ലീമ, മൂസ നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു നേരിട്ട് സംസാരിക്കുക തന്നെ ചെയ്തു. അള്ളാഹുവിൻ്റെ കലാം മൂസ അലൈഹിസ്സലാം അള്ളാഹു മൂസ നബിയെ അതിന് വേണ്ടി തിരഞ്ഞെടുത്തു എന്നതാണ് അത്ഭുതം. എന്താ കാരണം എന്നറിയോ? വലിയ മുഹ്സിനായിരുന്നു സയ്യിദുനാ മൂസ അലൈഹിസ്സലാം. ഭയങ്കരമായ ഉപകാരങ്ങൾ ചെയ്യും. ആ ഉപകാരങ്ങൾക്ക് ഒന്നും പകരം ആഗ്രഹിക്കാതെ ഉപകാരം ചെയ്തിരുന്ന നബിയാണ് സയ്യിദുനാ മൂസ അലൈഹിസ്സലാത്തു വസ്സലാം. സ്വന്തം നാട്ടുകാരനായ പാവപ്പെട്ട ഒരു ബനു ഇസ്രായേൽക്കാരനെ ഒരാൾ അടിച്ച് വേദനിപ്പിച്ചപ്പോൾ അയാളെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഫവഖസഹു മൂസ ഫഖള അലൈഹി,
സയ്യിദന മൂസ അലൈഹിസ്സലാം ആ ഖിബിത്തിയായ ഫിർഔന്റെ കുടുംബക്കാരനെ ഒന്ന് തള്ളി മാറ്റി. പക്ഷെ അത് ഇച്ചിരി ഹാർഡായിപ്പോയി, ആൾക്കെന്തോ അറ്റാക്ക് സംഭവിച്ചു. ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും. ആ തള്ളൽ കൊണ്ട് മരിച്ചു എന്ന് പറയാൻ പറ്റൂല. ഒരു ഇൻവെസ്റ്റിഗേഷൻ പോലും ചെയ്യാതെ മൂസ അലൈഹി സ്വലാമിനെ കൊല്ലാൻ അവർ പ്ലാൻ ചെയ്തു. നോക്കണം, മനഃപൂർവ്വമല്ലാതെ ഒരു കൊലപാതകം സംഭവിച്ചു കഴിഞ്ഞാൽ തിരിച്ചു കൊല്ലപ്പെടൂല. കോടതിക്ക് ബോധ്യപ്പെട്ടാൽ അതിൻ്റെ പ്രായശ്ചിത്തം കൊടുക്കുകയാണ് ചെയ്യുക. മനഃപൂർവ്വമല്ലാത്ത ഒരാൾ ശ്രദ്ധിച്ചില്ല, ഒരാൾ വണ്ടി ഓടിക്കുമ്പോൾ അവരുടെ മുമ്പിലേക്ക് അങ്ങ് ചാടി, അപകടം സംഭവിച്ചു, ആൾ മരണപ്പെട്ടു, അങ്ങനെ സംഭവിക്കാം അല്ലേ? അതിന് കൊലക്കുറ്റത്തിൻ്റെ ശിക്ഷ നടപ്പാക്കാൻ പാടില്ല എന്നാണ്. അങ്ങനെ അറിയാതെ സംഭവിച്ചതാണ്. അൽ ഖത്ലു അംദുൻ ഖത്ലു ഖത്അൻ, മനഃപൂർവ്വമല്ലാതെ പിഴവ് സംഭവിച്ചു പോയത്. മൂസ അലൈഹി ഇസ്ലാമിൻ്റെ കേസ് അങ്ങനെയാണ്. ഫസ്തഗ്ഫറ റബ്ബ, അള്ളാഹുവിനോട് അപ്പോഴേ മാപ്പ് ചോദിച്ചു, റബ്ബേ പിശാച്ചിൻ്റെ ഒരു പണിയാണിത്, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ട് പോലുമില്ല, പിശാച്ച് എന്നെ കൊണ്ട് ചെയ്യിച്ചതാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. തങ്ങൾ പറയാറുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങളാരും നിങ്ങളുടെ ഒരു സഹോദരൻ്റെ ദേഹത്തേക്ക് ആയുധം കൊണ്ട് ചൂണ്ടരുത്. ആയുധം കൊണ്ട്, ഒരു മൂർച്ചയുള്ള ഷാർപ്പ്, ഒരു കത്തിയാവട്ടെ, ഒരു പെൻസിലാവട്ടെ, അല്ലെങ്കിൽ മൂർച്ചയുള്ള എന്തെങ്കിലും ഒരു സാധനം, ഒരു ഒബ്ജക്റ്റ്, അതുകൊണ്ട് നിങ്ങൾ മുഖത്തേക്ക് അല്ലെങ്കിൽ ദേഹത്തേക്ക് ചൂണ്ടിയിട്ട് തമാശക്ക് പോലും കളിക്കരുത്. കാരണം പിശാച്ച് നിങ്ങളുടെ കയ്യിൽ നിന്ന് അതിനെ തെറിപ്പിച്ചേക്കുന്നു. നമ്മൾ പറയില്ലേ, വിചാരിച്ചില്ല അങ്ങതായിപ്പോയി എന്ന്. വാപ്പയുടെ തോക്കെടുത്തിട്ട്, അന്ന് തോക്ക് ലൈസൻസുള്ള വാപ്പയാണ്, പെങ്ങളെ ചൂണ്ടിയിട്ട് ഞാൻ വെക്കട്ടെ എന്ന് ചോദിച്ചു. പെങ്ങൾ നീ വെച്ചേക്കെന്ന് പറഞ്ഞു. ചെക്കൻ വെടിവെക്കാൻ വിചാരിച്ചതല്ല, പെൺകുട്ടി മരിച്ചുപോയി. സ്വന്തം ആങ്ങള ആ തോക്കൊന്ന് പിടിച്ചതാണ്. നിങ്ങളങ്ങനെ ദേഹത്തേക്ക് ചൂണ്ടിപ്പിടിക്കുമ്പോഴേക്കും പിശാച്ച് നിങ്ങളുടെ കയ്യിൽ നിന്ന് തട്ടിയെടുക്കാൻ ഇടയുണ്ട്. അതുകൊണ്ട് മാരകായുധങ്ങളോ അല്ലാത്തതോ മുറിവേൽപ്പിക്കുന്ന ഒരു സാധനവും ഒരാളെ ദേഹത്ത് ചൂണ്ടി പേടിപ്പിക്കാനോ തമാശക്ക് പോലും നിങ്ങൾ ചെയ്യരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തമാശക്ക് പോലും ചെയ്യാൻ പാടില്ല എന്നാണ്. കാരണം നമ്മളറിയാതെ കൈവിട്ടു പോയിക്കും. ഒരു വളരെ മൈക്രോ സെക്കൻഡ് നേരത്തെ മൈൻഡ് മാറിയാൽ മതി. ആ നേരത്ത് അല്ലേ, വളരെ കുറഞ്ഞ സമയം മതി അതിന്. സയ്യിദന മൂസ അലൈഹി സ്വലാം ഇയാളെ കൊല്ലണമെന്നോ വധിക്കണമെന്നോ ഒന്നും വിചാരിച്ചതല്ല, ഇയാളങ്ങ് പിടിച്ചു മാറ്റണം. കാരണം ഒരു അടിപിടി നടക്കുന്ന സമയത്ത് എപ്പോഴും ചെയ്യേണ്ട പണി എന്താ? ഒരു അടിപിടി തീർക്കുക എന്ന് പറഞ്ഞാൽ അവിടെ മസ്ലഹത്ത് ചർച്ചയൊന്നും ആ നേരത്തെ നടക്കില്ല. രണ്ടുപേരെയും മാറ്റി നിർത്തലേ പറ്റൂ. രണ്ടുപേരും ആ സമയത്ത് അടിപിടി കൂടാതെ രണ്ടുപേരെയും മാറ്റി നിർത്തണം. ഇതാണ് ഏത് ഒരു സംഘടന നടക്കുന്നിടത്തും ഒരാൾക്ക് ഇടപെട്ട് എന്തെങ്കിലും മസ്ലഹത്ത് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യേണ്ട കാര്യം അവരെ അതിൽ നിന്ന് പിടിച്ചു മാറ്റുക. മൂസ അലൈഹി സ്വലാം ഈ പണിയാണ് ചെയ്തത്. ഫവക്കസഹു മൂസ ഫഖളാ അലൈഹി എന്ന് പറഞ്ഞാൽ തന്നെ അള്ളാഹുവിൻ്റെ സുബ്ഹാനഹു ജല്ല ജലാലുഹു അള്ളാഹുവിൻ്റെ വചനത്തിലുണ്ട്, അത് അറിയാതെ സംഭവിച്ചതാണ്, ആൾ മരിച്ചുപോയി. അങ്ങനെ പേടിച്ചിട്ട് മൂസ നബി അലൈഹി സ്വലാം ഓടുകയാണ് ഈജിപ്തിൽ നിന്ന്. 20 വയസ്സിൻ്റെ താഴെ പ്രായമുള്ളൂ ആ സമയത്ത്, നബി ആയിട്ടില്ല മഹാനബുറുകൾ. ആ പോകും. എന്തിനാ പോകുന്നത്? പോലീസുകാർ തിരഞ്ഞെടുക്കുന്നുണ്ട്. ഇന്നൽ മലഅ യഅ്തമിറൂന, അവരൊക്കെ നിങ്ങൾ അന്വേഷിച്ചുകൊണ്ട് നാടിലാകെ നോട്ടീസ് അടിച്ച് അവരന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. മൂസ നബിയെ ഇവിടുന്ന് രക്ഷപ്പെട്ടോളൂ എന്ന് ഒരു മുഅ്മിനായ മനുഷ്യൻ വന്ന് മൂസ അലൈഹി സ്വലാമിനോട് പറഞ്ഞപ്പോഴാണ് അവിടുന്ന് രക്ഷപ്പെടുന്നത്. മഹാനവറുകൾ മദിയനിലെത്തുകയാണ്, ഷുഐബ് നബി അലൈഹിസ്സലാമിൻ്റെ നാട്ടിൽ. മദിയൻ എന്ന് പറയുന്നത് ജോർഡാൻ സൗദിയുടെ ബോർഡറാണ്. മഹാനായ ഷുഐബ് നബി അലൈഹിസ്സലാമിൻ്റെ നാട്ടിലേക്ക് എത്തുമ്പോൾ, ഷുഐബ് നബി ആണോ അല്ലയോ എല്ലാത്തിലും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും, അതൊക്കെ നോക്കിയിട്ട് കാര്യമില്ല. അത് യിറൂൻ എന്ന് പറഞ്ഞൊരു സ്വാലിഹായ മനുഷ്യനായിരുന്നു എന്നും അതിനെ സംബന്ധിച്ച് പറയാറുണ്ട്. ഷുഐബ് നബിൻ്റെ മോളെ അല്ല കല്യാണം കഴിച്ചത്, യിറൂൻ എന്ന് പറയുന്ന റളിയല്ലാഹു അൻഹു ഒരു സ്വാലിഹായ മനുഷ്യൻ്റെ മോളായിരുന്നു മൂസ നബിയുടെ ഭാര്യ എന്ന് പറയാറുണ്ട്. പല അഭിപ്രായങ്ങളുണ്ട്. അത് ജുംഹൂറുൽ ഉലമ അത് ഷുഐബ് നബി അലൈഹിസ്സലാം ആയിരുന്നു എന്നാണ്. അവിടെ എത്തുമ്പോഴേ മൂസ അലൈഹിസ്സലാം ആളുകൾ കൂടുന്ന സ്ഥലം ആണ് നോക്കിയത്. ആളുകളുള്ളിടത്ത് ചെന്നിരിക്കുമ്പോൾ സമാധാനമല്ലേ, ഒറ്റക്ക് ഓടിപ്പോകുന്നതല്ലേ. മൂസ അലൈഹിസ്സലാം പേടിച്ചിട്ടുണ്ട്, വിശപ്പുണ്ട്, ദിവസങ്ങളോളം ഭക്ഷണം കഴിച്ചിട്ടില്ല. അതുകൊണ്ട് മഹാനവർക്ക് ഭക്ഷണം വേണം. പക്ഷേ അവിടെ കൂടിയ ഒരു മനുഷ്യനോടും
മൂസ അലൈഹിസ്സലാം എനിക്ക് ഭക്ഷണം വേണമെന്ന് ചോദിച്ചില്ല എന്നതാണ് അത്ഭുതം. ഒരു ഈത്തപ്പഴം തരുമോ ചോദിച്ചാൽ മതി. അല്ലെങ്കിൽ അവിടെ ഫവജദം അലൈഹംറഅതൈനി തദൂദാൻ, അവിടെ രണ്ട് പെൺകുട്ടികൾ, രണ്ട് പെണ്ണുങ്ങൾ ആടുകളെ അതിൻ്റെ കയറ് പിടിച്ചിങ്ങനെ പിടിച്ചു വെച്ച് നിൽക്കുന്നത് കണ്ടു. മാ ഖതുബുകുമാ എന്ന് മൂസ അലൈഹിസ്സലാമിന് വിശന്ന് നിൽക്കുന്ന ഒരാളെന്ന നിലക്ക് അവർക്ക് സഹായം ചെയ്യണമെന്ന് മൂസ നബി അലൈഹി സ്വലാമിന് ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം മൂസ നബിയെ വിശന്നിട്ടാണ്. അതിനെന്തെങ്കിലും വേദന ഉണ്ടോ, അവരുടെ കയ്യിൽ ഭക്ഷണമുണ്ടോ? മൂസ അലൈഹിസ്സലാമിന് വേണ്ടത് ഒരു റൊട്ടി കഷ്ണമാണ്, ഒരു ഈത്തപ്പഴമാണ്. അതുകൊണ്ട് മൂസ അലൈഹിസ്സലാമിന് വേണമെങ്കിൽ ചോദിക്കാം. ആട്ടിടയന്മാരല്ലേ, ആടുകളെയും കൊണ്ട് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഈ ഷെപ്പേഡ്സ്, ആടുകളെ മേച്ച് നടക്കുന്ന ആളുകൾ മിനിമം അവർക്ക് ആവശ്യമുള്ള ഭക്ഷണം കയ്യിൽ കരുതുമല്ലോ. അപ്പോൾ അതിൽ നിന്ന് വല്ല റൊട്ടി കഷ്ണം ബാക്കിയുണ്ടോ എന്ന് മൂസ അലൈഹിസ്സലാമിന് ചോദിക്കാം. പക്ഷേ മഹാനവർ ചോദിച്ചിട്ടില്ല എന്ന്. അവർക്ക് വെള്ളമൊക്കെ കുടിപ്പിച്ചു കൊടുത്തു. മഹാനവർ പറഞ്ഞ വാക്കെന്താണ്? അല്ലാഹുവേ, ജനങ്ങളുടെ അടുത്ത് നിന്ന് ഞാൻ എന്ത് ചോദിച്ചു വാങ്ങിയാലും നീ തരുന്നതിനോളം എത്തില്ലല്ലോ പടച്ചോനെ. അതുകൊണ്ട് മഹാനവറുകൾ ഒരു തണലിൻ്റെ ഒരു വൃക്ഷത്തിൻ്റെ തണലിലേക്ക് മാറിയിരുന്നിട്ട് ദുആ ചെയ്തിട്ടുണ്ട്. റബ്ബി ലിമ അൻസൽത ഇലയ്യ മിൻ ഖൈരിൻ ഫഖീർ. അതാണ് മൂസ നബിൻ്റെ ദുആ. അല്ലാഹുവേ, റബ്ബി, എൻ്റെ റബ്ബേ, ലിമ അൻസൽത ഇലയ്യ മിൻ ഖൈരിൻ ഫഖീർ, നീ എന്തെങ്കിലും ഖൈർ നിൻ്റെ ഭാഗത്ത് നിന്ന് എനിക്ക് ഇറക്കി തരുന്നുണ്ടെങ്കിൽ ഞാനതിന് ഫഖീറാണ്, ഞാനതിന് ആവശ്യക്കാരനാണ്, ഞാനത് ആവശ്യമുള്ളവനാണ് റബ്ബേ, എനിക്കിപ്പോൾ നിൻ്റെ റഹ്മത്ത് വേണം എന്ന് മഹാനവറുകൾ ഒരു മനുഷ്യനോട് അവിടെ ചോദിച്ചില്ല എന്നാ. ആ ഉപകാരങ്ങളൊക്കെ ചെയ്തു കൊടുത്തത് പകരം എന്തെങ്കിലും തിന്നാൻ കിട്ടുമോ എന്ന് ചോദിക്കാനായിരുന്നില്ല. അതുകൊണ്ട് അള്ളാഹു മുഹ്സിനീങ്ങളെ വല്ലാണ്ട് ഇഷ്ടപ്പെടും, ഇഹ്സാൻ ചെയ്യുന്നവരെ. മൂസ അലൈഹി സ്വലാം അങ്ങനെയാണ്. അങ്ങോട്ട് ചെന്ന് സഹായം ചെയ്ത മഹാനാണ് മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം. അവർ ചോദിക്കുന്നതിൻ്റെ മുമ്പ്, ആവശ്യപ്പെടുന്നതിന് മുമ്പ്. മാഷാ അല്ലാഹ്. അതുകൊണ്ടാണ് മഹാനവറുകളുടെ ഒരു വല്ലാത്ത പ്രത്യേകത, മജീഷ്യന്മാരും മൂസ അലൈഹിസ്സലാമും തമ്മിൽ കോമ്പറ്റീഷൻ നടക്കുമ്പോൾ, വഴിയെ സൂറത്തിൽ വരും, അവർ തമ്മിലൊരു മത്സരം നടക്കുമ്പോൾ ഫറോവ ചോദിക്കുന്നുണ്ട് ഫറോവയുടെ മജീഷ്യന്മാരോട്, അവർ അങ്ങോട്ട് ചോദിക്കുക ഫറോവയോട്, നമ്മളാണ് ജയിക്കുന്നതെങ്കിൽ നമുക്ക് എന്താ കിട്ടുക എന്ന് ചോദിച്ചു. പറഞ്ഞു, നിങ്ങൾക്ക് ഞാൻ നല്ല സമ്മാനങ്ങൾ തരും, നിങ്ങൾ എൻ്റെ മുഖറബീങ്ങളായിരിക്കും, എൻ്റെ തൊട്ടടുത്ത എൻ്റെ സ്വന്തക്കാരായി നിങ്ങളെ ഞാൻ മാറ്റും എന്നൊക്കെ പറഞ്ഞു പോയ സാഹിരീങ്ങൾ മഹാനായ സയ്യിദുന മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനെ കണ്ടപ്പോഴേ ആദ്യം ഈമാൻ കിട്ടിയത് ആർക്കാ? ഈ സാഹിറുകൾക്കാണ്. അവരാണ് മുഅ്മിനീങ്ങളായി മാറുന്നത്. ഫറവ പേടിപ്പിച്ചു അവരെ. ലഖത്അന്ന ഐദിയകും അർജുലകും മിൻ ഖിലാഫിൻ വലൗസല്ലിബന്നകും അല ജുദൂഇൻ നഖൽ, ഞാൻ നിങ്ങളെ കൈകാലുകൾ കെട്ടിയിട്ടിട്ട് നിങ്ങളുടെ വലത് കൈയും ഇടത് കാലും ഞാൻ മുറിച്ചു മാറ്റും. അങ്ങനെയൊക്കെ ക്രൂരമായ ശിക്ഷകളൊക്കെ പറഞ്ഞു. യഖ്ദി മാ അൻത ഖാൽ, നിനക്ക് വേണ്ടതൊക്കെ നീ ചെയ്തോ. ഇന്നമാ തഖ്ദി ഹാദിഹിൽ ഹയാത്ത് ദുനിയ, ഈ ലോകത്തല്ലേ നിനക്ക് എന്തും ചെയ്യാൻ പറ്റുള്ളൂ, ഞങ്ങൾ അള്ളാഹുവിലേക്ക് മടങ്ങുന്നവരാണ്, അതുകൊണ്ട് ഞങ്ങൾക്കൊരു പ്രശ്നമേ അല്ല എന്ന് മറുപടി പറയത്തക്ക വിധം അവരുടെ മനസ്സിൽ സയ്യിദുന മൂസ അലൈഹിസ്സലാമിനോടൊരു ആദരവ് തോന്നിയെന്ന. കാരണം അവർ മത്സരം തുടങ്ങുമ്പോൾ തന്നെ മൂസ നബിയോട് ചോദിക്കുന്നുണ്ട്, മൂസ നബിയെ, ഞങ്ങൾ കയറുകളും വടികളും ഞങ്ങൾ ഇടണോ അതല്ല നിങ്ങൾ തുടങ്ങുന്നോ എന്ന് മൂസ അലൈഹിസ്സലാമിനോട് ചോദിച്ചു എന്നാ. മഹാനായ മർഹൂം സമസ്തകൾ ജമീഅത്തുൽ ഉലമയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്ന നമ്മുടെ ഷെയ്ഖുന ചെറുശ്ശേരി ഉസ്താദ് അവറുകൾ സൈനുദ്ദീൻ മുസ്ലിയാർ നവറല്ലാഹു മർഖദ, മഹാനവറുകൾ പറയുമായിരുന്നു, സാഹിര്യങ്ങളായ ആളുകൾ മൂസ അലൈഹിസ്സലാമിനോട് കാണിച്ച ആ ഒരു ബഹുമാനം കൊണ്ടാണ് അവർക്ക് ഹിദായത്ത് തന്നെ കിട്ടാൻ കാരണമായത്. കാരണം അവരൊരുപാട് ആളുകൾ റെഡിയാണ് ഒരു ഭാഗത്ത്, ഒപ്പോണൻ്റ് അവരുടെ റൈവൽ ആരാ? സയ്യിദുന മൂസ അലൈഹിസ്സലാത്തു വസ്സലാം. അതുകൊണ്ട് അവർക്ക് മേൽക്കോയ്മയുള്ളൊരു സ്ഥലത്ത് വെച്ചിട്ട് അവർ ചോദിച്ചു മൂസ നബിയോട്, മൂസ നബിയെ, നിങ്ങൾ തുടങ്ങുന്നോ അല്ല ഞങ്ങൾ തുടങ്ങണോ? അതൊരു ആദരവും ഒരു ബഹുമാനവുമാണ്. അപ്പോൾ മൂസ അലൈഹിസ്സലാം പറഞ്ഞു, നിങ്ങൾ ഇട്ടോളൂ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് അവരുടെ വടികളും അവരുടെ കയറുകളൊക്കെ ഇട്ടു. അതെല്ലാം പാമ്പുകളായി സർപ്പങ്ങളായി ജനങ്ങൾക്ക് തോന്നി. അവരൊക്കെ ആർത്ത് നിലവിളിക്കാൻ തുടങ്ങി. ഫൗജസ ഫീ നഫ്സിഹി ഖീഫതൻ മൂസ, സയ്യിദുന മൂസ അലൈഹിസ്സലാമിൻ്റെ മനസ്സിൽ ചെറിയൊരു പേടി വരാൻ തുടങ്ങി. പടച്ചോനെ, ഇതെല്ലാം കൂടെ എങ്ങനെയാണ് എൻ്റെ ഈ വടി, എങ്ങനെ ഇതിനെ തകർത്ത് കളയും?
മൂസ നിങ്ങൾ പേടിക്കേണ്ട കേട്ടോ, അല്ലാഹ് ഇന്നനി മഅകുമാ, ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട് എന്ന് പറഞ്ഞില്ലേ. അള്ളാഹുവിൻ്റെ മഅയ്യത്ത് ബോധ്യപ്പെട്ടു. അങ്ങനെ മൂസ അലൈഹി ഇസ്ലാമിൻ്റെ വടിയിടുന്നു. അത് സർപ്പമായി, ഭീകരമായൊരു സർപ്പമായി മാറി എല്ലാറ്റിനെയും വിഴുങ്ങുന്നു അല്ലേ. ആ ഒരു സന്ദർഭം ഈമാൻ കിട്ടിയത് സാഹിര്യങ്ങൾക്കാണ്. അവർക്ക് മനസ്സിലായി ഇത് മുഅ്ജിസത്താണ്, ഇതെന്തല്ല, ഇത് മാജിക്കല്ല എന്ന്. അങ്ങനെ ഒരു ഹിദായത്ത് കിട്ടാൻ കാരണമായത് മഹാനവറുകളോട് അവർ കാണിച്ച ബഹുമാനമാണ്, ആദരവാണ്. പറയുമ്പോൾ അവർ രണ്ട് മതവിശ്വാസത്തിലാണ് നിൽക്കുന്നത്. എന്നാൽ പോലും മഹാനായ നബിയുല്ലാഹി മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് കേട്ടുപരിചയമുണ്ട്. അവരൊരു ആദരവ് കാണിച്ചു, ഒരു ബഹുമാനം കാണിച്ചു. മഹാനവറുകളോട് ഒരു ചോദ്യം, ഒരു റിക്വസ്റ്റ് വരെ അവർ കൊടുത്തു. എങ്ങനെ? ഞങ്ങൾ തുടങ്ങുന്നോ നിങ്ങൾ തുടങ്ങുന്നുവോ? അത് വലിയൊരു ഘടകമാണ്. മഹാനാ ചെറുശ്ശേരി ഉസ്താദ് പറയും, ഇഹ്തിറാം, ബഹുമാനം എന്ന് പറയുന്നത് അത് ജീവിതത്തിലെ വലിയൊരു ഘടകമാണ്. ഇഹ്തിറാം കൊണ്ട് ഒരുപാട് ആളുകൾ രക്ഷപ്പെടും. ബഹുമാനിക്കുന്നവർ, ഇങ്ങനെ ഡയലോഗ് അടിച്ച് കാണുന്നവരെ മുഴുവൻ കുറ്റം പറഞ്ഞ് ഉസ്താദ്മാരെയും തങ്ങന്മാരെയൊക്കെ ഇങ്ങനെ തെറി വിളിച്ച് നടക്കുന്നവർ കുറച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും എങ്ങോട്ടാണ് ലൈഫ് ഇങ്ങനെ പോകുന്നത് എന്ന്. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. അങ്ങനെ ഒരിക്കലും ചെയ്യേണ്ട. അള്ളാഹു വെച്ച ചില ഫضലുകളും അള്ളാഹു വെച്ചു കൊടുത്ത ചില സ്ഥാനങ്ങളും മാനങ്ങളും നമ്മൾ എന്ത് ചെയ്യേണ്ട? അതിൽ കയറി ഒന്നും ചെയ്യണ്ട. ബഹുമാനം കൈവിടാതിരിക്കുക. എപ്പോഴും എത്ര തെറ്റ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ പോലും അവരോട് ഉപദേശിക്കുന്നത് പോലും ബഹുമാനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഭാഷയിലായിരിക്കണം എന്നാണ്. അവരെ കുറ്റപ്പെടുത്തിയാൽ ആരെങ്കിലും നന്നാവുമോ? ദേഷ്യപ്പെടുത്തിയാൽ ആരെങ്കിലും നല്ല വഴിക്ക് വരുമോ? ആർക്കെങ്കിലും അങ്ങനെ ആക്ഷേപം കേൾക്കാൻ ഇഷ്ടമുണ്ടാവുമോ? കുട്ടികൾക്ക് പോലും പിടിക്കൂല, പിന്നെ വലിയൊരു കാര്യം. അതുകൊണ്ട് ബഹുമാനം, ഇഹ്തിറാം കൈവടിയാൻ പാടില്ല. അള്ളാഹു നമ്മെ ആ ഒരു ഇഹ്തിറാമിൻ്റെ അഹ്ലുകാരിൽ അള്ളാഹു പെടുത്തി തരട്ടെ. ഇഹ്തിറാമില്ലെങ്കിൽ പിന്നെ ദീനില്ലല്ലോ. ഇസ്ലാം കിടക്കുന്നത് ആ ഒരു ബഹുമാനത്തിലും ആദരവിലുമാണ്. അത് അർഹിക്കുന്ന ആളുകൾക്ക് അള്ളാഹു വെച്ചു കൊടുത്തവർക്ക് നമ്മൾ വക വെച്ചു കൊടുക്കണം. നമ്മൾ ആരെയും വിചാരണ ചെയ്യാതിരിക്കുക. അത് അള്ളാഹു ഏറ്റെടുത്ത വിഷയമാണ്. ആരാ നല്ലത്, ആരാ ചീത്ത, അത് നമ്മൾ പറയണ്ട. ഓരോരുത്തരെയും യുഹാസബുന്നാസു അല ഹസബി നിയ്യാത്തിഹിം, ഓരോരുത്തരുടെയും നിയ്യത്തിനനുസരിച്ചിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അവരവരെ വിചാരണ ചെയ്യുക. അത് അവരും പടച്ചവനും തമ്മിലുള്ള വിഷയങ്ങളാണ്. ഇരിക്കട്ടെ. സയ്യിദുനാ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം, ഇസ്തനഅതുക ലിനഫ്സി, എനിക്ക് വേണ്ടി ഞാൻ നിങ്ങളെ തയ്യാർ ചെയ്തതാണ് മൂസ നബി. അതൊന്നും ഒരു നബിയോടും അള്ളാഹു തആല പറഞ്ഞതായിട്ട് വിശുദ്ധ ഖുർആനിൽ കാണാൻ കഴിയില്ല. മൂസ അലൈഹി ഇസ്ലാമിനോട് മാത്രമാണ്. എത്ര നബിമാരുടെ ചരിത്രം ഖുർആൻ പറഞ്ഞു. സുലൈമാൻ നബി അലൈഹിസ്സലാമിൻ്റെയും ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെയും ലൂത്ത് അലൈഹിസ്സലാം, യൂനുസ് അലൈഹിസ്സലാം, ഹൂദ് അലൈഹിസ്സലാം, സ്വാലിഹ് അലൈഹിസ്സലാം, അയ്യൂബ് അലൈഹിസ്സലാം, ഇസ്മായിൽ അലൈഹിസ്സലാം, ഇസ്ഹാഖ് അലൈഹിസ്സലാം, ഇവരുടെയൊക്കെ ചരിത്രങ്ങളൊക്കെ ഖുർആൻ പറഞ്ഞെങ്കിലും ജനിക്കുന്നതിൻ്റെ മുമ്പുള്ള ചരിത്രം മുതൽ മഹാനവറുകളുടെ അവസാന കാലഘട്ടം, കല്യാണം മുതൽ വിവാഹത്തിന് മഹർ എന്തായിരുന്നു കൊടുത്തിരുന്നത് എന്നതടക്കമുള്ള ചരിത്രങ്ങൾ ഇത്രയും വിശദമായി അള്ളാഹു വിശദീകരിച്ചത് സയ്യിദുനാ മൂസ അലൈഹി ഇസ്ലാമിൻ്റേത് മാത്രമാണ്. തങ്ങളുടെ പേര് ഖുർആനിൽ 4 പ്രാവശ്യം വന്നത്. ഈസ അലൈഹി ഇസ്ലാമിൻ്റെ പേര് 20 തവണയാണ് പരാമർശിക്കപ്പെട്ടത്. മൂസ അലൈഹി ഇസ്ലാമിൻ്റേത് 183 തവണ. സുബ്ഹാനല്ലാഹ്. അപ്പോൾ അള്ളാഹുവിൻ്റെ നബിമാരിൽ വഖല്ലമ അല്ലാഹു മൂസ തക്ലീമ, അതിന് അള്ളാഹു മഹാനവറുകളെ തയ്യാർ ചെയ്തെടുത്തു എന്നാണ് പറയാം. അതിന് കാരണം പറയുന്നത് മൂസ അലൈഹി ഇസ്ലാമിൻ്റെ ഇഹ്സാനിൻ്റെ സ്വഭാവമാണ്. ഇപ്പം നമ്മുടെ നിസ്കാരം നമ്മൾ ആലോചിച്ച് നോക്കി. മെഹറാജിൻ്റെ കഴിഞ്ഞ ദിവസം മെഹറാജ് കഴിഞ്ഞില്ലേ, എൻ്റെ രാവ് കഴിഞ്ഞില്ലേ? ആലോചിച്ച് നോക്കൂ. നമുക്ക് 50 വക്ത് നിസ്കാരം കിട്ടിയാൽ മൂസ നബിക്ക് അതിൻ്റെ ബോധപ്പെടാവേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? നമ്മൾ നിസ്കരിച്ചാലും ഇല്ലെങ്കിലും മൂസ നബി അലൈഹി ഇസ്ലാമിനെ അത് ബാധിക്കുമോ? നമുക്ക് പ്രയാസം വന്നോ ഇല്ലേ? മൂസ നബി ഇസ്ലാമിൻ്റെ ഒരു വിഷയമേ ആയിരിക്കണമെന്നില്ല. പക്ഷേ തങ്ങൾ ഇങ്ങോട്ട് ഒന്നും പറയാതെ മൂസ അലൈഹി ഇസ്ലാം അങ്ങോട്ട് പറഞ്ഞതാണ്. ഇത് കൂടുതലാ നബി തങ്ങളെ അങ്ങ് അള്ളാഹുവിനോട് ചുരുക്കിത്തരാൻ വേണ്ടി പറയണമെന്ന്. അപ്പോൾ നമ്മൾ മഹാനായ സയ്യിദുനാ മൂസ അലൈഹി ഇസ്ലാമിനോട് ഓരോ നിസ്കാരത്തിലും കടപ്പെട്ടിരിക്കുകയാണ്. ഓരോ നിസ്കാരത്തിലും മൂസ നബി അലൈഹി ഇസ്ലാം ആഗ്രഹിച്ചു പോയിട്ടുണ്ടെന്ന്, ഞാൻ റസൂലുള്ളാഹി തങ്ങളുടെ ഉമ്മത്തിയായിട്ട് എന്നെ ജനിപ്പിച്ചുകൂടായിരുന്നോ? അങ്ങനെ ആഗ്രഹിച്ചു പോയ നബിയാണ് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം. മിഅ്റാജിൻ്റെ രാവിൽ മഹാനായ മൂസ നബി അലൈഹി ഇസ്ലാമിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടുമുട്ടുന്നത് 6ാമത്തെ ആകാശത്ത് വെച്ചാണ്. 1 ആദം അലൈഹിസ്സലാം, 2 സയ്യിദുനാ യഹ്യ വ ഈസ, 2 നബിമാർ, 3 സയ്യിദുനാ യൂസുഫ് അലൈഹിസ്സലാം, 4 ഇദ്രീസ് അലൈഹിസ്സലാം, 5 ഹാറൂൻ, 6 മൂസ അലൈഹിസ്സലാം, 7 ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം.
മൂസ അലൈഹിസ്സലാം ഇങ്ങനെ സങ്കടപ്പെട്ട് കരയുന്നത് കണ്ടു. അപ്പോൾ പറഞ്ഞു, എനിക്ക് ശേഷം യുബ്അഥു മിൻ ബഅദി ഗുലാമുൻ, ഒരു ചെറുപ്പക്കാരനായ ആൾ എൻ്റെ ശേഷം വരുന്നുണ്ട് ഒരു നബിയായിട്ട്. അവർക്ക് ഉള്ള അനുയായികൾ എൻ്റെ അനുയായികളെക്കാളും എത്രയോ കൂടുതലായിരിക്കും, ഒരുപാട് കൂടുതലായിരിക്കും. അങ്ങനെ ആഗ്രഹം കൊണ്ട് കരഞ്ഞു. അത് അസൂയ കൊണ്ടുള്ള കരച്ചിലല്ല, ഹാഷാലില്ല, അമ്പിയാക്കന്മാർക്ക് അസൂയ തോന്നൂല. അങ്ങനെ മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം അവിടെ കരഞ്ഞത് ഹദീസുകളിൽ കാണാൻ കഴിയും. തങ്ങളെക്കുറിച്ച് ഗുലാം എന്ന് പ്രയോഗിച്ചു എന്നാണ്. ഗുലാം എന്ന് പറഞ്ഞാൽ ചെറുപ്പക്കാരൻ. അത് ഒരാൾ ആക്റ്റീവായിരിക്കുമ്പോൾ ഏത് പ്രായമുള്ള ആളോട് ഒരു ഗുലാമിനെ പോലെ ഉണ്ടല്ലോ എന്ന് പറയുമല്ലോ, അതുകൊണ്ടാണ് എന്നാണ് ഇതിന് മഹാനായ ഇബ്നു ഹജർ തങ്ങളൊക്കെ കൊടുത്ത തഅ്വീലുകളിൽ അതിൻ്റെ വ്യാഖ്യാനങ്ങളിൽ ഒരു വ്യാഖ്യാനം അങ്ങനെയാണ്. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തികളിൽ എനിക്ക് പെടാൻ പറ്റുമോ റബ്ബേ എന്ന് അള്ളാഹുവിനോട് മൂസ നബി അലൈഹി സ്വലാം സമ്മതം ചോദിച്ചിട്ടുണ്ട്. അള്ളാഹു തആല പറഞ്ഞു, മൂസ നബിയെ, അങ്ങയുടെ കാലഘട്ടം ഹബീബിൻ്റെ കാലഘട്ടത്തിൻ്റെ ഒരുപാട് മുമ്പായിപ്പോയില്ലേ. മൂസ അലൈഹിസ്സലാം ആണ് ശരീഅത്തുമായി വന്നത്. മഹാനവറുകളാണ് തൗറാത്താണ് ശരിക്കും നിയമപുസ്തകം. ഇഞ്ചീൽ എന്ന് പറയുന്ന ബൈബിളിൽ നിയമങ്ങളില്ല. നിയമങ്ങളൊക്കെ ഇപ്പോഴും ക്രിസ്ത്യാനികൾ ഫോളോ ചെയ്യുക ഓൾഡ് ടെസ്റ്റമെൻറ്റാണ്. ഓൾഡ് ടെസ്റ്റമെൻറ്റ് ന്യൂ ടെസ്റ്റമെൻ്റ് എന്ന് പറയും. അപ്പോൾ നമ്മൾ പറയും ഖുർആൻ ഫൈനൽ ടെസ്റ്റമെൻ്റ് ആണെന്ന്. ഓൾഡ് ടെസ്റ്റമെൻ്റ് എന്ന് പറയുന്നത് തൗറാത്താണ്, ന്യൂ ടെസ്റ്റമെൻ്റാണ് ബൈബിൾ, അതിൻ്റെ 4 വേർഷൻസ്. ഈ ന്യൂ ടെസ്റ്റമെൻറ്റിൽ ചരിത്രങ്ങളാണ്, ഈസ നബി അലൈഹിസ്സലാമിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട ചരിത്രങ്ങളാണ് അതിൽ പരാമർശിക്കുന്നത്. എന്നാൽ ഓൾഡ് ടെസ്റ്റമെൻ്റ് നിയമങ്ങളാണ്, 10 കമാൻഡ്മെൻറ്റ്സ്, മൂസ നബി അലൈഹിസ്സലാമിന് അല്ലാഹു തആല അറിയിച്ചു കൊടുത്ത നിയമങ്ങൾ. കാരണം നജാഷി രാജാവിൻ്റെ ചരിത്രം നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കിയപ്പോഴേ എത്യോപ്യയിലേക്ക്, അബിസീനിയയിലേക്ക്, ഹബഷയിലേക്ക് മുസ്ലിമീങ്ങൾ ഹിജ്റ പോയപ്പോൾ മഹാനായ ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു നേതൃത്വത്തിൽ, ആ ചരിത്രം ഓർമ്മയുണ്ടല്ലോ, നജാഷി രാജാവ് ഈസ നബിയെക്കുറിച്ച് എന്താ നിങ്ങൾ പറയുന്നതെന്ന് ചോദിച്ചു അല്ലേ. അതിന് ഉത്തരം പറഞ്ഞു കൊടുത്തു. സൂറത്തു മറിയമിൻ്റെ ഭാഗങ്ങൾ ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഓതിക്കൊടുക്കുകയും ചെയ്തു രാജാവിൻ്റെ മുമ്പിൽ. ഓർമ്മയുണ്ടല്ലോ, ഞാൻ ചരിത്രം ആവർത്തിക്കുകയല്ല. അപ്പോൾ രാജാവ്, നജാഷി രാജാവ്, അദ്ദേഹം ഒരു ചെറിയൊരു തുണിക്കഷ്ണം കയ്യിൽ പിടിച്ചു. എന്നിട്ട് മഹാനവറുകൾ അത് നിർത്തിപ്പിടിച്ചിട്ട് ഇങ്ങനെ പറയാണ്, നിങ്ങളുടെ നബിയായ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നതും മൂസ നബി അലൈഹിസ്സലാമിന് കിട്ടിയ വഹയും മിൻ മിസ്കാത്തിൻ വാഹിദിൻ, ഒരേ വെടിപ്പഴുത് എന്നല്ല പറയാം, വെളിച്ചം, വിളക്ക് വെക്കുന്ന വിളക്കുമാടം, ഒരേ വിളക്കുമാടത്തിൽ നിന്നാണ് വരുന്നത് എന്ന് നജാഷി രാജാവ് പറയുമ്പോൾ ഈസ നബിയുടെ പേരല്ല പറയുന്നത് അവിടെ. അദ്ദേഹം ക്രിസ്ത്യാനിയാണ്. ഈസ നബി കൊണ്ടുവന്നതും മുഹമ്മദ് നബി തങ്ങൾ കൊണ്ടുവന്നതും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലൈഹിമുസ്സലാം എന്ന് പറയേണ്ടടുത്ത് അവർ പറയുന്നത് ആരെയാണ്? മൂസ അലൈഹിസ്സലാമിനെയാണ്. കാരണം ക്രിസ്ത്യാനികളാണെങ്കിലും അവരുടെ നിയമപുസ്തകം മൂസ നബിയുടെ കിതാബാണ്. ആ കിതാബിൻ്റെ തഫ്സീറാണ്, നമ്മൾ തഫ്സീർ എന്നൊക്കെ പറയില്ലേ, അതിൻ്റെ വ്യാഖ്യാനമാണ് ജൂതന്മാരെന്ന് കൊണ്ടു നടക്കുന്ന തൽമൂദ് എന്ന് പറയുന്നത്. അത് തൗറാത്തിൻ്റെ വ്യാഖ്യാനമാണ്. തൗറാത്തിൻ്റെ വ്യാഖ്യാന പുസ്തകമാണ് തെൽമൂദ്. അവർ തെൽമൂദ് അനുസരിച്ചിട്ടാണ് കാര്യങ്ങളൊക്കെ പറയാം. അതുകൊണ്ട് മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒരു പുതിയ റിസാലത്തുമായി വന്ന നബിയാണ്. അള്ളാഹു മൂസ നബിക്കാണ് നിയമങ്ങൾ കൊടുത്തത്. അതുകൊണ്ട് ഈസ അലൈഹിസ്സലാമിൻ്റെ വരവിൻ്റെ നിയോഗത്തിൻ്റെ ലക്ഷ്യം പറഞ്ഞെടുത്ത് വമുസദ്ദിഖൻ ലിമാ ബൈന യദയ്യ മിനത്ത് തൗറാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഇദ് ഖാല ഈസ ഇബ്നു മറിയം وإذ قال عيسى ابن مريم يا بني إسرائيل إني رسول الله إليكم مصدقا لما بين يدي من التوراة ومبشرا برسول يأتي من بعد اسمه أحمد. ഈസ നബി അലൈഹിസ്സലാം എന്തിനു വന്നു എന്ന മഹാനവറുകളുടെ നുബുവത്തിൻ്റെ ലക്ഷ്യം എന്തായിരുന്നു എന്ന് വിശദീകരിച്ച ആയത്താണിത്. ഞാൻ വന്നത് ലിബനി ഇസ്രായേൽ, ഇസ്രായേൽ മക്കളിലേക്ക് വന്ന നബിയാണ് ഞാൻ. യാക്കൂബ് നബിൻ്റെ മക്കളിലേക്ക് വന്ന നബിയാണ്, ആഗോള പ്രവാചകനല്ല ഈസ നബി അലൈഹിസ്സലാം. പക്ഷേ ഈസ നബി അലൈഹിസ്സലാമിൻ്റെ അപ്പോസ്തലന്മാർ
മഹാനവരുടെ ശിഷ്യന്മാർ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലേക്കും എല്ലാ ഒറ്റപ്പെട്ട് കിടക്കുന്ന ദ്വീപുകളിലേക്കടക്കം ഈസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ ശരീഅത്ത് കൊണ്ടുപോയിട്ടുണ്ട്. ലോകത്തത് പ്രചരിച്ചു. പക്ഷേ ഈസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ മെസ്സേജ് ഇറ്റ് വാസിൻസ് എ ഗ്ലോബൽ മെസ്സേജ്. അത് ബനു ഇസ്രായേലുകൾക്ക് മാത്രമുള്ള മെസ്സേജാണ്. മുസദ്ദിഖൻ ലിമാ ബൈന യദയ്യ മിനത് തൗറാ, എൻ്റെ മുമ്പ് വന്ന ഗ്രന്ഥമാണ് തൗറാത്ത്. ആ തൗറാത്ത് സത്യമാണെന്ന് നിങ്ങളെ ബോധിപ്പിക്കാൻ വന്ന നബിയാണ് ഞാൻ. ഈസാ നബിയുടെയും മൂസ നബിയുടെയും ഇടയിൽ 1500-2000 വർഷങ്ങളുടെ ഗ്യാപ്പാണുള്ളത്. 1500 വർഷം BC, 1500 കാലഘട്ടങ്ങളാണ് സയ്യിദുനാ മൂസ അലൈഹിസ്സലാമിൻ്റെ കാലഘട്ടം. ചില ഇതിലൊക്കെ BC 3000 എന്ന് പറയാറുണ്ട്. പക്ഷേ ഫറോവയുടെ ആ ഒരു ഡെഡ് ബോഡിയുടെ ഡേറ്റിംഗ്, അത് കാർബൺ ഡേറ്റിംഗ് എന്നല്ലേ പറയാം, അത് 1500 വർഷങ്ങളുടെ പഴക്കമാണ് അവിടെ എഴുതി വച്ചിട്ടുള്ളത്. അല്ലാഹു അലം ഏതാ ശരി എന്നറിയില്ല. ഏകദേശം 1500-2000 വർഷങ്ങൾ ഈസാ നബിക്ക് മുമ്പ് വന്ന നബിയാണ് നബിയുല്ലാഹി മൂസ അലൈഹി സ്വലാത്തു വസ്സലാം. അതുകൊണ്ട് മെഹറാജിൻ്റെ രാവിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ നിന്ന് പോകുമ്പോഴേ 5 സ്റ്റോപ്പുകൾ ഉണ്ടായിട്ടുണ്ടല്ലോ. മക്കത്തുനിന്ന് പോകുന്നു ബുറാക്കിൻ്റെ മുകളിൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ മദീനയിൽ ഇറങ്ങി 2 റക്അത്ത് നിസ്കരിച്ചു എന്നാണ്. അത് കഴിഞ്ഞ് ബത്ലഹേമിൽ നബി ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ബത്ലഹേം എന്ന് പറഞ്ഞാൽ ഈസാ നബി അലൈഹി ഇസ്ലാം ജനിച്ച സ്ഥലമാണ്. ബത്ലഹേം കഴിഞ്ഞ് മൂസ നബി അലൈഹി ഇസ്ലാം അവരുടെ ഖബറിൽ നിസ്കരിക്കുന്നത് ഞാൻ കണ്ടു കേട്ടോ എന്ന്. അവർ തമ്മിൽ സംസാരങ്ങൾ നടന്നിട്ടില്ല. മൂസ നബി അലൈഹി ഇസ്ലാം നിസ്കാരത്തിലായിരുന്നു, തങ്ങളവിടെ അറ്റൻഡ് ചെയ്തു, നേരെ ബൈത്തുൽ മഖ്ദിസിലേക്ക് വരുന്നു, അവിടെ നിന്ന് നിസ്കരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ആകാശത്തേക്കുള്ള യാത്രയുണ്ടാകുന്നു, മെഹറാജ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് വളരെ വളരെ പ്രാധാന്യമുള്ള ചരിത്ര സംഭവമാണ് സയ്യിദുനാ മൂസ അലൈഹി ഇസ്ലാമിൻ്റേത്. അള്ളാഹുമായി സംസാരിച്ച ഭാഗമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. മൂസ നബി അലൈഹി ഇസ്ലാമിനോട് ആളുകൾ ചോദിച്ചു, മൂസ നബിയെ, അങ്ങയോട് സംസാരിച്ചത് അള്ളാഹു തന്നെയാണെന്ന് എങ്ങനെയാണ് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടത്? അത് ജിന്നായിക്കൂടെ, അല്ലെ വേറെ ഏതെങ്കിലും ഒരു ആയിക്കൂടെ, അല്ലെ വേറെ ഏതെങ്കിലും ഒരു ഏലിയനായിക്കൂടെ, വേറെ എന്തെങ്കിലും ഒരു തോന്നലായിക്കൂടെ? അങ്ങനെയൊക്കെ ആളുകൾ മൂസ നബി അലൈഹി ഇസ്ലാമിൻ്റെ മുമ്പിൽ ചോദിച്ചു കാണണം. അവർ ചോദിച്ചു, എങ്ങനെ കൈഫ അറഫ്ത അന്നല്ലാഹ കല്ലമക്, അള്ളാഹുവാണ് സംസാരിച്ചത് എന്ന് മൂസ നബിയെ അങ്ങേക്ക് എങ്ങനെയാണ് ബോധ്യപ്പെട്ടത്? അതിന് മഹാനവർ കൊടുത്ത മറുപടി, ഒരു ശബ്ദം ഉത്ഭവിക്കുന്ന സ്ഥാനത്തിൻ്റെ അടുത്ത് വരുന്തോറും ആ ശബ്ദത്തിന് ക്ലാരിറ്റി കൂടോ കുറയോ? ശബ്ദത്തിൻ്റെ ഉറവിടം നിങ്ങൾ ഇവിടെ ഇരിക്കുമ്പോൾ ക്ലിയറായി കേൾക്കുമോ, 1 കിലോമീറ്റർ അപ്പുറം ഇരിക്കുമ്പോഴാണ് കേൾക്കുക? അടുത്തിരിക്കുമ്പോഴല്ലേ? അടുത്തേക്ക് വരുംതോറും അതിൻ്റെ വ്യക്തത കൂടിക്കൊണ്ടിരിക്കും, അകലും തോറും വ്യക്തത കുറയും. അത് സ്വാഭാവികമായ മനുഷ്യൻ അനുഭവിക്കുന്ന ശബ്ദങ്ങളൊക്കെ അങ്ങനെയാണ്. പക്ഷേ മൂസ അലൈഹി ഇസ്ലാം വേണ്ടി പറയാണ്, ഞാൻ ദൂരെയായിരുന്നപ്പോഴും അകലെയായിരുന്നപ്പോഴും ആ കേട്ട ശബ്ദം, അത് ഞാൻ ശരീരം മുഴുവൻ ആവാഹിച്ച പോലെയാണ് കേട്ടത്. എൻ്റെ ചെവിയിലൂടെ മാത്രമല്ല, ആ ശബ്ദത്തിനൊരു കുറവോ ഒരു മങ്ങലോ ഏറ്റില്ല. അന്നേരം എനിക്ക് മനസ്സിലായി ഇത് അള്ളാഹുവിൻ്റേതാണെന്ന്. ജല്ല ജലാലു. മൂസ അലൈഹി ഇസ്ലാമിൻ്റെ തെളിവുകൾ കാണിച്ചു കൊടുക്കും. മൂസ നബി അലൈഹി ഇസ്ലാമിൻ്റെ പേര് വിളിച്ചല്ലോ, യാ മൂസ ഇന്നനി അനല്ലാഹ്. എന്നിട്ട് മഹാനവറുകളെ സമാധാനിപ്പിച്ചുകൊണ്ട് അള്ളാഹു ചോദിച്ച ചോദ്യമാണ്, വമാ തിൽക ബിയമീനിക യാ മൂസ. മൂസ നബിയെ, നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ആ സാധനം എന്താണ്? എന്തിനായിരിക്കും ആ ചോദ്യം ചോദിച്ചിട്ടുണ്ടാവുക? അള്ളാഹുവിന് അറിയില്ല അത് വടിയാണ്. വമാ തിൽക ബിയമീനിക യാ മൂസ. ആ ചോദ്യത്തിൽ തന്നെ ഒരു ഉത്തരമുണ്ട് എന്നാണ്. തിൽക്ക, ദാലിക, തിൽക്ക, അങ്ങനെ 2 വാക്കുണ്ട്. അത് എന്ന് പറയാൻ അറബിയിൽ ദാലിക എന്ന് പറയും, തിൽക്ക എന്ന് പറയും. പക്ഷെ ആ വാക്ക് മാസ്കുലിനാണെങ്കിൽ ദാലിക, ദാലിക്കൽ കിതാബു. കിതാബ് എന്ന് പറഞ്ഞത് പുല്ലിംഗമാണ്, അതുകൊണ്ട് ദാലിക്കൽ കിതാബ് എന്ന് പറയും.
നേരെ മറിച്ച് കിതാബിൻ്റെ സ്ഥാനത്ത് ഒരു വാച്ച് അസ്സാ എന്നാണെങ്കിൽ തിൽക്കസ്സാ എന്ന് പറയാം. അസ്വായ എന്ന് മൂസ അലൈഹി ഇസ്ലാം മറുപടി പറയാൻ പോകുന്നുണ്ട്. അസ്വായ, അസ്വാ എന്ന് പറയുന്ന വാക്ക് അറബിയിൽ ഫെമിനിനാണ്, അല്ലെങ്കിൽ സ്ത്രീലിംഗമാണ്. ഫെമിനിനാകുമ്പോൾ തിൽക്കാൻ തന്നെ പറയാൻ കഴിയുള്ളൂ. അതുകൊണ്ട് വമാ തിൽക ബിയമീനിക യാ മൂസ, നിങ്ങളുടെ കയ്യിലിരിക്കുന്ന വലത് കയ്യിലിരിക്കുന്ന ആ സ്ത്രീലിംഗമായ, അതായത് സാധനം എന്താണ്? അപ്പോൾ ഹിയ, ഒരു വിറയിലും പേടിയും ഒക്കെ വരും അല്ലേ? മിനിമം ഡ്രൈവിംഗ് ലൈസൻസിന് പോകും പോലീസ് ഒപ്പം ഇരുന്ന് വണ്ടി ഓടിക്കാൻ വേണ്ടി പറഞ്ഞാൽ കയ്യും കാലും വരച്ച് തോറ്റുപോരുന്ന എത്ര ആൾക്കാരുണ്ട്. എത്ര ഉഷാറായിട്ട് ഓടിക്കും, പക്ഷെ മൂപ്പര കുപ്പായിട്ട് ഇരുന്നാൽ പറയണം. അപ്പോൾ ഒരു ഗ്ലാസ് നോക്കാൻ മറക്കും, സീറ്റ് ബെൽറ്റ് ഇടാൻ മറക്കും അല്ലേ? ഇതൊരു മനുഷ്യൻ്റെ അടുത്ത് ഇരിക്കുമ്പോൾ ഇതാണ് അവസ്ഥയെങ്കിൽ അള്ളാഹു ജല്ല ജലാലുവിൻ്റെ ദാത്തുൽ അലിയ, പടച്ചതമ്പുരാൻ്റെ തജല്ലിയുടെ മുമ്പിൽ നിന്ന് സംസാരം കേട്ടുകൊണ്ടിരിക്കുന്ന മൂസ അലൈഹിസ്സലാം എന്തായിരിക്കും അവസ്ഥ എന്നാലോചിച്ചിട്ടുണ്ടോ? ആ സീനാ പർവ്വതത്തിൻ്റെ തൂർ സീനയിൽ തങ്ങൾ ഇറങ്ങി മെഹറാജിൻ്റെ രാവിൽ എന്നത് വലിയൊരു കൗതുകമാണ്. അള്ളാഹുവിൻ്റെ തജല്ലി നടന്ന സ്ഥലമല്ലേ അത്. വമാ തിൽക ബിയമീനിക യാ മൂസ എന്നത് ഈനാസുൻ ലഹു, മൂസ അലൈഹി ഇസ്ലാമിനെ ആശ്വസിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാ. ഇപ്പം നിങ്ങൾ ഒരു പരിചയമില്ലാത്ത ഒരാളുടെ അടുത്ത്, വലിയൊരു VIP അടുത്ത് പോയി നിങ്ങളുടെ കുട്ടിയും കൂട്ടിപ്പോയി, അപ്പോൾ ധാരാങ്ങളെ മോനാണോ എന്ന് ചോദിക്കും. അതങ്ങനെ ആവാനേ സാധ്യത ഉള്ളൂ അവിടെ. കാരണം പെങ്ങളെ കുട്ടീനായിട്ട് പോകില്ലല്ലോ. അങ്ങനെ വലിയൊരു അപ്പോയിൻമെൻറ്റിന് പോകുമ്പോൾ സ്വന്തം കുട്ടീനല്ലേ കൂടെ കൊണ്ടുപോകുള്ളൂ, അല്ലെങ്കിൽ അറിയിക്കൂലേ ഇത് നിങ്ങളുടെ മോനാണോ? അതെ 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 അതെ. അപ്പോൾ ചെറിയൊരു ഉത്തരം പറഞ്ഞാൽ അവിടെ സമാധാനമായി. അതൊരു പരിചയപ്പെടലാണ്. ആ പേടിയെ ഒന്ന് ബ്രേക്ക് ചെയ്യലാണ്. പേടിക്കണ്ട കേട്ടോ, നിങ്ങൾ വിഷമിക്കണ്ട, അങ്ങോട്ടും ഇങ്ങോട്ടും അറിയുന്നൊരു സംഗതി നിങ്ങളെ പേര് ഇന്നതല്ലേ, നിങ്ങൾ കണ്ട് പരിചയമുണ്ടല്ലോ എന്ന് പറയുമ്പോഴേക്കും ഒരു സ്ട്രെയിഞ്ചറുടെ ഒരു മനസ്സിൽ തോന്നാവുന്ന എല്ലാ തരത്തിലുള്ള ആങ്സൈറ്റിയും പേടിയും ഒക്കെ അങ്ങ് ഇല്ലാണ്ടാവും. അതുകൊണ്ട് മൂസ അലൈഹി ഇസ്ലാമിനെ സമാധാനിപ്പിക്കാൻ അള്ളാഹു ചോദിച്ച ചോദ്യം ആണ് വമാ തിൽക ബിയമീനി യാ മൂസ. ആ വടി മൂസ നബി അലൈഹി സ്വലാം വലത് കയ്യിലായിരുന്നു പിടിച്ചിരുന്നത്. അതുകൊണ്ടാണ് ബിയമീനിക് എന്ന് ചോദിച്ചത്. റസൂലുള്ളാഹി തങ്ങൾ പറയും ഇന്നല്ലാഹ യുഹിബ്ബു കാനൻ നബി, തങ്ങളെ സംബന്ധിച്ച് ഹദീസിൽ വന്നിട്ടുണ്ട്, കാനൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുഅ്ജിബുഹു തയാമുനു ഫീ ശഅനിഹി കുല്ലിഹി ഫീ തതഹുരിഹി വ തനഉലിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾക്ക് വലത് ഇഷ്ടമായിരുന്നു. ഏത് നല്ല കാര്യങ്ങൾ ചെയ്യാൻ വലത്, വൃത്തിയാക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ ടോയ്ലറ്റിൽ പോയി നമ്മൾ വെൻ വി ക്ലീൻ ആഫ്റ്റർ അവർ സെൽസ്, അത്തരം കാര്യങ്ങൾ. ഇപ്പോൾ ഒരാൾ ശരിക്ക് മൂക്കൊന്ന് ബ്ലോ ചെയ്യാണ്, അത് ഇടത്തെ കൈ കൊണ്ടായിക്കോട്ടെ, അത് വലുതാവണ്ട. നല്ല കാര്യങ്ങളെന്ന് നമുക്ക് തോന്നുന്ന, പൊതുവെ അംഗീകരിക്കപ്പെടുന്ന എല്ലാ കാര്യങ്ങൾക്കും തങ്ങൾക്ക് വലത് ഇഷ്ടമായിരുന്നു. അപ്പോൾ നമ്മളെ കേരളത്തിലൊക്കെ പണ്ടൊക്കെ ഉസ്താദന്മാർ തുണിയെടുക്കുമ്പോൾ ആൾക്കാർ ഇങ്ങനെ ലെൻസ് വെച്ച് നോക്കും, അത് ഏത് ഭാഗത്തേക്കാണ് മടക്ക് വന്ന്, അത് വലത്തോട്ടാണോ ഇടത്തോട്ടാണോ. അപ്പോൾ ഉസ്താദ് ചിലപ്പം ആദ്യം തുണി ഉടുക്കുമ്പോൾ വലത്തോട്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ആദ്യത്തെ മടക്ക് ഉള്ളിൽ വലത്തോട്ട് കാണാത്തതായിരിക്കും, ബാക്കിൽ. അപ്പോൾ ചിലർ എന്താ ഇടത്തോട്ടാണല്ലോ തുണി പോയിട്ടുള്ളത് എന്നാലോചിക്കും. അപ്പോൾ കാഴ്ചയിൽ വലത് കാണുന്ന രീതിയിൽ ചെയ്യലായിരിക്കും അവിടെ നല്ലത്. ഞങ്ങളുടെ ഉസ്താദ് നമ്മളൊക്കെ അറിയുന്ന ബഹുമാനപ്പെട്ട ബഹാവുദ്ദീൻ നദവി ഉസ്താദ് അവറുകൾ, അള്ളാഹു ആഫിയത്തും സലാമത്തും കൊടുക്കട്ടെ, ഉസ്താദ് വലത് കയ്യിൽ വാച്ച് കിട്ടുമ്പോൾ ഞങ്ങൾക്ക് സംശയം ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും ഇടത്തെ കൈമലല്ലേ നമ്മൾ മലയാളികളൊക്കെ കെട്ടാറുള്ളത്, ഇന്നെന്തേ വലത്തെ കയ്യിൽ കെട്ടുന്നത്? അപ്പോൾ ഈ ഹദീസ് പറഞ്ഞു ഉസ്താദ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എല്ലാ നല്ല കാര്യങ്ങളും വലത് ചെയ്യലായിരുന്നല്ലോ ഇഷ്ടം. അപ്പോൾ ഇതൊരു നല്ല കാര്യമല്ലേ വാച്ചിട്ട് എന്ന് പറഞ്ഞാൽ, എന്ന് വെച്ച് ഇടത്തുമ്പോൾ കെട്ടിക്കൂടാന്നൊന്നുമല്ല. ഒരാൾക്ക് അങ്ങനെ കംഫർട്ടബിൾ ആണെങ്കിൽ അത് ആയിക്കോട്ടെ, അതിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ആവത്ത് ഉദ്ദേശിച്ച് ചെയ്താൽ കൂലി കിട്ടും, കുഴപ്പമൊന്നുമില്ല. യമീൻ തങ്ങൾക്ക് ഇഷ്ടമായിരുന്നു. ആ ഹദീസ് എന്താ? ഫീ തനഉലിഹി വ തറജ്ജുലിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങൾ ചെരുപ്പിടുമ്പോഴും മുടി വാർന്നു വെക്കുമ്പോഴും തങ്ങൾക്ക് വലത് നിന്ന് തുടങ്ങൽ ഇഷ്ടമായിരുന്നു. നോക്കണേ, ചെരുപ്പിടുമ്പോൾ വലത് തുടങ്ങുക, അതൊരു യമീൻ മുന്തിക്കലാണ്. എത്ര കൂലിട്ട് എന്തായാലും നമ്മൾ ചെരുപ്പൂരിട്ടാണ് ബെഡ് കിടക്കുക അല്ലേ?
ചെരുപ്പ് ഊരിയിട്ടായിരിക്കും നമ്മൾ ചിലപ്പം പള്ളിയിലേക്ക്, ഓഫീസിലേക്ക് അല്ലെങ്കിൽ അങ്ങനത്തെ സ്ഥലങ്ങൾക്ക് ചെരുപ്പ് ഊരിയോ ഷൂ ഊരിയോ കിടക്കുമല്ലോ. അപ്പോൾ ആദ്യം ധരിക്കുന്നത്, ചെരുപ്പ് ധരിക്കുമ്പോൾ ആദ്യം വലത് ധരിക്കുക, അഴിക്കുമ്പോൾ ആദ്യം ഇടതഴിക്കുക. അതാണ് അതിൻ്റെ രീതി. നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. കൂലിട്ട് രണ്ട് കാലം ഒരുമിച്ച് എന്തായാലും അഴിക്കൂലല്ലോ, വീണൂല്ലേ? രണ്ട് കാലം ഇപ്പം ബാത്റൂം കയറുമ്പോൾ ഇടത്തെ കാല് വെച്ച് കയറൽ സുന്നത്താണ്. ചാടി കിടക്കും ആരെങ്കിലും, അത് നമ്മൾ ബോധത്തോടു കൂടെ ഇടത്തെ കാലം വെച്ച് കഴിഞ്ഞാൽ ഇതാ ഒരു കൂലി കിട്ടി, ടിക്ക് കഴിഞ്ഞാൽ ഇതാ ഒരു കൂലി കിട്ടി, ടിക്ക്. അങ്ങനെ എന്തിനാ വെറുതെ നഷ്ടപ്പെടുന്നത്? എന്തായാലും 2-3 പ്രാവശ്യം കയറി ഇറങ്ങേണ്ട സ്ഥലങ്ങളാണ്. അപ്പോൾ എല്ലാ സമയവും ടോയ്ലറ്റ് കിടക്കുകയാണോ, ആ ടോയ്ലറ്റിൻ്റെ ഡോറ് കിടക്കുമ്പോൾ ഇടത് കാല് വെച്ച് കിടക്കുക, ഇറങ്ങുമ്പോൾ ഇടത് കാല് വെച്ച് കിടക്കുക, ഇറങ്ങുമ്പോൾ വലത് കാല് വെച്ച് ഇറങ്ങുക. അതങ്ങ് ശ്രദ്ധിക്കാൻ, വലത് കാല് വെച്ച് ഇറങ്ങുക. അതങ്ങ് ശ്രദ്ധിക്കാൻ തുടങ്ങിയാൽ നമുക്കൊരുപാട് കൂലി കിട്ടും. പിന്നെ വേറെയുള്ള വലത്തെ കാലിട്ട് കയറുമ്പോഴൊക്കെ കാണുമ്പോഴേക്ക് ഒഴിക്കുമ്പം നമുക്ക് മുടി കൊഴിച്ചിലും പ്രശ്നങ്ങളൊക്കെ വരാൻ പ്രശ്നങ്ങളൊക്കെ വരാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ തണുത്ത വെള്ളമാണെങ്കിലാണെങ്കിലും പെട്ടെന്ന് കുളിരുകയും ചെയ്യും. എന്തായാലും ഏത് ടെമ്പറേച്ചർ നിങ്ങൾ സൗകര്യം കൂടെ ചെയ്തോളൂ. വലത് ഭാഗത്ത് നിന്ന് തുടങ്ങുക, അതൊരു കൂലിയുള്ള കാര്യമാണ്. വലത് ഭാഗം നനയ്ക്കുക, എന്നിട്ട് ഇടത് ഭാഗം നനയ്ക്കുക. അപ്പോൾ ആ കുളിയിൽ കൂലി കിട്ടി. തങ്ങളത് ചെയ്തിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. പാൻസ് ധരിക്കുമ്പോൾ നമുക്ക് ഭയങ്കര കൂലി കിട്ടും. നമ്മൾ കന്തൂറെണ്ണ പോലെയല്ല, പാൻസിന് 2 കാലുണ്ടല്ലോ. അപ്പോൾ ആ വലത്തെ കാലിടുക ധരിക്കുമ്പോൾ, അഴിക്കുമ്പോൾ ഇടത്തെ കാലഴിക്കുക ആദ്യം. സോക്സ് ഇടും, നമ്മളെന്തായാലും ജോലിക്ക് പോകുമ്പോൾ സോക്സൊക്കെ ഇടൂലേ? ഷൂ ധരിക്കുകയാണെങ്കിൽ സോക്സ് ഇടണം, അല്ലെങ്കിൽ നാറ്റം വരും. സോക്സ് പിന്നെ ഡെയിലി മാറ്റും ചെയ്യുമല്ലോ നമ്മൾ. അപ്പോൾ ആ സോക്സ് ഒന്നെടുക്കുമ്പോൾ നമ്മൾ അഴിക്കുന്നുണ്ടാവും, പിന്നെ ഇടുന്നുണ്ടാവും. അത് വലത് കാല് ആദ്യം തുടങ്ങുന്നു, അഴിക്കുമ്പോൾ ഇടത്തെ കാലിൽ അഴിക്കുന്നു. പടച്ചോനെ എത്ര കൂലിയായി. ടൈ കിട്ടുമ്പോൾ പിന്നെ വലുതും ഇടതൊന്നും അതിൽ ഇല്ലാത്തതുകൊണ്ട് പിന്നെ ഒറ്റ ട്രിപ്പിലേ പോകാൻ പറ്റുള്ളൂ. ഏതെല്ലാം കാര്യത്തിൽ വലുത് ചെയ്യാൻ പറ്റുന്നു അത് തങ്ങൾക്ക് ഇഷ്ടമായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾക്ക് ഇഷ്ടമുള്ളതല്ല അവിടുത്തെ ഉമ്മത്തികൾ ചെയ്യേണ്ടത്. മൂസ നബി അലൈഹിസ്സലാം അവിടുത്തെ ഒരു പണിയായുധമാണ് ഈ വടി. മൂസ നബി അലൈഹിസ്സലാമിൻ്റെ ടൂളാണത്. ആടിനെ മേയ്ക്കുകയാണ് ജോലി. അമ്പിയാക്കന്മാരൊക്കെ ആടിനെ മേച്ചവരാണ്. ഞാൻ പറയാം, കച്ചവടക്കാരെ കുറിച്ച് ആടിനെ മേച്ച് പഠിക്കുന്ന നല്ലതായി. സ്റ്റാഫിനെ കൊണ്ടുനടക്കാനേ കുറേ ക്ഷമ വേണ്ടി വരും. കുറേ അടിപിടിയും കച്ചറയും പ്രശ്നങ്ങളും തീർക്കേണ്ടി വരും. നല്ല ക്ഷമ വേണ്ടി വരും. അമ്പിയാക്കന്മാരെല്ലാവരെയും അല്ലാഹു തആല ആട്ടിടയന്മാരായി അവരെ പരിശീലിപ്പിച്ചിട്ടുണ്ട് എന്നാണ്. സുബ്ഹാനല്ലാഹ്, ആലോചിച്ച് നോക്കി. മനുഷ്യന്മാരെ തെളിച്ചു കൊണ്ടുപോകണമെങ്കിൽ ആദ്യം ചെറിയൊരു ട്രെയിനിങ്. ആടുകളെ തെളിച്ച് നടന്നവരാണ് അമ്പിയാക്കന്മാർ. സുബ്ഹാനല്ലാഹ്. ആ ടൂളാണ് സയ്യിദുനാ മൂസ അലൈഹി ഇസ്ലാമിൻ്റെ കയ്യിലുള്ളത്. ഇപ്പം ലെഫ്റ്റ് ഹാൻഡഡായ ആളുകൾ, അവരെ പറ്റിയല്ലേ. ഇപ്പം ലെഫ്റ്റ് ഹാൻഡഡ് എന്ന് പറഞ്ഞാൽ അവരുടെ റൈറ്റ് ബ്രെയിൻ ആയിരിക്കും വർക്ക് ചെയ്യുന്നുണ്ടാവും, കൂടുതൽ ആക്റ്റീവ് ആവുക. അപ്പോൾ ലെഫ്റ്റ് അവരായി പോകും. എന്നാലും കുട്ടികൾക്കൊക്കെ അങ്ങനെ ഇടതുകൊണ്ട് തന്നെ തിന്ന കുടിക്കുക എന്ന് ഓട്ടോമാറ്റിക്കലി ഒരു ബ്രെയിൻ ഇൻസ്ട്രക്ഷൻ വരുന്നതന്നെ അങ്ങനെയായിരിക്കും. അങ്ങനെ വരുമ്പോൾ അവരെ മിനിമം ഭക്ഷണം കഴിക്കാനെങ്കിലും അവരെ ശീലിപ്പിക്കുക. എഴുതാനൊക്കെ ശീലിപ്പിച്ചെടുത്താൽ 2 കൈയും വർക്ക് ചെയ്യും. നമുക്കൊന്നും ഇടത്തെ കൈ കൊണ്ട് എഴുതാനൊക്കെ പ്രയാസമായിരിക്കും റൈറ്റ് ഹാൻഡഡ് ആകുമ്പോൾ. പക്ഷേ ലെഫ്റ്റ് ഹാൻഡഡായ ആളുകൾ റൈറ്റും ലെഫ്റ്റും ഉഷാറായിട്ട് എഴുതും. ശീലിപ്പിച്ചാൽ കിട്ടാവുന്നതാണത്. ഞാൻ ലെഫ്റ്റ് ഹാൻഡഡ് ആണ് എന്നൊരു എക്സ്ക്യൂസ് പറഞ്ഞ് മാറി നിൽക്കാതെ തിന്നുന്നതും കുടിക്കുന്നതും വലതുകൊണ്ട് തന്നെ മാക്സിമം അങ്ങനെ ചെയ്യുക. അറിയാതായി പോകുന്നതിന് കുഴപ്പമില്ല. നമ്മൾ അംദൻ നമുക്കൊരു കാര്യം ചെയ്യാൻ പറ്റുന്നുണ്ടോ അത് വലതന്നെ ആയിരിക്കണം. അത് തങ്ങളുടെ ഇഷ്ടമായിരുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കാന നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുഅ്ജിബുഹു തയാമുനു ഫീ ശഅനിഹി കുല്ലിഹി. തങ്ങളുടെ എല്ലാ വിഷയങ്ങളിലും വലത് തങ്ങൾക്ക് ഇഷ്ടമായിരുന്നു. വമാ തിൽക ബിയമീനിക യാ മൂസ. അങ്ങയുടെ വലത് കൈയിലിരിക്കുന്ന ആ സാധനം എന്താണ് മൂസ നബിയെ? ഖാല, മഹാനവറുകൾ പറഞ്ഞു, ഹിയ അസ്വായ, ഇത് എൻ്റെ വടിയാണ്. വലിയ വടിക്ക് സ്റ്റാഫ് എന്ന് പറയുമ്പോൾ സ്റ്റാഫ് ഇത്ര സ്റ്റാഫുണ്ട് വർക്ക് ചെയ്യാൻ ഷോപ്പിൽ എന്നൊക്കെ പറയുന്ന ആ സ്റ്റാഫ് തന്നെ വടിക്കും സ്റ്റാഫ് എന്ന് പറയും ഇംഗ്ലീഷിൽ. ഇറ്റ് ഈസ് മൈ സ്റ്റാഫ്. മൈ സ്റ്റിക്ക് എന്ന് പറയുന്നത്, സ്റ്റിക്ക് ചെറിയ സാധനം, ഈ കുറച്ചും കൂടെ വലുതാകുമ്പോൾ സ്റ്റാഫ്. ഇത് എൻ്റെ വടിയാണ് അല്ലാഹുവേ. ഖാല ഹിയ അസ്വായ, എൻ്റെ വടിയാണ്. ചുടുക്കാൻ പോവാണ്. അപ്പോൾ മൂസ അലൈഹിസ്സലാം സ്വയം ബോധിക്കുകയാണ്, ഇത് വടിയാണ്, ഇത് എൻ്റെ വടിയാണ്, ഞാൻ ഉപയോഗിക്കുന്ന സാധനമാണ്, എനിക്കറിയാം ഇതിന് ജീവനില്ല. ആ സാധനത്തിന് ജീവനും അനക്കവും കൊടുത്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ വലിയൊരു സർപ്പമാക്കി മാറ്റാൻ പോവുകയാണ്. അതുകൊണ്ട് മൂസ നബി അലൈഹി സ്വലാം ഇതിനെ റീകൺഫേം ചെയ്യാണ്, ഹിയ അസ്വായ,
അള്ളാഹു അതുകൊണ്ട് കൂടിയാണ് ചോദിക്കണത്, നിങ്ങളുടെ വടിയാണെന്ന് ഉറപ്പല്ലേ? ആണ്. ഈ മജീഷ്യന്മാരെ ചോദിക്കില്ല, ഇത് ടവലെന്ന് ഉറപ്പല്ലേ? അതിൻ്റെ ഉള്ളിൽ നിന്ന് തിരികെ വെച്ചിട്ടുണ്ടാവുക. സാധാ ടവലെടുത്ത് അവർക്ക് ചെയ്യാൻ പറ്റില്ല, അത് അവരെന്നെ കൊണ്ടുവന്ന ടവലുകൊണ്ട് ചെയ്യാൻ പറ്റുള്ളൂ. ട്രിക്കുകളാണ്. ഹിയ അസ്വായ, ഇത് എൻ്റെ വടിയാണ് അല്ലാഹുവേ. അതവക്കഉ അലൈഹ, ഞാനതിൽ കുത്തിച്ചാരി നിൽക്കും. അതാണ് തവക്കു. അതവക്കഉ അലൈഹ, ക്ഷീണം വരുമെന്ന് ചാരി നിൽക്കുക. വഅഹുശ്ശു ബിഹാ, അതുകൊണ്ട് ഞാൻ ഇലകളെ പൊഴിച്ചു കൊടുക്കും. അടിക്കുക എന്നാണ് ശരിക്കും ആ വാക്കിൻ്റെ അർത്ഥം. ഹഷ യഹുഷു എന്ന് പറയുന്നത് ഹസ്സ യഹുസു, രണ്ടും ഏകദേശം ഒരേ അർത്ഥമാണ്. ഇങ്ങനെ വടി കൊണ്ട് അടിച്ചു കൊടുക്കുക. ഗനമി, എൻ്റെ ആടുകൾക്ക് ഞാൻ ഇല പൊഴിച്ചു കൊടുക്കും. മുസാ നബി അലൈഹി സ്വലാം ചെയ്ത പണി. നമ്മുടെ നാട്ടിലൊക്കെ ആടും പശുക്കളൊക്കെ വല്ലാണ്ട് ഇഷ്ടപ്പെടുന്ന ഉമ്മാരും ഉപ്പാരൊക്കെ ഉണ്ടായിരുന്നു അല്ലേ? അവർക്കൊരു പശു ചത്താൻ പിന്നെ വേറെ പശുവിനെടുത്ത് പെരക്കാർ തോരുന്നുണ്ടാകാതെ ചാവുന്നുണ്ടാവുക. പക്ഷേ അപ്പോഴേക്കും വേറെ അടുത്തത് കൊണ്ടുവരും. അങ്ങനെ ആടുകളും പശുവും കോഴികളും ഇതിനെ വളർത്തുക, അതിന് തിന്നാൻ കൊടുക്കുക. ഇനി അതിനെങ്ങാനോട് അർത്ഥാവില്ല, ആ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കില്ല 2 ആഴ്ചത്തേക്ക് സങ്കടം കൊണ്ട്. അവർ പോറ്റി കോഴിനെ കറി വെച്ചിട്ട് കാര്യമില്ല, ഉമ്മ തിന്നൂല. അതൊരു സ്നേഹമാണ്. നമ്മൾ പറഞ്ഞൊരു സഹാബി തങ്ങളോട് പറഞ്ഞു, നബി എൻ്റെ ആട് എനിക്ക് അറക്കാൻ തോന്നുന്നില്ല നബി, അറക്കാൻ തോന്നുന്നില്ല. കുഴപ്പമില്ല, ആ കാണിക്കുന്ന കരുണ കൊണ്ട് അള്ളാഹു നിന്നോട് കരുണ ചെയ്യും സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ എൻ്റെ ആടിന് ഞാൻ ഇല പൊഴിച്ചു കൊടുക്കുന്ന വടിയാണിത്. വലിയ ഫീഹാ മആരിബു ഉഖറ. മൂസാ നബി അലൈഹി സ്വലാം ഭയങ്കര ഇൻ്റലിജൻ്റാണ്. അള്ളാഹുമായി കിട്ടിയ സംസാരത്തിൽ ഒരു 1 വേർഡ് ആൻസറേ കൊടുക്കേണ്ടതുള്ളൂ. വമാ തിൽക ബിയമീനിക യാ മൂസ. അപ്പം ഞാൻ അഷ്റഫ് ഖാനോട് ചോദിക്കുകയാണ്, അഷ്റഫ് ഖാൻ എന്താണ് നിങ്ങളെ ഇടത്തെ കൈമ എന്തൊരു സാധനം കാണുന്നുണ്ടല്ലോ? അതിൻ്റെ വാച്ചാണ്. അല്ലേ അഷ്റഫ് ഖാൻ? അത്രയല്ലേ പറയേണ്ടുള്ളൂ. പുത്തനങ്ങാടി അഷ്റഫ് ഖാൻ എന്ത് പറയും? ഹിയ സാഅതി, എൻ്റെ വാച്ച്. അത്ര പറഞ്ഞാൽ മതി. പക്ഷെ കിട്ടിയ ചാൻസിൽ കയറി അഷ്റഫ് എന്ത് പറയുന്നു? ഈ വാച്ചിൽ ഞാൻ നോക്കി സമയം നോക്കിയിട്ടാണ് ഞാൻ നിസ്കരിക്കാൻ പോണത്, ഇത് നോക്കിയിട്ടാണ് ഞാൻ ജോലിക്ക് പോണത്, ഇത് നോക്കിയിട്ടാണ് ഞാൻ ഉറങ്ങാൻ കിടക്കുന്നത്, എൻ്റെ ഭക്ഷണ സമയം ഇതിൽ നോക്കിയിട്ടാണ് ഞാൻ ക്രമീകരിക്കുക. അതൊന്നും ചോദിച്ചില്ലല്ലോ, എന്താണെന്നല്ലേ ചോദ്യം. പക്ഷേ മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം ആ ചാൻസ് അങ്ങ് മുതലാക്കാൻ അള്ളാഹുവിനോടങ്ങ് പറയാണ്. ഇതിന് അറബിയിൽ ഇത്നാബ് എന്ന് പറയും. അത് അറബി ബലാഗത്തിൻ്റെ, അറബ് ഭാഷാശാസ്ത്രത്തിൻ്റെ ഒരു ശൈലിയാണിത്. ഇത്നാബ് വളരെ ചുരുക്കി പറയാവുന്നൊരു ഉത്തരത്തെ ഒരൽപ്പം കൗതുകത്തോടുകൂടെ എക്സ്പാൻഡ് ചെയ്ത് പറയാമെന്നാണ് പറയാം. അത് ബലാഗ പഠിക്കുമ്പം മനസ്സിലാവും. ഇത്നാബാണത്. ഹി അസ്വായ, അവസാനം വലിയ എനിക്ക് ഫീഹ, ഈ വടിയിൽ മആരിബു ഉഖ്റ, വേറെയും ഒരുപാട് ഉപകാരങ്ങളുണ്ട്. അപ്പോൾ അള്ളാഹ് ചോദിക്കണം, ആ ഉപകാരങ്ങൾ എന്താ മൂസാ നബിയെ? അതാ മൂസാ നബിൻ്റെ ആഗ്രഹം. ആ മആരിബ് എന്താണെന്ന് ഒരു ചോദ്യം വരികയാണെങ്കിൽ വീണ്ടും പറയാലോ. അതുകൊണ്ട് മൂസാ നബി അലൈഹി സ്വലാം ആണ് കൊടുത്തിട്ട് വേറെയും പല ഉപകാരങ്ങളുണ്ട് പഠിച്ചവനെ. എൻ്റെ മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ ഉപകാരങ്ങളൊന്നും അള്ളാഹു തആല ചോദിച്ചിട്ടില്ല. എന്താണെന്നൊരൊറ്റ 1 വേർഡ് ആൻസറേ അവിടെ വേണ്ടതുള്ളൂ. ഹി അസ്വായ, അവിടെ തീർന്ന വിഷയമാണ്. അതവക്കഉ അലൈഹ വഅഹുശ്ശു ബിഹാ അലാ ഗനമി. പിന്നെ ഒരു കഥ മൂസാ നബിക്ക് പറയണം. അത് മോശമല്ലേ ഒറ്റയടിക്ക്? വലിയ ഫീഹാ മആരിബു ഉഖ്റ, എനിക്ക് വേറെയും ഒരുപാട് ഉപകാരങ്ങളുണ്ട് പഠിച്ചവനെ ഇതിൽ. എന്തൊക്കെയാണ് മൂസാ നബിയെ എന്ന് ചോദ്യം വരുമെന്ന പ്രതീക്ഷയിലാണ് പറയുന്നത്. പക്ഷെ അല്ലാഹു തആല അവിടെ ചോദിച്ചില്ല. അപ്പോൾ അല്ലാഹു തആല പറയണം, ഖാല അൽഖിഹാ യാ മൂസ, ആ വടി അങ്ങ് താഴേട്ടേക്ക്. ഫഅൽഖാഹ, അല്ലാഹു തആല താഴെ ഇടാൻ വേണ്ടി പറഞ്ഞപ്പോൾ ഫഅൽഖാഹ, സയ്യിദുനാ മൂസ അലൈഹി സ്വലാം അതിനെ താഴെയിട്ടു. ഫഇദാ ഹിയ ഹയ്യത്തുൻ തസ്ആ, അപ്പോഴതാ ആ വടി ഹയ്യത്തുൻ തസ്ആ, ഹയ്യത്ത് എന്ന് പറഞ്ഞാൽ സർപ്പം, പാമ്പ്. തസ്ആ, വെറുതെ അനങ്ങാതിരിക്കുന്ന സർപ്പമല്ല, ഓടി നടക്കുന്ന ഒരു സർപ്പമായിട്ട് മാറി. ചിലയിടത്ത് സുഅ്ബാനും മുബീൻ എന്ന് ഖുർആൻ പറഞ്ഞു. സുഅ്ബാൻ എന്നൊക്കെ പറഞ്ഞാൽ ശരിക്കും വലിയ പാമ്പാണ്. മനുഷ്യനൊക്കെ വിഴുങ്ങുന്ന പാമ്പിന് എന്താ പറയുക? അനാക്കോണ്ടാന്നോ മുഞ്ഞി? അനാക്കോണ്ട അല്ലേ? മനുഷ്യനൊക്കെ മുമ്പ് ബ്രേക്ക്ഫാസ്റ്റായിട്ട് കഴിച്ചോളൂ. മലമ്പാമ്പ് അല്ലേ? ആ, അനാക്കോണ്ട മുഞ്ഞി കേട്ടിട്ടില്ല? മൂസാ അലൈഹിസ്സലാമിൻ്റെ ഈ സർപ്പം ആ ഒരു സുഅ്ബാനായി മാറിയെന്നാണ്. സർപ്പൻറ്റ് എന്നതിന് പറയും. സർപ്പൻറ്റ്, വലിയ പാമ്പ്. ചിലയിടത്ത് ജാന്നുൻ എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലാഹു തആല. ഈ വടിയെക്കുറിച്ച് പറഞ്ഞ ചരിത്രങ്ങൾ ചിലയിടത്ത് ഇതൊരു ജിന്നു പോലെ തോന്നി,
എന്ന് പറഞ്ഞാൽ ഒരു വടി അനക്കം വെക്കുകയല്ലേ. അപ്പോൾ അതിൻ്റെ തുടക്കത്തിൽ കണ്ട ആ ഒരു കാഴ്ചയിൽ ഒരു സറ്റിൽ, ശരീരമില്ലാത്ത അല്ലെങ്കിൽ മെലിഞ്ഞ ഒരു ശരീരമുള്ള സാധനമായിട്ട് മൂസ നബിക്ക് തോന്നുന്നു. അത് കഴിയുമ്പോൾ അത് ഹയ്യത്തായിട്ട് വരുന്നു. അത് കഴിഞ്ഞ് ഇത് സഅ്ബാനായിട്ട് പരിണമിക്കുന്നു. അങ്ങനെ വലിയൊരു സർപ്പമായിട്ട് മാറാണ്. പാമ്പ് എന്ന് പറയുന്ന അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ മയ്യംഷി അല ബത്നിഹി, ഖുർആൻ ജീവജാലങ്ങളെക്കുറിച്ച് പറഞ്ഞെടുത്ത് 2 കാലിൽ നടക്കുന്നത്, അല അർബഇൻ 4 കാലിൽ നടക്കുന്ന ജീവികൾ, അല ബത്നിഹി പിന്നെ പറഞ്ഞു വയറിൻ്റെ മേൽ നടക്കുന്ന കുറേ ജീവികൾ, പിന്നെ പറഞ്ഞു വയഖ്ലുഖു മാ യശാ, പിന്നെ കുറേ കാലുള്ളത് പറയാണ്ട് അള്ളാഹു വേറെയും ഒരുപാട് ജീവജാലങ്ങളെ സൃഷ്ടിക്കുന്നവനാണ്. റെപ്റ്റൈലുകളെ പറ്റി പറയുന്ന ഭാഗത്ത് സർപ്പം എന്ന് പറഞ്ഞത് സംഗതി ചൈനക്കാരൊക്കെ തിന്നുമെങ്കിലും നമുക്കത് കണ്ടാൽ പേടിയാണ് അല്ലേ. എന്നൊക്കെ പറഞ്ഞ് അർബേ എങ്ങനെയാണ് അതൊക്കെ തിന്നണത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പം ഈ വീഡിയോയിൽ ഇങ്ങനെ കാണുന്നതുകൊണ്ടേ കണ്ട് മടുപ്പൊക്കെ ആ പേടി അറപ്പൊക്കെ കുറേ പേർക്ക് പോയിട്ടുണ്ടെന്നാണ് കേട്ടത്. അപ്പോൾ ചൈനക്കാരനെ കണ്ടപ്പോൾ ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു അങ്ങനെ എല്ലാ പാമ്പിനും ഇങ്ങനെ ഇതാക്കലല്ല, അത് ചില വളർത്തു പാമ്പുകളോ എന്തുണ്ടല്ലോ അവർക്ക്, അതിനെ കഴിക്കുന്നുള്ളൂ. അല്ല, പെരുമ്പാമ്പിനെ കൊണ്ടുവന്ന് കഴിക്കുന്നുണ്ട്. അത് അവിടുത്തെ പോപ്പുലേഷനിലെ ചെറിയൊരു 5% ആളുകളെ ചെയ്യുന്നുള്ളൂ അങ്ങനെ. പിന്നെ ഈ മതവും ദീനും ഇന്നത് കഴിക്കണം കഴിക്കണ്ട എന്നൊരു നിർദ്ദേശമൊന്നും ഇല്ലാഞ്ഞാൽ ഇങ്ങോട്ട് കഴിക്കാത്തതിനൊക്കെ മനുഷ്യൻ കടിച്ചു പോവും. നമുക്കങ്ങനെയല്ലല്ലോ. നമുക്ക് ഇന്നത് കഴിക്കാം, ഇന്നത് കഴിച്ചുകൂടാ. പാമ്പിനെ കഴിക്കാൻ പാടില്ല, അതിൽ പെട്ടതാണത്. സുബ്ഹാനല്ലാഹ്. അള്ളാഹുവിൻ്റെ ശരീഅത്തില്ലെങ്കിൽ, ഒരു ശരീഅത്തില്ലെങ്കിൽ എന്ത് ചെയ്യും? പിന്നെ ആരാ നിയമം പറഞ്ഞു കൊടുക്കുക? ഫോറസ്റ്റിൻ്റെ ഗവൺമെൻറ്റിൻ്റെ വല്ല നിയമം ഉണ്ടെന്നേ പിന്നെ നോക്കുള്ളൂ. ബാക്കി هي عصاي توكل قال ألقها فألقاها فإذا هي حية تسعى. ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി സ്വർഗത്തിലേക്ക് സ്നീക്ക് ചെയ്ത് കയറിയത് ഒരു സർപ്പത്തിൻ്റെ രൂപത്തിലാണ് എന്ന് റിവായത്തുകളിൽ കാണാൻ പറ്റും. കാരണം അവരാ വിലക്കപ്പെട്ട ഭക്ഷണം കഴിപ്പിക്കാൻ വേണ്ടി ഹവ്വാ ബീവി റളിയല്ലാഹു അൻഹയെ പ്രോംപ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നത് സർപ്പരൂപത്തിലാണെന്നാണ്. പിശാചുക്കളുടെ അല്ലെങ്കിൽ ജിന്നുകളുടെ ഒരു വിഭാഗം ആളുകൾ പാമ്പുകളായിട്ട് നടക്കുന്നവരുണ്ട്. കള്ളുപിടിച്ച് നടക്കാന്നല്ലേ, സർപ്പ. നാട്ടിൽ പാമ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ കേരളക്കാർക്ക് ഈ ആടുന്നതേ അറിയുള്ളൂ. ഈ ആടി കുടിച്ചിട്ടേ ലെവലായി വയറ്റിൽ നിൽക്കണ ആദ്യം കൂടി നമ്മുടെ നാട്ടിലൊക്കെ അറിയില്ലല്ലോ. അപ്പോൾ പാമ്പെന്ന് പറഞ്ഞാൽ പിന്നെ കോമഡിക്കാർ പിന്നെ അങ്ങനെ എടുക്കുക. സർപ്പങ്ങളായി ജീവിക്കുന്ന ജിന്നുകളുണ്ടെന്നാണ് അള്ളാഹുവിന്, സർപ്പങ്ങളായി. അതുകൊണ്ടാണ് പാമ്പുകളൊക്കെ തച്ച് കൊല്ലുമ്പോൾ മഹാന്മാർ പറയും നീ പൊയ്ക്കോ എന്നതിനോട് 3 പ്രാവശ്യമെങ്കിലും പറയണം. അതൊരു ജിന്നാണെങ്കിൽ അങ്ങനെ അങ്ങ് പോയി അപ്രത്യക്ഷമാവും. ഇല്ലെങ്കിലേ ഉപദ്രവകാരിയായതിനെ തച്ചു കൊല്ലാൻ പാടുള്ളൂ എന്നാണ്. അങ്ങനെ ഹയ്യാച്ചുകളുണ്ട്, സർപ്പങ്ങളായിട്ട് രൂപം പ്രാപിക്കുന്ന ജിന്നുകളുണ്ടെന്നാണ്, പിശാച്ചുക്കളുണ്ടെന്നാണ്. അങ്ങനെ കറുത്ത നായയായിട്ടും കറുത്ത പൂച്ചകളായിട്ടും രൂപം മാറുന്ന പിശാച്ചുക്കളുണ്ട്. എന്ന് വെച്ചാൽ എല്ലാ കറുത്ത നായ്ക്കളും ജിന്നാണ് പിശാച്ചാണെന്ന് വിചാരിക്കാൻ നിൽക്കും വേണ്ട. അങ്ങനെയും ഒരു പറക്കുന്ന ജിന്നുകളുണ്ട്, പറവകളായിട്ട് പറന്നുകൊണ്ടിരിക്കുന്ന ജിന്നുകളുണ്ട്. നബി തങ്ങൾ പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ചിലത് കാണാൻ കഴിയില്ല, പക്ഷെ അവരുടെ സാന്നിധ്യം ഉണ്ടാവും. അതാണ് ഇടയ്ക്ക് റൂമിനൊക്കെ ഭയങ്കര അടിക്കുക, കബോർഡൊക്കെ വെറുതെ തുറക്കുക, ലൈറ്റ് ഓഫാക്കി പോയിട്ട് വെറുതെ ലൈറ്റ് ഇട്ട് പോരുക. നമ്മുടെ സുഹൃത്തുണ്ടായിരുന്നു ഒമാനിൽ, ഇവർ കുറേ കഥ പറഞ്ഞു. ഞാൻ ഇരുന്ന് കേട്ടുപോയി. എന്തൊക്കെ അത്ഭുതങ്ങളാണ് പടച്ചോനെ. പിശാചുക്കൾ, ജിന്നുകൾ താമസിക്കുന്നിടത്ത് നമ്മൾ പോയി താമസിക്കുമ്പോൾ അവർ പ്രശ്നം ഉണ്ടാക്കും. നമ്മൾ പോകാൻ വേണ്ടിയിട്ടാണ് അത് സിഗ്നൽ തരാം, ഞങ്ങൾ ഇവിടുന്ന് പൊയ്ക്കോ, ഞങ്ങൾ സമാധാനമായിട്ടൊന്ന് ഇവിടെ നിന്നോട്ടെ, നിങ്ങൾ എന്തിനാ ഇവിടെ കയറി വരുന്നത്, വേറെ എത്ര സ്ഥലമുണ്ട് അള്ളാൻ്റെ ഭൂമിയിൽ, അവിടെ പൊയ്ക്കൂടെ എന്ന് അവരിങ്ങോട്ട് പറയണം. അവരുടെ ആവാസ സ്ഥലമായിരിക്കും അത്, കാലങ്ങളോ നൂറ്റാണ്ടുകളോ ആയിട്ട്. അപ്പോൾ അതിന് ചില സിഗ്നൽ തരും. അപ്പോൾ നമ്മൾ പറയാം കല്ലേറ് വരുന്നുണ്ട്, അവിടെ ഇങ്ങനെ ഡോർമ അടിക്കുന്നത് കേൾക്കുന്നുണ്ട്, രാത്രിയൊക്കെ എന്തൊക്കെയോ ചില ചങ്ങല ശബ്ദം കേൾക്കുന്നു. നോർമലാണ്, അങ്ങനെ ഉണ്ടാവാം. പിശാചുക്കളുടെ ജിന്നുകളുടെ സാന്നിധ്യമുള്ളിടത്ത് അത് സ്വാഭാവികമാണ്. വെറുതെ എറിഞ്ഞ് പേടിപ്പിക്കണവരുണ്ട്. അപ്പോൾ പുരക്കാരവിടെ നിന്ന് വിറ്റ് പോയിട്ട് വേണം അവർക്ക് അവിടെ നിന്ന് സ്വസ്ഥമായിട്ട് ജീവിക്കാമെന്ന് വിചാരിച്ച് രാത്രി എവിടെയെങ്കിലും പൊന്തൻ്റെ മറവിൽ ഇരുന്നിട്ട് എറിയുക. അങ്ങനെ ഈ സാധുക്കൾ പേടിച്ച് നടക്കുക. പക്ഷെ അങ്ങനെ സംഭവം സയൻസിന് വിശദീകരിക്കാൻ പറ്റാത്ത സംഭവം അതൊക്കെ. ഇൻവിസിബിൾ ക്രീച്ചേഴ്സ് ഒന്നും
അവർക്കൊന്നും ഡിഫൈൻ ചെയ്യാൻ കഴിയില്ല. ഒരു മനുഷ്യരല്ലേ കണ്ടിട്ടുള്ളൂ. പിന്നെ ഇപ്പം ഇങ്ങനെ വല്ല പറയാൻ തുടങ്ങി ഏലിയൻസ് എന്നൊക്കെ. പിന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കുറേ ഏലിയൻസിൻ്റെ ഫോട്ടോ ഉണ്ടാക്കി വിടുന്നുണ്ട്. അതൊന്ന് വിശ്വസിക്കേണ്ട. ടിക്ടോക്കിലും ഈ യൂട്യൂബ് ഷോർട്സിലൊക്കെ പല കോലുള്ള മനുഷ്യന്മാരെ പോലെ കുപ്പായിട്ടതും ഇടാത്തതും പല തലയും ചെവിയും മൂക്കൊക്കെ ഉണ്ടായിട്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കമ്പ്യൂട്ടർ ഉണ്ടാക്കുന്ന സാധനങ്ങളാണ്. അങ്ങനത്തെ സംഭവങ്ങൾ ദുനിയാവിലില്ല. ജിന്നുകൾക്ക് രൂപം മാറാൻ കഴിയും. അവർ രൂപം മാറി അവരുടെ പാട്ടിന് പോവും ചെയ്യും. അവരിങ്ങനെ മാറി ഫോട്ടോ എടുക്കാൻ സെൽഫി എടുക്കാൻ നിന്നിരുന്നില്ല. അവരുടെ കാര്യം കഴിഞ്ഞ് പോവും. അപ്പോൾ ഓരോരുത്തർക്ക് വ്യൂവേഴ്സ് കിട്ടാനും ആളുകൾക്ക് കൗതുകം ഉണ്ടാവാനൊക്കെ ഇങ്ങനെ ഓരോ വീഡിയോസ് അതിൻ്റെ കുറേ മാസ്ക് ഇട്ട് 4-5 ആളൊപ്പം ഇങ്ങനെ നടക്കുന്നത് കാണാം. അപ്പോൾ അത് കാണുന്ന ഒറിജിനൽ മനുഷ്യന്മാർ ഡോക്ടർമാരായിരിക്കും നടക്കുന്നുണ്ടാവുക. അവരെ പരിശോധിക്കാൻ വന്നാൽ വെറുതെ കമ്പ്യൂട്ടർ കൊണ്ട് ഉണ്ടാക്കി ഇവിടെ ഓരോ ഫോട്ടോസ്. അപ്പോൾ ചില റിയാലിറ്റി ഫീൽ ചെയ്യും. അപ്പുറത്തൊക്കെ ആളുകളൊക്കെ നിൽക്കുന്ന കാണുമ്പോൾ ആ മനുഷ്യന്മാരടി തന്നെയാണല്ലോ വെള്ളത്തിൽ നീന്തണ പോലെയൊക്കെ. നമുക്ക് എന്താണ് ഒറിജിനൽ, ഏതാണ് ഡ്യൂപ്ലിക്കേറ്റ്, ഏതാണ് ആർട്ടിഫിഷ്യൽ എന്ന് മനസ്സിലാവാത്ത രീതിയിൽ കാര്യങ്ങൾ കൺഫ്യൂസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു വീഡിയോ കണ്ടാൽ ഒറിജിനലാണോ അല്ലേ എന്ന് വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഫഇദാ ഹിയ ഹയ്യത്തുൻ തസ്ആ. പാമ്പുകൾ, ഉപദ്രവകാരികളായ പാമ്പുകളുണ്ട്, ഉപദ്രവമില്ലാത്ത ചേരയൊക്കെ വെറുതെ പേടിപ്പിച്ച് വിട്ടാൽ മതി, ഒന്നും ചെയ്യൊന്നുമില്ല. നീർക്കോലികൾ എന്നൊക്കെ പറയില്ല, അതൊന്നും വെള്ളത്തിലുണ്ടാകുന്ന സാധനങ്ങൾ വെറുതെ പേടിപ്പിക്കുകയുള്ളൂ, ഒന്നും ചെയ്യൊന്നുമില്ല. ഉപദ്രവകാരികളായ പാമ്പ്, തേള് പോലെയുള്ള കാക്കയെ വരെ ഹറമിൽ വെച്ച് കണ്ടാലും കാക്കയെ കൊല്ലാൻ പറ്റുമെന്നാണ് നമ്മുടെ കിതാബുൽ ഹദീസിലൊക്കെ ഉള്ള വിഷയം, ചർച്ച ചെയ്ത വിഷയമാണത്. ഉപദ്രവകാരികൾ. അപ്പോൾ നാട്ടിലത്തെ ഫോറസ്റ്റ് നിയമങ്ങൾ അതിൻ്റെ ഒപ്പം ചേർത്ത് വായിച്ചോളൂ കേട്ടോ. നമ്മൾ ഷറൈൻ്റെ നിയമം പറയാം. ഓക്കെ, അത് പോയിട്ട് നാട്ടിൽ പോയിട്ട് അത് കൊല്ലാൻ നിന്നാൽ ചിലപ്പോൾ ജയിലിൽ പോകേണ്ടി വരും. ഹയ്യത്തുൻ തസ്ആ. മൂസ അലൈഹിസ്സലാമിൻ്റെ മുമ്പിൽ അല്ലാഹു തആല കാണിച്ചു കൊടുക്കുന്നത് മനുഷ്യനെ പേടിപ്പെടുത്തുന്നൊരു സർപ്പത്തെയാണ്. മഹാനവറുകൾക്ക് അല്ലാഹു തആല ഈ ഒരു മുഅ്ജിസത്ത് കൊടുക്കുമ്പോൾ തൻ്റെ കയ്യിലുണ്ടായിരുന്ന ഹിയ അസായ, ഇത് എൻ്റെ വടിയാണ്, എനിക്കറിയുന്ന ജീവനില്ലാത്ത ഒരു മരക്കഷ്ണമാണെന്ന് ബോധ്യമുള്ള സാധനം ഉറപ്പുവരുത്തിയിട്ടാണ് താഴിടാൻ പറ. അതാണ് സർപ്പമായിട്ട് മാറുന്നത്. അപ്പം ജീവനില്ലാത്തതിന് ജീവൻ കൊടുക്കാനും അനക്കമില്ലാത്തതിന് അനക്കം കൊടുക്കാനും എൻ്റെ റബ്ബിന് കഴിയും. അല്ലദീ യുഹ്യീ വയുമീതു, അള്ളാഹു ജീവിപ്പിക്കുന്നവനും മരിപ്പിക്കുന്നവനുമാണ് എന്ന അള്ളാഹുവിൻ്റെ വലിയൊരു ഖുദ്റത്തിനെ ബോധ്യപ്പെടുത്തുകയാണ് ഈ സർപ്പമായി മാറുന്നതിലൂടെ മൂസാ നബി അലൈഹി സ്വലാം മനസ്സിലാക്കുന്നത്. കാരണം ഫറോവയുടെ കാലഘട്ടം സിഹ്റിൻ്റെ, സാഹിരീങ്ങളുടെ കാലഘട്ടമാണ്, മജീഷ്യന്മാരുടെ കാലഘട്ടമാണ്. സുലൈമാൻ നബി അലൈഹി സ്വലാമിൻ്റെ കാലം മുതൽ ലോകത്ത്, അല്ലെങ്കിൽ ബാബിലോണിയക്കാർ, ബാബിലോണിയ എന്ന് പറയുന്നത് ഇറാഖിൻ്റെയും തുർക്കിയുടെയും പരിസര പ്രദേശങ്ങളാണ്, ഒരു വലിയൊരു പ്രൊവിൻസാണത്. അവിടുത്തുകാർ നിരന്തരമായിട്ട് സിഹർ ചെയ്തിരുന്നു. ആളുകൾക്ക് മാരണം ചെയ്യുന്ന ജോലി അവർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതവർ തുടർന്നു. മാരണം ഏതാണ്, മുഅ്ജിസത്ത് ഏതാണ് എന്ന് തിരുത്തി മനസ്സിലാക്കാൻ വേണ്ടിയാണ് വമാ ഉൻസില അലൽ മലക്കൈനി ബിബാബില ഹാറൂത്ത് വമാറൂത്ത്, ബാബിലോണിയയിൽ ഹാറൂത്ത് മാറൂത്ത് എന്ന് പറയുന്ന 2 മലക്കുകളെ ഭൂമിയിലേക്ക് നിയോഗിച്ചതും മനുഷ്യരുടെ രൂപം അവർ പ്രാപിച്ചതും അവർ മനുഷ്യർക്ക് വന്ന് എന്താണ് സിഹർ, എന്താണ് മുഅ്ജിസത്ത് എന്ന് വേർതിരിച്ച് മനസ്സിലാക്കി കൊടുത്തു എന്നൊക്കെ വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയിൽ ചർച്ച ചെയ്യുന്നതും ബാബിലോണിയക്കാർ ഈ പ്രാക്ടീസ് ചെയ്തതുകൊണ്ടാണ്. അള്ളാഹു സാഹിര്യങ്ങളെ, സിഹർ, ഈ കൺകെട്ട് എന്ന് പറയുന്നതിനും സിഹർ എന്നാണ് പറയാം. പിശാച്ചുക്കളെ ഉപയോഗിച്ച് ഉപദ്രവിക്കുന്നതിനും സിഹർ തന്നെ പറയാം. രണ്ടാണെങ്കിലും കോണല്ലാത്ത സംഗതിയാണ്. പിന്നെ പിശാച്ചുക്കളെ വെച്ച് ചെയ്യുന്നത് ഗുരുതരമായ തെറ്റും വൻപാപങ്ങളിൽപ്പെട്ട വൻപാപവുമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. കാരണം മനുഷ്യന്മാർക്ക് ഉപദ്രവം ചെയ്യാൻ വേണ്ടി സാഹിര്യങ്ങൾ ഏറ്റവും പ്രയാസപ്പെടുത്തുന്ന സിഹർ എന്ന് പറഞ്ഞാൽ സർപ്പങ്ങളുടെ രൂപമുണ്ടാക്കിയിട്ട് ചെയ്യുന്ന സിഹറാണ്. അതിൽ സർപ്പങ്ങളുടെ രൂപം ഉണ്ടാവും. അത് ചിലപ്പോൾ ഒരു ചെമ്പിൻ്റെ തകിടിലോ വല്ല കല്ലിലോ വല്ല പേപ്പറിലോ വരച്ചിട്ടെങ്കിലും സർപ്പത്തിൻ്റെ രൂപങ്ങൾ ഉണ്ടാക്കി വിടുന്നത് വളരെ മാരകമായ ഉപദ്രവങ്ങൾ ചെയ്യാൻ കഴിയുന്ന പിശാചുക്കളെ അഴിച്ചുവിടലാണ്. അതുകൊണ്ട് സർപ്പം എന്ന് പറഞ്ഞാൽ പണ്ടേ ഒരു പേടിപ്പെടുത്തുന്ന സിമ്പലാണ്. അതുകൊണ്ടാണ് ആ പേടി കൊണ്ട് മതങ്ങളുണ്ടായി എന്ന് ഫ്രോയിഡൊക്കെ പറയുന്നുണ്ട്, സൈക്കോളജിസ്റ്റ്. അയാളുടെ വർത്തമാനപ്രകാരം, ആശയപ്രകാരം പാമ്പുകളെ ആരാധിക്കാൻ വേണ്ടി ആളുകൾ ഒരുമ്പെടുന്നതും പാമ്പുകൾക്ക് പ്രാർത്ഥന ചെയ്യുന്നതും പിന്നെ നാഗപൂജകൾ ചെയ്യുന്നതൊക്കെ ആൽഫ്രഡിൻ്റെ അഭിപ്രായപ്രകാരം ശരിയാണ്. മനുഷ്യൻ പേടിക്കുന്നതിനെ ആരാധിക്കാൻ തുടങ്ങി. ഇസ്ലാം അങ്ങനെയല്ല. ആദം നബി അലൈഹിസ്സലാം മുതൽ അള്ളാഹു ജീവിക്കാനുള്ള വഴി നൽകിയതാണ് ഇസ്ലാം എന്നാണ്
വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്, അമ്പിയാക്കന്മാർ പഠിപ്പിച്ചിട്ടുള്ളത്. പക്ഷേ മറ്റു മതങ്ങളുണ്ടായത് ഏതിനൊക്കെ ഇടിപൊട്ടുമ്പോൾ ഭയങ്കര പേടിയായി തുടങ്ങി. അപ്പോൾ ഇടിനാദത്തെ പ്രാർത്ഥിക്കുന്ന ആളുകളുണ്ടായി. മനുഷ്യന്മാർക്കിടയിൽ പിന്നെ ഉപദ്രവമുണ്ടാക്കുന്ന ജീവികൾ ഇറങ്ങിയപ്പോൾ അവയെ പ്രാർത്ഥിക്കുന്നവരുണ്ടായി, അല്ലെങ്കിൽ അവരെ ആരാധിക്കുന്ന സ്വഭാവം ഉണ്ടായി. അങ്ങനെയാണ് പിന്നെ മനുഷ്യന് സർപ്പത്തോടും പാമ്പുകളോടുമൊക്കെ പേടിയും ഭയവും അതിൽ നിന്നുണ്ടാകുന്ന ആരാധന ഭാവവുമൊക്കെ നമ്മുടെ നാടുകളിലൊക്കെ കണ്ടുവരുന്നത്. കാരണം അത് പേടിപ്പിക്കുന്ന സാധനമാണ്, പേടിയാണ്. അത് കൊത്തിക്കഴിഞ്ഞാൽ മരിച്ചൂലേ. പാമ്പിന് സ്വപ്നം കാണുന്ന അതുമായി ബന്ധപ്പെട്ട ഒരുപാട് രസകരമായ വ്യാഖ്യാനങ്ങളൊക്കെ ഉണ്ട്. പാമ്പിനെ കണ്ടാലെന്താ, ഞാൻ ചോദിച്ചു വരലിട്ടോ. ഓരോ സ്വപ്ന വ്യാഖ്യാനം ഒന്ന് മനസ്സിലാക്കിയെടുക്കാൻ മിനിമം ഒരു അരമണിക്കൂർ സമയമെടുക്കും ഒരാളെ കഥ തീരണമെങ്കിൽ. അപ്പോൾ അങ്ങനെ വല്ല അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രം പറയാം. അപ്പോൾ فإذا هي حية تسعى قال خذها ولا تخف سنعيدها سيرتها الأولى قال خذها. അല്ലാഹു തആല പറഞ്ഞു മൂസ നബിയോട്, ഖുദ്ഹാ, അതിനെ പിടിച്ചോളൂ മൂസ നബിയെ, വലാ തഖഫ്, പേടിക്കരുത്. അതിനെ പിടിച്ചോളൂ, പേടിക്കരുത്. കമാൻഡ് ഒന്ന് അമ്രാണ്, ഒന്ന് നഹിയാണ്. ഇന്നത് ചെയ്യണം, ഇന്നത് ചെയ്യരുത്. ഖുദ്ഹാ, ഗ്രാബ് ഇറ്റ്, വലാ തഖഫ്, ഡോണ്ട് പാനിക്, പേടിക്കണ്ട. പേടിക്കണ്ട എന്ന് അല്ലാഹു തആല പറഞ്ഞ പിന്നെ എന്തിനാ പേടിക്കുന്നത്? സനുഈദുഹാ സീറത്തഹൽ ഊല, അതിൻ്റെ ആദ്യ രൂപം എന്തായിരുന്നുവോ ആ രൂപത്തിലേക്ക് നാം അതിനെ മടക്കി കൊണ്ടുവരും എന്ന് പറഞ്ഞാൽ അതിനെ വടിയാക്കിയിട്ട് തന്നെ ഞാൻ മാറ്റിത്തരും. നിങ്ങൾ പിടിക്കണം, നിങ്ങൾ പിടിച്ചാലേതാവും. അതുകൊണ്ട് അല്ലാഹു തആല മൂസ നബി ഇസ്ലാമിന് യഖീൻ നൽകാൻ. യഖീൻ, കൺവിക്ഷൻ. യഖീൻ എന്നത് ഈമാനിൻ്റെ വലിയൊരു സംഭവമാണ്. യഖീൻ, ഒരു വിഷയത്തിൽ അല്ലാഹു പറഞ്ഞത് സത്യമാണ്, അത് തന്നെയാണ് അതിൻ്റെ യാഥാർത്ഥ്യം എന്ന് ബോധ്യപ്പെടാൻ യഖീൻ. യഖീൻ ഭയങ്കര വിഷയമാണ്. ഇവിടെ ജീവിക്കുന്ന ഒരു സഹോദരൻ, അയാളുടെ ഒരു അനുഭവം പറയുന്നുണ്ട്. ഒരു ഷെയ്ഖ് അദ്ദേഹത്തിൻ്റെ ഒരു കോൺവെർസേഷനിലാണത് പറഞ്ഞത്. ഞാൻ നേരിട്ട് കണ്ടതോ കേട്ടതോ അല്ല, ആ ഒരു ഷെയ്ഖ് പറയുന്നത് കേട്ടതാണ്. ഈ സഹോദരൻ ബിസിനസ്സൊക്കെ തുടങ്ങി, ഇവിടെ ദുബൈയിലോ അബുദാബിയിലോ എവിടെയെന്ന് അറിയില്ല, ബിസിനസ്സൊക്കെ തുടങ്ങി പൊളിഞ്ഞു. ഭയങ്കരമായ നഷ്ടത്തെ സംഭവിച്ചു. നഷ്ടം സംഭവിച്ചത്, അദ്ദേഹം ഒറിജിനൽ ഫലസ്തീനിയാണ്. അങ്ങനെ നാട്ടിൽ നിന്ന് അവിടുത്തെ പ്രോപ്പർട്ടി വരെ വിറ്റിട്ട് വാപ്പയെ കൊണ്ട് പൈസ ഇങ്ങോട്ട് എത്തിച്ചിട്ടാണ് കുറേ കടങ്ങളൊക്കെ വീട്. അങ്ങനെ ഭയങ്കരമായൊരു ട്രോമയിൽ, വലിയ പ്രയാസത്തിലൂടെ കടന്നു പോകുമ്പോൾ ആൾ പറയാം, ഞാൻ അള്ളാഹുവിനോട് ഇങ്ങനെ ദുആ, എന്താ പടച്ചോനെ നീ എനിക്കിങ്ങനെ പരീക്ഷണങ്ങൾ തന്നത്? ഞാൻ അങ്ങനെ നിനക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളൊന്നും ഞാൻ ചെയ്തിട്ടില്ലല്ലോ റബ്ബേ, എന്തിനാ എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നത് എന്നിങ്ങനെ ദ്വാരക്കും. പക്ഷേ പരീക്ഷണങ്ങൾ കൂടെ തന്നെ, എന്ത് തൊട്ടാലും നഷ്ടം. അങ്ങനെ വന്നു അദ്ദേഹം ഒരു കടലിൻ്റെ ബീച്ചിലെവിടെയോ ഒരു സ്ഥലത്ത് പോയിരുന്നു. അത് അജ്മാനാണോ റാസൽ ഖൈമയാണോ എന്ന് എന്നോട് ചോദിക്കരുത്, അതൊന്നും കഥയിൽ പറഞ്ഞിട്ടില്ല, പക്ഷേ ഇത് ഉള്ള സംഭവമാണ്. അവിടെ ഇരുന്നിട്ട് അദ്ദേഹം ഇങ്ങനെ കടലിലേക്ക് നോക്കി. നമുക്കൊരു മനസ്സിന് സങ്കടമൊക്കെ ഉണ്ടെങ്കിൽ ഈ വിശാലമായ തലങ്ങൾ നോക്കിയിരിക്കുമ്പോൾ നല്ല റാഹത്ത് തോന്നും. ഇപ്പം ഇവിടെയൊക്കെ കടലൊക്കെ ഉള്ള രാജ്യമാണ്. കടലൊന്നും ഇല്ലാത്ത നാട്ടിലാണെങ്കിൽ നമുക്കൊരു രക്ഷയില്ല. കടലൊക്കെ ഉള്ളതുകൊണ്ട് എന്ത് ചെയ്യുക, വെറുതെ ബസ്സിനെങ്കിലും 2 രൂപ കൊടുത്തിട്ടെങ്കിലും എപ്പോഴെങ്കിലും ഒഴിവുണ്ടെങ്കിൽ അതൊരു അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെ നോക്കിയിരിക്കുക എന്നൊരു ഇബാദത്തും കൂടിയാണ്. എന്ത് ചെയ്യുക, ഒന്ന് റാഹത്തായിട്ട് ഇങ്ങനെ മനസ്സമാധാനം, ആ ഒരു കാറ്റും കടലും തിരമാലകളും, ദുന്യാവ് എന്താണ്, എങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്, എന്തായിരിക്കും ആഖിറം, ഇതൊക്കെ ചിന്തിച്ചിരിക്കുക. കൂട്ടുകാരുടെ കൂടെ ഒന്ന് ഇരിക്കാനോ ഒന്ന് ചിന്തിച്ചിരിക്കാനൊക്കെ, ഒന്ന് മനസ്സിനൊന്ന് ഫ്രീ ആവാനൊക്കെ നല്ലതാണ്. വിശാലമായെടുത്ത് നമ്മുടെ മക്കളുണ്ടല്ലോ, ഫ്ലാറ്റിലൊക്കെ വളരുന്ന മക്കൾ, അവർക്കൊക്കെ കണ്ണിൻ്റെ പ്രശ്നങ്ങൾ വരാൻ വലിയൊരു കാരണം എന്ന് പറഞ്ഞാൽ ഈ റൂമിൽ നിന്ന് ഇറങ്ങാത്തതുകൊണ്ട് എന്ത് ചെയ്യും, ഈ 4 ചുമരല്ലേ ഉള്ളൂ. അതുകൊണ്ട് കണ്ണിന് ദീർഘദൂരം നോക്കാൻ പറ്റുന്നില്ല, അവസരമല്ല. ചെറിയ ദൂരത്ത് നോക്കുമ്പോഴേക്കും റൂമിൻ്റെ ചുമരുകളായില്ലേ. അതുകൊണ്ട് കൊച്ചുമക്കൾ നിർബന്ധമായിട്ടും പാർക്കിലേക്കോ അല്ലെങ്കിൽ ബീച്ചിലേക്കോ അല്ലെങ്കിൽ നമുക്ക് പറ്റുന്ന വൃത്തിയുള്ള സ്ഥലങ്ങളുണ്ടാവില്ലേ, നല്ല റാഹത്തുള്ള ഹറാമൊന്നും ഇല്ലാത്ത എത്രയോ സൗകര്യങ്ങളുള്ള നാടല്ലേ ഇത്, കൊണ്ടുപോവുക. കുട്ടികൾക്കൊന്ന് പുറം ലോകം കാണുന്നു, ആകാശത്തേക്ക് അവർ നോക്കട്ടെ.
ക്ലൗഡ് കാണട്ടെ, നക്ഷത്രങ്ങളെ നോക്കട്ടെ. അതൊരു നല്ലൊരു റാഹത്തുള്ളൊരു മെൻ്റൽ എക്സസൈസാണ്, നല്ല റാഹത്തുള്ള സംഭവം. രാവിലെ എണീറ്റ് ജോലിക്ക് പോകുന്നവർക്ക് നല്ല മനോഹരമായ കാഴ്ച കിട്ടും. സുബഹിസ്കാരം കഴിഞ്ഞ് ആ സൂര്യൻ ഇങ്ങനെ ഉദിച്ചു വരുന്ന എന്തൊരു ഭംഗിയുള്ള സമയമാണത്. ആ ഒരു ചുവപ്പ് ഇപ്പോൾ പ്രത്യേകിച്ചും രാവിലെയൊക്കെ ഒരു 7 മണിക്ക് 7 ആകുമ്പോഴേക്കും സൂര്യൻ ഇങ്ങനെ ഉദിച്ച് പൊങ്ങുന്നേ ഉണ്ടാവുള്ളൂ. നമ്മുടെ നാട്ടിലത്തെ പോലെ കുന്നുമലയൊക്കെ ഉണ്ടാകുമ്പോൾ ഈ ഉദയം അസ്തമയൊന്നും കാണാൻ കഴിയില്ല, കുന്നിൻ്റെ അപ്പുറത്തായിരിക്കും. നമുക്കിവിടെ പ്ലെയിൻ ആയതുകൊണ്ട് എന്തൊരു മനോഹരമാണ്. അത് നഷ്ടപ്പെട്ടവർക്ക് വലിയൊരു നഷ്ടമാണ്. ഇതേപോലെ വൈകുന്നേരവും വൈറ്റമിൻ ഡി കിട്ടുന്നു മാത്രമല്ല, മനസ്സിന് ഏറ്റവും കൂടുതൽ ആശ്വാസം കിട്ടുന്ന 2 സിഗ്നലുകൾ അള്ളാഹു തരുന്നത്. ഒന്ന് രാവിലത്തെ ഈ ആകാശത്തിൻ്റെ ഭംഗി, ഒന്ന് വൈകുന്നേരത്തെ. ഏതായിരുന്നാലും നമ്മുടെ ഈ സഹോദരൻ കടപ്പുറത്ത് വന്നിരുന്നു. അദ്ദേഹം അള്ളാഹുവിനോട് പറഞ്ഞു, റബ്ബേ, ഞാൻ നിന്നോട് ഒരു കാര്യം ചോദിക്കുകയാണ്, എനിക്ക് പൈസ ഒന്നും തരണ്ട, ഞാൻ അങ്ങനെ എൻ്റെ ബിസിനസ് തകർന്നത് തിരിച്ചു തരണം, എനിക്ക് എന്തെങ്കിലും അത്ഭുതകരമായ കുറച്ച് പൈസ വേണം, അതൊന്നും ഞാൻ പറയുന്നില്ല. നീ എന്നെ കേൾക്കുന്നുണ്ട് എന്നെനിക്കറിയാം. പക്ഷെ ഒരു യഖീന് വേണമല്ലോ, ഒരു മനസ്സിന് ഉറപ്പ് വേണ്ടേ, ഇങ്ങനെ അല്ലാഹ് എന്നെ കേൾക്കുന്നുണ്ട് എന്നെനിക്ക് ബോധ്യപ്പെടാൻ വേണ്ടി ഒരു മത്സ്യം എൻ്റെ മുമ്പ് നിന്നൊന്ന് പൊങ്ങിത്താന്ന് പോയാൽ, പടച്ചവനെ നീ എന്നെ കേൾക്കുന്നുണ്ട് എന്നെനിക്ക് എൻ്റെ മനസ്സിന് സമാധാനം. ഇബ്രാഹിം നബി ചോദിച്ചില്ല അള്ളാഹിനോട്, എങ്ങനെ ജീവിപ്പിക്കണേ, വലാക്കില്ലിയത്തുമ ഇന്ന ഖൽബി. അയാൾ പറയാ, പറഞ്ഞ് ദുആ ചെയ്ത് കൈ താഴ്ത്തിയപ്പോഴേക്കും വലിയൊരു മത്സ്യം, അതായത് മീൻ പിടിക്കാൻ വേണ്ടി വന്നോന്നല്ല, പിടിച്ചിട്ടുമില്ല, അത് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ വന്ന് ശരിക്കൊന്ന് ജമ്പ് ചെയ്ത് 3 പ്രാവശ്യം ജമ്പ് ചെയ്ത് പോയി. അദ്ദേഹം പറഞ്ഞു, എനിക്ക് ആ കിട്ടിയ അനുഭവത്തിന് പകരം ബില്യൺ കണക്കിന് പൈസ ഒരാൾ തരാമെന്ന് പറഞ്ഞാലും എനിക്ക് അതിനോളം ഇത് എത്തില്ല. എനിക്കുറപ്പായി എൻ്റെ റബ്ബെന്നെ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്, എൻ്റെ റബ്ബെന്നെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, എനിക്ക് യഖീന് കിട്ടി എന്നാ മനുഷ്യൻ. ഇനി ഒരു നഷ്ടം എനിക്ക് പ്രശ്നമല്ല, എൻ്റെ റബ്ബെന്നെ കേൾക്കുന്നുണ്ട്. ഇതൊരു അള്ളാഹു നൽകുന്ന സിഗ്നലാണ്. എല്ലാവർക്കും എപ്പോഴും കിട്ടിക്കൊള്ളണമെന്നില്ല, പക്ഷേ ഇതിനാണ് യഖീൻ, കൺവിക്ഷൻ എന്ന് പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മെഅറാജിന് പോകുമ്പോൾ യഖീനും ഈമാനും നിറച്ചു കൊടുത്തു. നബി തങ്ങളുടെ ഖൽബ് സംസം കൊണ്ട് കഴുകിയില്ലേ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ, അല്ലേ? മെഅറാജ് തുടങ്ങുന്നത് അങ്ങനെയല്ലേ? ഉമ്മുഹാനി ബീവിൻ്റെ വീട്ടിൽ നിന്ന് തങ്ങളെ സംസം കിണറിൻ്റെ അടുത്ത് കൊണ്ടുവന്ന് കടത്തുന്നു, എന്നിട്ട് തങ്ങളുടെ ഹാർട്ട് എടുക്കുന്നു. അത് പുറത്തെടുക്കുക എന്ന് പറയുമ്പോൾ ഇന്ന് ലേസർ സംവിധാനങ്ങളുടെ കാലമാണ്. അതോ അള്ളാഹുവിൻ്റെ മലക്കുകളുടെ സർജറി, അതിന് പെയിനും ഒന്നും വേണ്ട, സ്റ്റിച്ചൊന്നും വേണ്ട, അവരെന്നെ ലൈറ്റ് കൊണ്ട് പടക്കപ്പെട്ടവരാ. അതുകൊണ്ട് വളരെ മനോഹരമായിട്ട് തങ്ങൾ തന്നെ പറഞ്ഞു, എനിക്ക് അതിൻ്റെ ഒരു അടയാളമോ വേദനയോ ചോരയോ ഒന്നും ഞാൻ കണ്ടിട്ടില്ല, പക്ഷേ എൻ്റെ ഹാർട്ട് പുറത്തെടുത്തിട്ടുണ്ട് അവർ. അത് കഴുകി ഫമലഅഹു ഈമാനൻ വയഖീന. അള്ളാഹിൻ്റെ അടുത്തേക്കുള്ള ലിഖാഇന് പോകുമ്പോൾ ഈമാനും ഉറപ്പും, യഖീൻ, ഒന്ന് വിശ്വാസം, പിന്നെ ആ വിശ്വാസം ഊട്ടി ഉറപ്പിക്കുക. ഇത് കൊടുത്തുകൊണ്ടാണ് ഹബീബിനെ കൊണ്ടുപോകുന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എങ്ങനെയാണ് ഇസ്രാ അവിടെ നിന്നാണ് മിഅ്റാജ് പോകുന്നത്, ബൈത്തുൽ മഖ്ദിസിൽ നിന്ന്, അല്ലേ? അതുകൊണ്ട് യഖീൻ എന്നത് ജീവിതത്തിൽ കിട്ടേണ്ട ഒരു സംഭവമാണ്. അതിന് അള്ളാഹുവിനോട് ഓരോ ദൃഷ്ടാന്തങ്ങൾ ചോദിച്ചോളൂ, പടച്ചവനോട് ചോദിക്കുക, നമുക്കും ചോദിക്കാം. അങ്ങനെ എപ്പോഴെങ്കിലും അള്ളാഹു തആല അതിൻ്റെ ഒരു സിഗ്നൽ പടച്ചവൻ കാണിച്ചു തരും. അങ്ങനെ ചോദിച്ചാൽ കാണിച്ചു തരും, ചോദിച്ചാൽ കാണിച്ചു തരും. അങ്ങനെ ചോദിച്ചിട്ടുണ്ടോ? കിട്ടിയവരുണ്ടോ അങ്ങനെ വല്ല യഖീൻ, എന്തെങ്കിലും യഖീൻ്റെ സിഗ്നൽ കിട്ടിയത്? ഒന്ന് നിങ്ങൾ ഫോട്ടോ എടുക്കൊന്നുമില്ല, ഒന്ന് കൈപ്പൊക്കിയായിട്ട് എന്തെങ്കിലും ഒന്ന് സമാധാനത്തിന്. മാഷാ അല്ലാഹ്, ഇത് അള്ളാഹിൻ്റെ ഔലിയാക്കന്മാരുള്ള സദസ്സാണല്ലോ. മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്, ബാറക്കല്ലാഹ്. അത് ജീവിതത്തിലെ വല്ലാത്തൊരു അനുഭവമാണ്, അല്ലേ? വല്ലാത്തൊരു അനുഭവം. എനിക്ക് ഈ സദസ്സിൽ നമ്മുടെ ഖുർആൻ ക്ലാസ്സിൽ നിന്ന് എനിക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട്. അതെനിക്കും പഠിച്ചവന് മാത്രമേ അറിയുള്ളൂ, അതൊരു സിറാണ്. പക്ഷേ എനിക്ക് മനസ്സിലായത് ഇവിടുന്ന്, ഈ സ്റ്റേജിൽ വന്ന് ഇവിടുന്ന് ഞാൻ ദുആ ചെയ്തിട്ട് കിട്ടിയതാണ്. എനിക്ക് 100% ഉറപ്പാണ്. ഇൻസ്റ്റൻറ്റ് പഠിച്ചവന് ഉത്തരം തന്നിട്ടുണ്ട്. അത് അല്ലാഹു തആല സമീഉൻ ബസീർ, അള്ളാഹു എല്ലാം കാണുന്നവനാണ്, എല്ലാം കേൾക്കുന്നവനാണ്. അപ്പോൾ നമുക്ക് ഈമാനായിട്ട് ഉറക്കും. അല്ലെങ്കിൽ ഇതൊക്കെ വെറുതെ കഥ പറയായിരിക്കും തോന്നിപ്പോവും. ഇസ്ലാമും ഈമാനൊക്കെ പറയുമ്പോഴേ അതിപ്പോൾ എല്ലാം അത് ബുദ്ധന്മാരെ കണ്ടുനോക്കി എന്താ പോലെ ഈമാന്, ജൈനക്കാരെ നോക്കി അവരെ ഈമാൻ എത്രയാ, അങ്ങനെ കുറച്ച് മുസ്ലിങ്ങളും, അങ്ങനെയല്ല, അങ്ങനെയല്ല. ഇത് സീരിയസാണ്, ഇത് സീരിയസാണ്, ഇത് ശരിക്കും ബോധ്യപ്പെടും. അതിന് അള്ളാഹുവിനോട് യഖീനെ ചോദിക്കുക. മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന് ആ യഖീൻ അള്ളാഹു കൊടുക്കുകയാണ് ഈ അത്ഭുതം കാണിച്ചു കൊടുത്തിട്ട്. കാരണം ഒരു ജീവനില്ലാത്ത സാധനങ്ങൾ, കയ്യിലുള്ള സാധനം വടി തന്നെയല്ലേ,
അത് മൂസാ നബിക്ക് ഉറപ്പാണ് വടിയാണെന്ന്. ഇത്രയും കാലം അതുകൊണ്ട് ഒരു അത്ഭുതം നടന്നിട്ട് പോലുമില്ല. ആ സാധനത്തിന് പടച്ചതമ്പുരാൻ ജീവൻ കൊടുത്തു. അപ്പം അതിൻ്റെ ഫ്ലഷ് ആൻഡ് ബോൺ ആൻഡ് ബ്ലഡ്, ഈ പാമ്പിന് വേണ്ട അനങ്ങണമെങ്കിൽ എനർജി വേണ്ടേ, ബോഡി മസിലുകൾ മൂവ് ചെയ്യണ്ടേ. ഈ വടി എങ്ങനെ അതായി മാറിയത്? ഖുദ്ഹ, നിങ്ങൾ പിടിക്കണം മൂസാ നബി. പിടിക്കുമ്പം ഇത് ഇളകുന്നൊരു സാധനം നിങ്ങൾക്ക് ബോധിക്കും. അല്ലെങ്കിൽ ഇപ്പോൾ നോക്കുമ്പോൾ അത് അനങ്ങുന്ന പോലെ തോന്നിയതാവാം. പക്ഷെ നിങ്ങൾ വെൻ യു ഗ്രാബ് ഇറ്റ് യു റിയലി ഫീൽ ഇറ്റ്, അല്ലേ? അതുകൊണ്ട് ഖുദ്ഹ, നിങ്ങൾ പിടിക്കുന്നതിനെന്ന് പറഞ്ഞു. അത് വടിയാക്കി നിർത്തിയെടുക്കാനല്ല പറയുന്നത്, ആ പാമ്പിനെ പോയി പിടിക്കാനാണ് പറയുന്നത്. കാരണം ഇത് പാമ്പാണെന്ന് ബോധ്യപ്പെടുന്നു. മൂസാ അലൈഹിസ്സലാം പിടിക്കുമ്പോൾ അത് ശരിക്കും ഫീൽ ചെയ്യുന്നു. സനുഈദുഹാ സിറത്തഹൽ ഊല. നിങ്ങൾ വലാ തഖഫ്, പേടിക്കേണ്ട. അല്ലാഹു തആല പേടിക്കേണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ എന്തിനാ പേടിക്കണം? അതുകൊണ്ട് മൂസാ അലൈഹിസ്സലാമിൻ്റെ ഇത് ഭയങ്കരമായ സംഭവങ്ങളാണ്. ആ കടലിൻ്റെ മുമ്പെന്ന് എന്താണ് ചെയ്യുക? ആളുകൾ ഇങ്ങനെ ഒരു ടോണ്ടിങ് ബിഹേവിയറുള്ള ആളുകളാണ് മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ കൗമ്. വല്ലാണ്ട് വെറുപ്പിക്കുന്ന ആൾക്കാരെന്ന് പറയില്ലേ, അങ്ങനത്തെ കൗമ. എന്ത് പറഞ്ഞാലും തലകുത്തനെ മനസ്സിലാക്കുള്ളൂ. അങ്ങനെ അവർ പറയാ, മൂസാ നബി നിങ്ങൾ എന്ത് പണിയാണ് എടുത്തത്? ഈ രാത്രി എവിടേക്കാ ഞങ്ങളെയും കൊണ്ടുപോകുന്നത്? സീനായിലേക്കോ? ഇത് കടലല്ലേ? കടലിൻ്റെ മുമ്പിലേക്കാണ് എത്തിയത്. കാരണം സുയസ് ഉൾക്കടൽ എന്ന് പറയുന്നത്, ഇവിടെ മാപ്പൊക്കെ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് ഈ കടൽ മുറിച്ചടന്ന സംഭവം ഉണ്ടായത്. കാരണം കടലിൻ്റെ മുമ്പിലേക്കുള്ള വഴി തെറ്റി എന്ന് പറയുമ്പോൾ, തെറ്റാതിരുന്നാൽ നടന്നു പോകാവുന്ന കര അവിടെ ഉണ്ടായിരുന്നോ എന്നൊരു ചോദ്യമുണ്ട്. അവിടെ കരയുണ്ട്. ആ കരയുടെ ഭാഗത്താണ് സുയസ് കനാൽ ഇപ്പോൾ ഉണ്ടാക്കിയത്. സുയസ് കനാൽ കടന്നു പോകുന്ന കരയിലൂടെ മൂസാ നബി അലൈഹി സ്വലാം പോവേണ്ടത്. കാരണം ചെങ്കടൽ, നമ്മുടെ സൗദി ജിദ്ദൻ്റെ മുമ്പിലൂടെ പോണ കടലില്ലേ ചെങ്കടൽ, ഇല്ലേ? സൗദി അറേബ്യക്ക് 2 കടൽ ആക്സസ് ഉണ്ട്. ഒന്ന് നമ്മുടെ അറേബ്യൻ ഗൾഫ് കിട്ടും, ഇപ്പോൾ നമ്മൾ ദുബൈ അബുദാബിയൊക്കെ ഉള്ള കുവൈത്ത് വരെ, ഇറാഖ് ബസറ വരെ പോകുന്ന ആ ഉൾക്കടൽ, നമ്മളത് ഗൾഫാണല്ലോ, അത് കിട്ടും. ദമാമൊക്കെ ആ കടലാണ്. ഇപ്പുറത്ത് ജിദ്ദ പോർട്ട് യാമ്പു എന്നൊക്കെ പറയുന്നത് ചെങ്കടലാണ്. ചെങ്കടൽ, റെഡ് സീ, ചെമ്മന്നെന്ന് പറയാൻ കാരണം അവിടെ മലകൾക്കൊരു ചെറിയ മണ്ണിൻ്റെ ചുവപ്പ് നിറമുണ്ട്. അപ്പോൾ ഉച്ചനേരം കഴിഞ്ഞ് ആ ഒരു മലയുടെ റിഫ്ലക്ഷൻ വെള്ളത്തിലേക്ക് വരുമ്പോൾ വെള്ളത്തിനൊരു ചെമന്ന നിറം പോലെ തോന്നുന്നു. ചിലപ്പോൾ പറയുന്നത് ഉള്ളിൽ പവിഴപ്പുറ്റുകൾക്ക് ചുവപ്പ് നിറമാണ്, അതുകൊണ്ടാണ് എന്ന് പറയാറുണ്ട്. ഇരിക്കട്ടെ. അപ്പോൾ ചെങ്കടലിൻ്റെ 2 വിരലുകളാണുള്ളത്. ആ വിരലുകളിൽ ഒരു വിരലാണ് അഖബ ഉൾക്കടൽ. അഖബ ഉൾക്കടൽ അവസാനിക്കുന്ന ഭാഗം ജോർഡാൻ, സൗദി, ഈജിപ്ത്, ഫലസ്തീൻ, ഇങ്ങനെ 4 രാജ്യങ്ങൾ കൂടുന്ന ഒരു സംഗമസ്ഥാനമാണ് അഖബ കടൽ. അഖബ കടലിൻ്റെ ഇടയിലുള്ള ഈ മണ്ണ് മുഴുവൻ സീനാ മരുഭൂമിയാണ്. എന്നിട്ട് ഇവിടെ ഒരു കടലുണ്ട്, ചെറിയ ഉൾക്കടൽ, ഇങ്ങനെ അവസാനിക്കും, ഈ വിരൽ പോലെ തന്നെ ഇവിടെ അവസാനിക്കും. അതാണ് സൂയസ് കടൽ, ഗൾഫ് ഓഫ് സൂയസ്. ഗൾഫ് ഓഫ് സൂയസ് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഫുള്ള് കരയാണ്. ഈ കര കഴിഞ്ഞാൽ ഇവിടെ മെഡിറ്ററേനിയൻ കടലാണ്. അപ്പോൾ ഈ കടൽ അവസാനിക്കുന്നിടത്ത് ചാല് കീറിയിട്ട് മെഡിറ്ററേനിയൻ കടൽ വരെ ചാല് കീറിയതായി സൂയസ് കനാൽ എന്ന് പറയുന്നത്. അപ്പോൾ സയ്യിദുനാ മൂസാ അലൈഹി സ്വലാം പോകേണ്ടത് ഈ ഒരു കടലിൻ്റെ സൈഡിലൂടെ ഇങ്ങനെ പോയാൽ നേരെ പോകാം. പക്ഷേ മൂസാ നബി സ്വലാം നേരെ കടലിൻ്റെ വക്കിനെ എത്തിയത്. ഒരു 4 കിലോമീറ്ററിൻ്റെ വ്യത്യാസം വന്നിട്ടുണ്ടാവും ഏകദേശം. പക്ഷേ ഓടി രക്ഷപ്പെടാനുള്ള സമയമല്ല അവിടെയാണ്. അത് നേരെ അക്കരെ മുറിച്ച് കടന്ന സൂയസ് കനാൽ കഴിഞ്ഞാൽ അവിടെ ചെക്ക് പോസ്റ്റ് ഉണ്ട്. ചെക്ക് പോസ്റ്റിൻ്റെ ഇപ്പുറത്തെ ഉയൂൻ മൂസ എന്ന് പറയുന്ന ഒരു ചെറിയ ടൗൺ ഉണ്ട്. ഇപ്പോൾ ഉയൂൻ മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ അരുവികൾ, വെള്ളം കിട്ടിയ കിണറുകളുള്ള സ്ഥലം എന്നാണ് ആ വാക്കിനർത്ഥം. അത് വലിയ ചെക്ക് പോസ്റ്റാണ്. ഒരു 10-15 വണ്ടികൾക്കൊക്കെ ഇപ്പോൾ ഒരുമിച്ച് ചെക്ക് ഇൻ ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു വലിയ ചെക്ക് പോസ്റ്റാണത്. അതൊക്കെ സീനാ മരുഭൂമി തുടങ്ങുന്നിടത്താണ്. ഏതായിരുന്നാലും സയ്യിദുനാ മൂസാ അലൈഹി സ്വലാം എന്തു ചെയ്യും? 10-12,000 മനുഷ്യന്മാർ ഒരു സമ്മേളനത്തിലുള്ള ആളുണ്ട് കൂടെ. 12,000 ആളുകളെയും കൊണ്ടല്ലേ പോകുന്നത്. ഇവരെല്ലാം കൂടെ എങ്ങനെയാണ് ഒരു രാത്രിക്ക് തെളിച്ച് ഇനി വഴിതെറ്റിപ്പോയി, ഇനി ഇവരെ അവിടേക്കും വഴി കണ്ടുപിടിക്കുമ്പോഴേക്കും ഫറോവയും സൈന്യവും വന്ന് ഇവരെ പിടിച്ചുകൊണ്ടുപോകും. അവർ പറഞ്ഞു, മൂസാ നബിയെ നിങ്ങളെ കൊണ്ട് ഞങ്ങൾ കുടുങ്ങിയല്ലോ. മൂസാ അലൈഹി സ്വലാം അതിന് മറുപടി കൊടുത്തതിൻ്റെ ഖുർആൻ പറയുന്നത് നോക്കണേ, ഭയങ്കരമായ മറുപടി. കല്ലാ, നമ്മൾ ഇന്നാല മുതറഖൂൻ, നമ്മളെ പിടിക്കൂലേ, നമ്മൾ പിടിക്കപ്പെടൂലേ. കല്ലാ, നെവർ, നമ്മളെ പിടിക്കപ്പെടൂല. അതൊരു വാക്കാണ്. എന്നിട്ട് മൂസാ നബി എന്താ, ഇന്ന മഇയ റബ്ബി സയഹ്ദീൻ. സംഗതി നമുക്ക് വഴി തെറ്റിയതാണ്, പക്ഷേ എൻ്റെ കൂടെ എൻ്റെ റബ്ബുണ്ട്. എൻ്റെ റബ്ബ് എനിക്കൊരു വഴി കാണിച്ചു തരും. കപ്പലില്ല, ബോട്ടില്ല, കപ്പിത്താനില്ല. പണ്ടൊക്കെ അക്കരെ നിന്നിട്ട് കൂയിന്ന് വിളിച്ചാൽ തോണിയിട്ട് ഇപ്പുറത്തൊക്കെ ആൾ വന്നിരുന്നു, അല്ലേ?
പുഴ കിടക്കേണ്ട സ്ഥലത്തൊക്കെ. അത് ഏത് പാതിരാക്ക് വിളിച്ചാലും സാധുക്കൾ തുണിയൊക്കെ എടുത്ത് വന്ന് ഇപ്പം നിൽക്കാൻ ഒരാളെ കൊണ്ടുവന്ന് 5 റുപ്യ വാങ്ങും. പാതിരാക്ക് വരെ കുടുങ്ങുന്നവരൊക്കെ ആ ഒരു കൂയി വിളിച്ചാൽ വരുന്ന തോണിക്കാരൻ. ഇത് കടലല്ലേ, ഒരുപാട് വീതിയൊന്നുമില്ല കടലിനവിടെ, എന്നാലും ഒരു 3-4 കിലോമീറ്റർ വീതിയുള്ള സ്ഥലമാണത്. അതിങ്ങനെ പോയിട്ട് കടൽ അവസാനിക്കുകയും ചെയ്യും അവിടെ. എന്നിട്ട് കര അതിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ നൈൽ നദിയൊക്കെ പോകുന്നത്. ഏതായിരുന്നാലും സയ്യിദുനാ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ആ ഒരു അള്ളാഹുവിൻ്റെ വഹ്യണ്ട് വന്നു. ഇദ്റിബ് ബിഅസാക്കൽ ബഹർ, കടലിൻ്റെ മുമ്പിലല്ലേ മൂസ നബിയെ, നിങ്ങളുടെ കയ്യിൽ വടിയില്ലേ, ഇദ്റിബ്, ആ വടി കൊണ്ട് വെള്ളത്തിലടിക്കും. 1 സെക്കൻഡ് മൂസ നബി ആലോചിച്ച് നിന്നിട്ടില്ല എന്നാണ്. അടിച്ചു. അടിക്കാം. എന്ത് ഈ വടിയൊക്കെ അടിച്ചിട്ട് എന്താവാനാ? ഈ വലിയൊരു കടലിൽ പോയിട്ട് ഞാൻ ഈ കരയിൽ 2 അടി അടിച്ചിട്ട് എന്താവാൻ? അങ്ങനെ ഒരു ചിന്ത മൂസ നബി അലൈഹി ഇസ്ലാമിന് വന്നിരുന്നുവെങ്കിൽ ആ വലിയൊരു മുഅ്ജിസത്ത് നടക്കാതെ പോകുമായിരുന്നു. അടിക്കാൻ പറഞ്ഞു, അടിച്ചു. കത്തൗദൈ ജിബാൽ, പർവ്വതം കിടക്കിടക്ക് ആ വെള്ളം കെട്ട് ഫ്രീസായിപ്പോയി. വെള്ളം ഫ്രോസൻ. ആ വെള്ളം കെട്ട് മാറി അവിടെ വഴിയാണ്, കൂളായിട്ട് നടന്നു പോകാൻ പറ്റി. അങ്ങനെ അവർ അക്കരെ കടന്നു. ആ പലായനം മൂസാ നബിൻ്റെ കിതാബിൽ പിൽക്കാലത്ത് എഴുതി ചേർത്തതാണ് എക്സോഡസ് അതിലുണ്ട്. പലായനം, മഹാപലായനം. മാനവറുകളുടെ യഖീനാണിത്, കൺവിക്ഷൻ. അത് അള്ളാഹു നൽകുന്നൊരു ഇൻസ്പിറേഷനാണ്. പടച്ചോൻ അള്ളാഹുവിൻ്റെ വഹയാണ് വരുന്നത്. അവിടെ പിന്നെ എന്തുകൊണ്ട് ഇത് ഇങ്ങനെ ചെയ്താൽ എന്ത് സംഭവിക്കും, അവിടെ ആ ചിന്തയില്ല. കാരണം നമ്മളോട് വാതിൽ മുട്ടാനാ പറഞ്ഞത്, നമ്മളോട് അധ്വാനിക്കാനാ പറഞ്ഞത്. റിസൾട്ട് തരുന്നവൻ അള്ളാഹു ജല്ല ജലാലുവാണ്. അതുകൊണ്ടൊരു യഖീൻ നമ്മുടെ ജീവിതത്തിൽ വരണം. സയ്യിദുനാ മൂസ അലൈഹി ഇസ്ലാമിന് നുബുവത്തുമായിട്ട് പറഞ്ഞേക്കാണ് ഫറോവയുടെ മുമ്പിലേക്ക്. അതുകൊണ്ട് യഖീൻ കൊടുക്കുകയാണ് മൂസ നബി അലൈഹി ഇസ്ലാമിന്. അള്ളാഹു ചെയ്യുന്ന പണിയാണിത്, അള്ളാഹു ഇതിന് കഴിവുള്ളവനാണ്, നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന അള്ളാഹു തന്നെയാണ് എന്ന് ബോധ്യപ്പെടുത്തുന്ന സംഭവങ്ങളാണ് ഇവിടെ അള്ളാഹു മൂസ നബി അലൈഹി ഇസ്ലാമിന് കാണിച്ചു കൊടുക്കുന്നത്. അത് കഴിഞ്ഞ് വേറൊരു മുഅ്ജിസത്തും കൂടെ പറയുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിലാവാം. അഖൂലു ഖൗലി ഹാദാ. عن أبي هريرة حديث عن أبي هريرة رضي الله عنه قال ما عاب النبي صلى الله عليه وسلم طعاما قط إن اشتهاه أكله وإن كرهه تركه متفق عليه. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് അബൂ ഹുറൈറ തങ്ങൾ പറയാൻ, തങ്ങളുടെ ഒരു ഹാബിറ്റ്, തങ്ങൾ പറഞ്ഞ വാക്കല്ല അത്. പക്ഷേ عن أبي هريرة رضي الله عنه قال مهانا أبو هريرة رضي الله عنه نحبه وأمه ما عاب ما കഴിഞ്ഞിട്ട് എന്തൊരു സുക്കൂനുണ്ട് അല്ലേ, ടെക്സ്റ്റിൽ വന്നതല്ലേ, ഇടേണ്ട ആവശ്യമില്ല. മാ ആബൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലമ തുആമൻ ഖത്തു, ഇത് ഭക്ഷണത്തെക്കുറിച്ച് വന്നതാണ്. മാ ആബൻ നബിയു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഐബ് പറഞ്ഞിട്ടില്ല. തുആമൻ, ഒരു ഭക്ഷണത്തെക്കുറിച്ചും, ഖത്തു, തീരെ പറഞ്ഞിട്ടില്ല. ഒരു ഭക്ഷണവും മോശമാണ് എന്ന് തങ്ങൾ പറഞ്ഞിട്ടില്ല. തങ്ങളൊരു ഭക്ഷണത്തെയും കുറ്റം പറഞ്ഞിട്ടില്ല. അങ്ങനെയും പറയാം. ഇനിഷ്തഹാഹു, തങ്ങൾക്ക് ആ ഭക്ഷണം ഇഷ്ടമാണെങ്കിൽ അകലഹു, തങ്ങളത് തിന്നും. വ ഇൻ കരിഹഹു, ആ ഭക്ഷണം തങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ തറക്കഹു, തങ്ങൾ തിന്നൂല. എന്നല്ലാതെ ഇത് എന്ത് ഭക്ഷണമാണ്, ഇങ്ങനെയാണോ ഉണ്ടാക്കൽ എന്നൊന്നും പുണ്യനബി പറഞ്ഞിട്ടില്ല സ്വല്ലല്ലാഹു. തങ്ങളുടെ ഹാബിറ്റ് അങ്ങനെയായിരുന്നു. അത് നമ്മളൊക്കെ ഒന്ന് മനസ്സിലാക്കേണ്ട വിഷയമാണ്. പ്രത്യേകിച്ച് ഈ ഭക്ഷണം ഉണ്ടാക്കുന്ന കുക്കുകളുണ്ടല്ലോ, നമ്മുടെ ഉസ്താദുമാരെന്നിപ്പോൾ അവരെ പറയാം നമ്മൾ അല്ലേ, കിച്ചണിലെ ഉസ്താദുമാരാണ്. മദ്രസയിലെ ഉസ്താദ് ആത്മീയ ഭക്ഷണം ഉണ്ടാക്കിത്തരും, കിച്ചണിലെ ഉസ്താദ് ഫിസിക്കൽ ഭക്ഷണം ഉണ്ടാക്കിത്തരും അല്ലേ. അപ്പോൾ അവർക്ക് അവരുടെ ഒരു സൈക്കോളജി ഉണ്ട്. ഒന്ന് തീയിൻ്റെ മുമ്പിൽ കടന്ന് കളിക്കുന്ന പണിയാണത്. കൈ പൊള്ളുന്നുണ്ടാവും, ചൂടെടുക്കുന്നുണ്ടാവും, മര്യാദക്ക് കുളിച്ചിട്ട് ഇത് വിയർത്തൊലിച്ച് ആകെ ഒന്ന് ഇപ്പോൾ കുളിക്കണമെന്ന് തോന്നിയാലും പണി തീരുന്നവരെ അവർക്കതിന് പറ്റുപോലില്ല. ഒന്ന് ഫോൺ കോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല, ഒന്ന് വിശ്രമിക്കാൻ, അങ്ങനെ ഒരു പല പ്രഷറിലും ചൂടിലും ഭക്ഷണം ഉണ്ടാക്കുന്ന ആൾക്കാരാണ്. അവരോട് ഒരു കുറ്റം പറഞ്ഞില്ലെങ്കിലും ഒരു നല്ല വാക്ക് പറയണം, പറഞ്ഞില്ലെങ്കിൽ തന്നെയും ഒരു കുറ്റം അവരെ പറ്റി പറയരുത്. പക്ഷേ
റെസ്റ്റോറൻ്റ് ഉടമകളോ മുതലാളിമാരോ ഒക്കെ ആണെങ്കിൽ സ്വകാര്യമായി വിളിച്ചിട്ട് ഇതാ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഒന്ന് നിങ്ങൾ പരിഹരിക്കൽ ആവശ്യമാണ് കേട്ടോ, ഇല്ലെങ്കിൽ കച്ചവടത്തെ ബാധിക്കും, അല്ലെങ്കിൽ നന്നാക്കിയേക്കണം. ഈ ഭക്ഷണം ഉണ്ടാക്കിയ ആളുകളോടത് പറയരുത്, അതവർക്ക് ഭയങ്കര വേദന ഉണ്ടാവും. ഇപ്പം നമ്മൾ ബാച്ചലർ റൂമിലൊക്കെ ഭക്ഷണം ഉണ്ടാക്കുന്ന ആൾക്കാരല്ലേ, ഉണ്ടാക്കല്ലേ? ചിക്കൻ കറി ഉണ്ടാക്കാറുള്ള കൈ പൊക്കിയട്ടെ. ബാക്കിയുള്ളവർ അറിയാത്തവരാണ്. ഞാൻ വരെ വെക്കാൻ പഠിച്ചിക്കണേ. ആദ്യമൊക്കെ രണ്ടെണ്ണമൊക്കെ വെച്ച് നോക്കി, പിന്നെ ആകെ വെള്ളമായിട്ടും ഇതായിട്ടും ദുബൈയിൽ പിന്നെ എൻ്റെ ദിവസം ഒരാൾക്ക് 20 ഉറുപ്യ കൊടുക്കും നിങ്ങൾ വെച്ചേക്കിട്ടോ എന്നിട്ട്. പക്ഷെ അതൊരു രസമാണ് അല്ലേ? ആ ഉള്ളിയൊക്കെ അരിഞ്ഞ് കണ്ണെന്നൊക്കെ വെള്ളം വന്ന് അവസാനം ഈ കറി വെച്ച പാത്രം കഴുകാനുണ്ടൊരു പണി, അതാണ് ബുദ്ധിമുട്ട്. വെക്കാനൊക്കെ ഭയങ്കര രസമാണ്. ലാസ്റ്റ് ഇതൊക്കെ ഒന്ന് കഴുകി ഒതുക്കിയെടുത്തൊക്കെ ഉണ്ടേ. അപ്പോൾ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ നമ്മളൊക്കെ ആ തുടക്കക്കാരാവും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചിലരൊക്കെ വന്ന് ആദ്യമേ ഡയലോഗ് കൊടുക്കും, ഇന്ന് മൂലയുടെ ഭക്ഷണം അല്ലേ, അല്ലെങ്കിൽ ഇന്ന ആളെ ഉണ്ടാക്കിയതില്ലേ, ഉറപ്പാണ് കടലായിരിക്കും, അല്ലെങ്കിൽ അതായിരിക്കും ഇതായിരിക്കും. അപ്പോൾ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഭക്ഷണം എന്ന് നമ്മുടെ ശരീരത്തിൻ്റെ ഭാഗമാകുന്ന ഭക്ഷണത്തിനൊരു ഭയങ്കരമായ ഒരു കണക്ടിവിറ്റി ഉണ്ടല്ലോ. നമ്മളൊരു വീടുമായി ഒരു കുടുംബവുമായി ഏറ്റവും അടുക്കുന്നതും ഒരു ഫംഗ്ഷൻ നമ്മൾ ഏറ്റവും കൂടുതൽ ഓർക്കുന്നതും അവിടുത്തെ ഭക്ഷണമായിരിക്കും. അവിടുത്തെ പുതിയാപ്പിള എന്ത് കുപ്പായിട്ടു, ഏത് കാറിൽ വന്നു, നമ്മൾ ഓർക്കുക എന്ത് രസമല്ല ഭക്ഷണമായിരുന്നു അല്ലേ. നന്നായി ഭക്ഷണം ഉണ്ടാക്കുന്ന വീട്ടിൽ എന്തെങ്കിലും നുണ പറഞ്ഞ് നമ്മൾ ചെല്ലൂ അല്ലേ, എന്തെങ്കിലും ഉണ്ടാവും ചിലപ്പോൾ കഴിക്കാനെന്ന് വിചാരിച്ചിട്ട്. ഭക്ഷണവുമായി മനുഷ്യൻ്റെ മനസ്സിന് അറ്റാച്ച്മെൻ്റ് ഉണ്ട്. അതുകൊണ്ട് അതിന് കുറ്റം പറയുന്നത് ആർക്കും വേദനിക്കും. പുണ്യനബി തങ്ങൾ നമുക്കത് പറഞ്ഞു തന്നു. തങ്ങൾ ആദ്യം റോൾ മോഡൽ കാണിച്ചു തന്നു. ഭക്ഷണം കേടുവരാം, ഭക്ഷണം രുചിയില്ലാത്ത ഭക്ഷണമായി ഉപ്പ് ഏറിപ്പോകാം, പലതും സംഭവിക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടോ നിങ്ങൾ കഴിക്കുന്നു, ഇഷ്ടമല്ലേ നിങ്ങൾ കഴിച്ചില്ല. നിങ്ങൾ കഴിക്കാതിരിക്കുമ്പോൾ എന്തോ ഇതിൽ കറക്റ്റ് ചെയ്യാനുണ്ടല്ലോ എന്ന് ഭാര്യയോ വീട്ടുകാരോ ഭക്ഷണം പാകം ചെയ്യുന്നവരോ അത് മനസ്സിലാക്കണം. ഇത് ഒരു ഇൻഡസ്ട്രി ആയിട്ട് റെസ്റ്റോറൻറ്റ് നടത്തുന്ന ആളുകളെക്കുറിച്ചല്ല പറഞ്ഞാൽ, അവർക്ക് അവരുടെ പിന്നെ സ്റ്റാഫിൻ്റെ റിവ്യൂ നല്ല നിലക്ക് കൊടുക്കണം അല്ലേ, അത്രയേ ഉള്ളൂ. അപ്പോൾ കൂടുതലായിട്ട് പൊക്കി പറയും വേണ്ട, ഇല്ലാത്തത് ഉണ്ടായി എന്ന് പറയണ്ട. ഉള്ള കുറവിനെ വേദനിക്കാത്ത രീതിയിൽ അറിയിച്ചു കൊടുക്കാം. പക്ഷേ നിങ്ങളൊരിക്കലും ഒരു ഭക്ഷണത്തെ കുറ്റം പറയരുത്. ഇതെന്ത് ഭക്ഷണമാണ് അങ്ങനെ പറയരുത്. നിങ്ങൾ കഴിക്കില്ലേ, വേണ്ട, കുറ്റം പറയരുത്. മഅബൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തുആമൻ ഖത്തു, ഒരു ഭക്ഷണത്തെയും ഒരിക്കലും പുണ്യനബി കുറ്റം പറഞ്ഞിട്ടില്ല. ഇനിഷ്തഹാഹു അകലഹു വ ഇൻ കരിഹഹു തറകഹു, തങ്ങൾ ഇഷ്ടപ്പെട്ടാൽ തങ്ങൾ കഴിക്കും, തങ്ങൾക്ക് ഇഷ്ടമല്ലേ തങ്ങൾ കഴിക്കാതെ വെക്കും. അബൂ അയ്യൂബ് അൽ അൻസാരി റളിയല്ലാഹു അൻഹു തങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തപ്പോൾ തങ്ങൾ കഴിച്ചതിന് ശേഷമാണ് അബൂ അയ്യൂബ് അൽ അൻസാരി തങ്ങളും ഭാര്യയും ഭക്ഷണം കഴിക്കുക. ഒരിക്കൽ തങ്ങൾ കഴിച്ചില്ലല്ലോ. അപ്പോൾ അബൂ അയ്യൂബ് അൽ അൻസാരി തങ്ങൾ ഭയങ്കര ടെൻഷൻ അടിച്ചു. പടച്ചോനെ, എന്തേ തങ്ങൾ കഴിക്കാതിരുന്നത്? അങ്ങനെ ചോദിച്ചു, നബിയെ അങ്ങ് എന്തേന്ന് ഭക്ഷണമൊന്നും തൊട്ടില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ തങ്ങൾ പറഞ്ഞു, അതിൽ പച്ചയുള്ളി ഉണ്ടല്ലോ, അത് ഗാർലിക്കായിരുന്നോ, നമ്മളെ വെളുത്തുള്ളി ആയിരുന്നോ, നമ്മളെ സവാള ആയിരുന്നോ അറിയില്ല, പക്ഷേ അതിൽ സ്മെല്ല് വരാനിടയുണ്ട്. സ്മെല്ല് വരാമെന്ന് പറയുമ്പോൾ അത് പച്ചയായിട്ട് തിന്നുമ്പോഴാണ് സ്മെല്ല് വരുള്ളൂ. തങ്ങൾ പറഞ്ഞു, എൻ്റെ അടുത്ത് ആളുകളൊക്കെ സംസാരിക്കാനും എന്നെ കാണാനും ഒക്കെ വരുന്ന ആളുകളല്ലേ, മദീനയിൽ തങ്ങൾ എത്തിയ ഉടനെയാണത്. തങ്ങൾക്ക് വീട് പോലും ആയിട്ടില്ല. ആ ഒട്ടകം മുട്ടുകുത്തിയില്ലേ, ആ തൊട്ട് മുമ്പിലുള്ള വീട് അബൂ അയ്യൂബ് അൽ അൻസാരി തങ്ങളിപ്പോൾ തുർക്കിയിൽ അന്ത്യവിഷമം കൊള്ളുന്ന മഹാനായ സ്വഹാബി ഇസ്തംബൂളിലെ. അപ്പോൾ അവരോട് തങ്ങൾ പറഞ്ഞു, എന്നെ ആളുകൾ വന്ന് കാണുന്നത് കൊണ്ട് ആ ഭക്ഷണം കഴിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. നിങ്ങൾ വേണമെങ്കിൽ കഴിച്ചോളൂ, നിങ്ങൾക്ക് കഴിക്കാം, ഉള്ളി ഹറാമായതൊന്നല്ല, പക്ഷേ എനിക്ക് അത് കഴിക്കാൻ പ്രയാസമുണ്ട്. എൻ്റെ അടുത്ത ആളുകൾ വരും, അപ്പോൾ അവരുമായി സംസാരിക്കുമ്പോൾ വായനാറ്റം ആളുകൾക്ക് വലിയ പ്രയാസം ഉണ്ടാക്കുന്ന കാര്യമാണ്, അതുകൊണ്ട് ഞാൻ കഴിക്കാം. അങ്ങനെ അബൂ അയ്യൂബ് അൽ അൻസാരി അന്ന് മുതൽ ഞങ്ങളത് നിർത്തി. ഞങ്ങൾ പിന്നെ തങ്ങൾക്ക് ഇഷ്ടമല്ലേ, ഞങ്ങൾക്കത് വേണ്ട, ഞങ്ങൾ പിന്നെ പച്ച ഉള്ളി ചേർക്കലില്ലായിരുന്നു. അപ്പോൾ ഉള്ളി ഹറാമായിട്ടല്ലോ ഇപ്പം നാളെ മുതൽ കറി ഉണ്ടാക്കുമ്പോൾ ഉള്ളി വാട്ടാതെ ഉണ്ടാക്കണ്ട, ഉള്ളിയൊക്കെ വാട്ടിക്കോ, അത് വേവിച്ചൊക്കെ കഴിക്കുക, അതൊന്നും കുഴപ്പമില്ല. പക്ഷേ സ്മെല്ല് വരുന്ന ഒരു ടേസ്റ്റ് വരുന്നുണ്ടെങ്കിൽ വേണ്ട, തങ്ങൾക്കത് ഇഷ്ടം. കാരണം തങ്ങൾ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ എപ്പോഴും മീറ്റ് ചെയ്യുന്നതാണ്. അല്ലാഹുവിൻ്റെ ഇന്നൽ മലായികത തതഅദ്ദ മിമ്മാ യതഅദ്ദ മിൻഹു ബനു ആദം ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മനുഷ്യർക്ക് എന്തൊക്കെ ദുർഗന്ധമായിട്ട് തോന്നുന്നുണ്ടോ അതൊക്കെ മലക്കുകൾക്കും ദുർഗന്ധമാണ്. അപ്പോൾ രാവിലെ സുബഹിക്ക് നിസ്കരിക്കാൻ എണീക്കുമ്പോൾ എന്ത് ചെയ്യണം? ബ്രഷ് ചെയ്തിട്ട് നിസ്കരിക്കാൻ പോവുക. ബ്രഷ് ചെയ്യുക,
ഇനിയിപ്പോൾ വന്നിട്ട് ഇനിയിപ്പോൾ എന്തായാലും ഒരു കടത്തം കൂടെ ഉണ്ടല്ലോ കഴിഞ്ഞിട്ട് പോരെ എന്ന് ചിന്തിക്കരുത്. അള്ളാഹുവിൻ്റെ മുമ്പിലേക്ക് മുനാജാത്തിന് നിൽക്കല്ലേ, അപ്പോൾ ഒന്ന് പേസ്റ്റൊക്കെ ഇട്ടിട്ട് തന്നെ ബ്രഷ് ചെയ്യുക. കാരണം നമ്മൾ നിസ്കാരത്തിൽ ദിക്ർ ചൊല്ലുമ്പോഴും ഖുർആൻ ഓതുമ്പോഴും ബാഡ് സ്മെല്ല് വരുന്നുണ്ടെങ്കിൽ മലക്കുകൾക്കത് പ്രയാസമാവും. അത് ചിന്തിച്ചുകൊണ്ട് നമ്മൾ വായ വൃത്തിയാക്കിയിട്ട് തന്നെ അള്ളാഹുവിൻ്റെ മുമ്പിലേക്ക് നിൽക്കാവൂ കേട്ടോ. പിന്നെ റസൂലുള്ളാഹി തങ്ങളുടെ ഈ സ്വഭാവം നമ്മൾ ശീലിക്കുക, കുറ്റം പറയാതിരിക്കുക. പ്രത്യേകിച്ച് നമ്മുടെ വീട്ടിലെ പെണ്ണുങ്ങൾക്കൊക്കെ അത് ഭയങ്കരമായി ഇഷ്ടമായിരിക്കും നമ്മൾ കുറ്റം പറയാതിരിക്കുക എന്ന് പറഞ്ഞാൽ. എന്നോട് ഉമ്മ പറയും, മോനെ കുറച്ച് കുറ്റമൊക്കെ പറഞ്ഞു കൊടുത്താലല്ലേ അവർക്ക് ഭക്ഷണം നന്നാക്കി തരാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ എന്ത് കിട്ടിയാലും ഭയങ്കര ഉഷാറാന്ന് പറയാറുണ്ട്. പണ്ടേ അങ്ങനെയാണ്. ഞങ്ങൾ ദാറുൽ പഠിച്ചുമ്പോഴേ ഒരു കലങ്ങിയ മഞ്ഞവെള്ളമാണ് ഞങ്ങൾക്ക് കിട്ടിയിരുന്നത്. ലത്തീഫ് ഉദവി കൂടെ ഉണ്ടല്ലോ. ലത്തീഫ് ഉസ്താദൊക്കെ കുറച്ച് നല്ല ഫുഡൊക്കെ കഴിച്ച് വളർന്ന ആളാണ് ഞങ്ങൾ അല്ലേ. പിന്നെ താന്നൂരല്ലേ നിങ്ങൾ? അവിടെയൊക്കെ കുറച്ചും കൂടെയൊക്കെ ഭേദപ്പെട്ട ഭക്ഷണമായിരുന്നു. പക്ഷേ ദാറുൽ മെയിൻ കോളേജിൽ ആദ്യകാലത്ത്, ഇപ്പോൾ ഒക്കെ എല്ലായിടത്തും ഉഷാറായിട്ടുണ്ടേ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടിയാലും ടേസ്റ്റായിരിക്കും. കാരണം ഒരു ജീവൻ നിൽക്കാനുള്ള ഭക്ഷണമേ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ ഞങ്ങളെ കാലഘട്ടത്തിലൊക്കെ എല്ലാവരും ഒരേ ഹൈറ്റാണ്. കാരണം അത്രേ കിട്ടിയിട്ടുള്ളൂ, പൊന്താനുള്ളത് കിട്ടണ്ടേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, എവിടെയൊക്കെ ചെന്നാലും ഇനി ഉപ്പ് കൂടിയാലും മധുരം കൂടിയാലും കുറഞ്ഞാലും നല്ല ഉഷാറായിട്ടുണ്ടെന്ന് പറയും. ഓക്കെ, മാഷാ അല്ലാഹ്. ഉമ്മ തമാശ പറയും, സ്വന്തം പെണ്ണുങ്ങളോടാണെങ്കിലും ഒന്ന് പറഞ്ഞേക്ക്, ഭക്ഷണം മോശമാകുമ്പോൾ ഇന്നത് മോശമാണെന്ന് പറഞ്ഞാലല്ലേ അവർക്ക് നന്നാക്കാൻ പറ്റുള്ളൂ. അല്ല എന്ത് കൊടുത്താലും ഭയങ്കര ഉഷാറാണ്, ഓക്കെയാണ്, ഉഷാറാണെന്ന് പറഞ്ഞാൽ പിന്നെ അവർക്ക് തിരുത്താൻ പറ്റൂലല്ലോ എന്ന് പറയും. പക്ഷെ അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ എന്ത് കുഴപ്പമുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു കൊടുക്കുകയും ചെയ്യും. അതല്ല, മൊത്തത്തിൽ നമുക്ക് ഭക്ഷണത്തെ കുറ്റം പറയാതിരിക്കുക എന്നുള്ളൊരു ഹാബിറ്റ് ശീലമാക്കണം ഇൻഷാ അല്ലാഹ്. ചിലർ അത് വല്ലാണ്ട് കുറ്റം പറഞ്ഞ് മനസ്സ് വേദനിപ്പിക്കുന്ന സ്വഭാവമുള്ളവരുണ്ടെങ്കിൽ ഈ ഹദീസ് ഇന്ന് തന്നെ നടപ്പാക്കുക ജീവിതത്തിൽ ഇൻഷാ അല്ലാഹ്. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഒന്ന് ചൊല്ലി നോക്കൂ. അൻ അബീ ഹുറൈറത റളിയല്ലാഹു അൻഹു ഖാല മാ ആബ അൻ-നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തുആമൻ ഖത്തു ഇനിഷ്തഹാഹു അകലഹു വഇൻ കരിഹഹു തറകഹു. عن أبي هريرة رضي الله عنه قال ما عاب النبي صلى الله عليه وسلم طعاما قط إن اشتهاه أكله وإن كرهه تركه. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ഭക്ഷണത്തെയും കുറ്റം പറഞ്ഞിട്ടില്ലെന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാൻ. തങ്ങൾ പറഞ്ഞ വാക്കല്ല ഇത്, തങ്ങളുടെ ഒരു ഹാബിറ്റ് അബൂ ഹുറൈറ തങ്ങൾ നരേറ്റ് ചെയ്യാണ്. മാ ആബൻ നബിയു, നബി തങ്ങൾ കുറ്റം പറഞ്ഞിട്ടില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. ത്വആമൻ ഖത്തു, ഒരു ഭക്ഷണത്തെയും ഒരിക്കലും കുറ്റം പറഞ്ഞിട്ടില്ല. ഇനിഷ്തഹാഹു, തങ്ങൾക്ക് ആ ഭക്ഷണം ഇഷ്ടമായാൽ അക്കലഹു, ആ ഭക്ഷണം തങ്ങൾ തിന്നും. വ ഇൻ കരിഹഹു, ആ ഭക്ഷണം തങ്ങൾ ഇഷ്ടമായില്ല. എല്ലാവർക്കും എല്ലാ ഭക്ഷണം ഇഷ്ടമായിക്കൊള്ളുന്നില്ലല്ലോ. അത് ഇഷ്ടമായില്ലെങ്കിൽ തറക്കഹു, തങ്ങൾ കഴിക്കൂല എന്നല്ലാതെ കുറ്റം പറയാറില്ലായിരുന്നു. ഇന്ന് ശഅബാൻ 1-ാം രാവാണ് കേട്ടോ. മാഷാ അല്ലാഹ്. സ്വലാത്തിൻ്റെ ആയത്തിറങ്ങിയ മാസം എന്ന് പറഞ്ഞത് ഇന്നല്ലാ, അങ്ങനെയാണോ? ഉറപ്പാണോ? ഓക്കെ, എനിക്കറിയില്ല. ഓക്കെ, ഏതായിരുന്നാലും ശുദ്ധ റമളാനിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. യാ അല്ലാഹ്, ഷഅബാനായി. അള്ളാഹു നമുക്കൊക്കെ പാപമോചനം നൽകട്ടെ. അള്ളാഹു പാപമോചനം നൽകട്ടെ. നമ്മൾ മരണപ്പെട്ടവർക്കൊക്കെ അള്ളാഹു മഗ്ഫിറത്ത് ചെയ്യട്ടെ. ഒരുപാട് ആളുകൾ പെട്ടെന്ന് അറ്റാക്കായിട്ട് മരിച്ചു പോകുന്നുണ്ട്. നമ്മളൊക്കെ ടൈം എപ്പോഴാണ് ഇപ്പോൾ അള്ളാഹ്ക്ക് തന്നെ അറിയുള്ളൂ. ഏതായിരുന്നാലും നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ നാട്ടുകാരും വീട്ടുകാരും പരിചയക്കാരും ഒക്കെ ആയിരുന്ന ഒരുപാട് ആളുകൾ. ഒരു സഹോദരി 31 വയസ്സിൽ വഫാത്തായിപ്പോയി എന്നല്ലേ നമ്മുടെ ആമിർക്കയുടെ ഗ്രൂപ്പിലൊക്കെ ഉള്ള സഹോദരി. അള്ളാഹു ആ സഹോദരിക്കടക്കം എല്ലാവർക്കും അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും ചെയ്യട്ടെ. നമ്മുടെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടവർക്ക് അള്ളാഹു സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു അവർക്കും നമുക്കും അള്ളാഹുവിൻ്റെ ജന്നത്തുൽ ഫിർദൗസിൽ വെച്ച് കണ്ടുമുട്ടാനുള്ള ഭാഗ്യം തരട്ടെ. ആമീൻ. الحمد لله رب العالمين حمدا كثيرا طيبا مباركا جزيلا جميلا دائما بدوام ملك الله. اللهم صل وسلم خاتم الأنبياء والمرسلين قائد الغر المحجلين صلوات ربي وسلامه عليه وعلى آله وأصحابه وعترته وأزواجه الطاهرات أمهاتنا أمهات المؤمنين. اللهم إنا نسألك بحق هذا المجلس الكريم بحق هذه الساعة المباركة بهذه الليلة المباركة بهذا الشهر المبارك، اللهم إنا نتوسل إليك بهذه كلها وبحق السائلين عليك. اللهم اغفر ذنوبنا، اللهم اشف أمراضنا وارحم موتانا وعافنا وعاف مبتلانا وأد ديوننا، اللهم اكشف كروبنا، اللهم بلغ آمالنا، اللهم حقق رجاءنا،
اللهم ثبتنا على الحق والاستقامة يا رب العالمين. കാരുണ്യവാനായ അല്ലാഹുവേ, നിൻ്റെ ഹബീബും നബിയും കലീമുമായ നബിയുല്ലാഹി മൂസ അലൈഹി സ്വലാത്തു വസ്സലാം മഹാനവറുകൾക്ക് യഖീന് കൊണ്ട് അല്ലാഹുവേ നീ അനുഗ്രഹം നൽകിയതുപോലെ അല്ലാഹു ഞങ്ങളുടെ ഈമാനിൽ യഖീന് വർദ്ധിപ്പിക്കണമേ തമ്പുരാനെ. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടത്തോടുള്ള മഹബ്ബത്ത് വർദ്ധിപ്പിക്കണേ റബ്ബേ, നിന്നോടുള്ള മഹബ്ബത്ത് വർദ്ധിപ്പിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, ഹൃദയം വിശാലമാക്കി തരണേ പടച്ചവനെ, ഹൃദയത്തിന് വിശാലത നൽകണേ റഹ്മാനെ, ഹൃദയത്തിൻ്റെ മാലിന്യങ്ങളെ തുടച്ചു നീക്കണേ അല്ലാഹുവേ. ഒരുപാട് രോഗികൾ വിഷമിച്ചുകൊണ്ടിരിക്കുകയാണ് പടച്ചവനെ. ഈ സദസ്സിനോട് ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞേൽപ്പിച്ച രോഗികൾ അല്ലാഹുവർക്കൊക്കെ നീ പരിപൂർണമായി ശിഫ കൊടുക്കണേ റഹ്മാനെ, പരിപൂർണമായി ശിഫ കൊടുക്കണേ അല്ലാഹ്, പരിപൂർണ്ണ ശിഫ കൊടുക്കണേ പടച്ചവനെ, പരിപൂർണ്ണ ശിഫ നൽകണേ റബ്ബേ. അല്ലാഹുവേ, ഒരുപാട് ആളുകൾ ഈ അടുത്ത സമയങ്ങളിലായി ഞങ്ങളോട് ഇവിടെ പറഞ്ഞുപോയി. ഞങ്ങളുടെ അഡ്മിന്മാർ അവർ മുഖാന്തരവും അല്ലാതെയും നമ്മുടെ സദസ്സിലും ഓൺലൈനിലുമൊക്കെ അപേക്ഷകളും ദുആവസിയത്തുകളുമൊക്കെ എത്തിയിരിക്കുന്ന അല്ലാഹുവിൻ്റെ മരണപ്പെട്ടവർക്കൊക്കെ മഗ്ഫിറത്ത് ചെയ്യണേ റബ്ബേ. രോഗികൾക്ക് ആഫിയത്ത് നൽകണേ പടച്ചവനെ. സിഹറിൻ്റെയും ഐനിൻ്റെയും ഷൈത്താനിൻ്റെയും ഷറുകൾപ്പെട്ടവർക്ക് റബ്ബേ നീ വളരെ പെട്ടെന്ന് മോചനം നൽകണേ തമ്പുരാനെ. മനുഷ്യന്മാർ പറയാൻ മടിക്കുന്ന അസുഖങ്ങളുള്ളവരുണ്ട് റഹ്മാനെ, അതൊക്കെ നീ വളരെ പെട്ടെന്ന് അത്ഭുതകരമായി ശിഫയാക്കി കൊടുക്കണേ തമ്പുരാനെ. റഹ്മാൻ ഈ സദസ്സിലേക്ക് പായസം നേർച്ച ചെയ്തിട്ടും അല്ലാതെയും ഹദിയ ചെയ്തിട്ടും ഇവിടെ സ്വതക്കകളും ദാനധർമ്മങ്ങളും ചെയ്തുകൊണ്ടും ഇതുപോലുള്ള മജ്ലിസുകളുടെ സ്വലാത്തിൻ്റെ മജ്ലിസ് നടക്കുന്നു, ഞായറാഴ്ച മറ്റ് ഹദീസ് ക്ലാസ് നടക്കുന്നു. റഹ്മാൻ ദീനി ദഅവി ക്ലാസ്സുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ്. അല്ലാഹുവിടങ്ങളൊക്കെ ദുആ വസിയത്തുകൾ ചെയ്ത ആളുകൾ, നിയ്യത്ത് ചെയ്തവർ, ഹദിയ ചെയ്തവർ, അല്ലാഹുവേ സാന്നിധ്യം കൊണ്ട് മജ്ലിസിലെത്തിപ്പെട്ടവർ എല്ലാവർക്കും അവരുടെ മുറാദുകളെ നീ ഹാസിലാക്കി കൊടുക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ കടങ്ങളൊക്കെ അല്ലാഹു ഞങ്ങളറിയാത്ത വഴിയിലൂടെ വിടാനുള്ള വഴി എളുപ്പമാക്കി തരണേ പടച്ചവനെ. റഹ്മാൻ റബ്ബേ, ഞങ്ങളുടെ കടബാധ്യതകൾ നീ വീട്ടിത്തരണേ പടച്ചവനെ. അല്ലാഹു വീടില്ലാത്തവർക്ക് വീട് വെച്ച് കൊടുക്കണേ റബ്ബേ. വിവാഹപ്രായം എത്തിയവർക്ക് യോജിച്ച ഇണകളെ കൊടുക്കണേ അല്ലാഹ്. റഹ്മാൻ വിവാഹിതരായവർക്ക് കൺകുറുമയുള്ള മക്കളെ കൊടുക്കണേ തമ്പുരാനെ. റഹ്മാൻ വീടുകളിൽ സന്തോഷവും റാഹത്തും നിലനിർത്തി തരണേ പടച്ചവനെ. ജോലികളിലും കച്ചവടങ്ങളിലും ഖൈറും ബറക്കത്തും നൽകണേ പടച്ചവനെ. ഒരുപാട് ആളുകൾ പുതിയ ബിസിനസ്സുകൾ തുടങ്ങി, അല്ലാഹു അതൊക്കെ ബറക്കത്തിലാക്കണേ പടച്ചവനെ. നഷ്ടത്തിലായിപ്പോയ ഒരുപാട് സംരംഭങ്ങളുണ്ട്, അല്ലാഹു അതിനൊക്കെ നീ പരിഹാരവും അതിന് ബറക്കത്തും നൽകി അനുഗ്രഹിക്കണേ പടച്ചവനെ. ചൗക്കി അബ്ദുറഹ്മാൻ ഹാജിയുടെ പൂർണ്ണ ഷിഫായിന് വേണ്ടി ദുആ ചെയ്യാൻ വസിയത്തുണ്ട് റബ്ബേ, നീ പരിപൂർണ്ണ ഷിഫ നൽകണേ റഹ്മാനെ. കാരുണ്യവാനായ അല്ലാഹു, ഞങ്ങൾ ഓരോരുത്തരോടും ഒറ്റയായും അല്ലാതെയും ദുആ വസിയത്ത് ചെയ്തവർ എത്രയോ ആളുകൾ, ഞങ്ങൾ ഓർമ്മയില്ലാത്ത ആളുകളടക്കം റഹ്മാൻ ഇൽമിൻ്റെ മജ്ലിസിൽ വന്നിരിക്കുന്നവർ, അവരുടെയൊക്കെ മുറാദുകളെ നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാഹു. ഈ ഷഅബാനിൻ്റെയും വരാനിരിക്കുന്ന റമളാനിൻ്റെയും ഫളീലത്ത് കൊണ്ട് റബ്ബേ ഞങ്ങളുടെ ശരീരവും മനസ്സും നീ വൃത്തിയാക്കി തരണേ പടച്ചവനെ. ഖൽബിനെ ശുദ്ധിയാക്കി തരണേ റബ്ബേ. ഈമാനും സലാമത്തും നൽകണേ റബ്ബേ. അല്ലാഹു യഖീന നൽകണേ റബ്ബേ. നേരാൾ വഴിയിൽ അടിയുറച്ച് നിൽക്കാനുള്ള ഭാഗ്യം നൽകണേ അല്ലാഹ്. കാരുണ്യവാനെ, ഞങ്ങളുടെ കൺകുളിർമ നൽകണേ മക്കളിൽ. അല്ലാഹു ഞങ്ങളുടെ മുന്നോട്ടുള്ള ജീവിതത്തിൽ എല്ലാ ഖൈറും നീ നൽകണമേ തമ്പുരാനെ. എല്ലാ ഷെറും കാവലിലാക്കണേ പടച്ചവനെ. റഹ്മാൻ റബ്ബേ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉച്ചരിച്ച് മരിക്കുന്ന ഭാഗ്യം നൽകണേ റബ്ബേ. സദസ്സിൽ വരാനുണ്ടായിരുന്ന ഒരു സഹോദരി രോഗിയായി വിശ്രമത്തിലാണ് അല്ലാഹുവേ. ആ സഹോദരിക്ക് നീ ശിഫ നൽകണേ പടച്ചവനെ. ഇവിടെ വരാറുണ്ടായിരുന്ന എത്രയോ ആളുകൾ നാട്ടിലേക്ക് പോയവരുണ്ട്, അസുഖം ബാധിച്ചവരുണ്ട്, നീ ശിഫ കൊടുക്കണേ പടച്ചവനെ. റഹ്മാൻ അല്ലാഹു ഞങ്ങളുടെ ഉലമാ സാദാത്യങ്ങൾ പണ്ഡിതന്മാർ, സമസ്തകല ജമീഅത്തുൽ ഉലമയുടെ മഹാന്മാരായ പണ്ഡിതന്മാരും സാദാത്യങ്ങളും അവരുടെയൊക്കെ ജീവിതത്തിൽ ഇസ്സത്തും ബറക്കത്തും ആഫിയത്തും സലാമത്തും ഹിമായത്തും ഇസ്സത്തും നീ നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, നാളെ മരിച്ചുപോയാൽ അല്ലാഹു ഞങ്ങളുടെ ഖബറിടങ്ങളൊക്കെ നീ സ്വർഗ്ഗത്തോപ്പാക്കി തരണേ റബ്ബേ. വിചാരണയില്ലാതെ സ്വർഗ്ഗത്തിൽ കിടക്കുന്ന ഭാഗ്യം നൽകണേ റബ്ബേ. ഞങ്ങൾക്ക് മുമ്പേ മരിച്ചുപോയ ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട ആളുകൾ, നമ്മുടെ ഉമ്മഞ്ഞിയുടെ വല്യമ്മയുടെ ആണ്ടാണ് മറ്റന്നാൾ. അല്ലാഹുവേ, വല്യമ്മടക്കം ഞങ്ങളുടെയൊക്കെ മാതാപിതാക്കളിലോ വല്യമ്മമാരിലോ ബന്ധുക്കളിലോ ഭാര്യ ഭർത്താക്കന്മാരിലോ മരണപ്പെട്ടവർ, അവരുടെയൊക്കെ ഖബറിടങ്ങൾ നീ സ്വർഗ്ഗത്തോപ്പാക്കി കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹു ഖബർ വിശാലമാക്കി കൊടുക്കണേ റബ്ബേ. ഇവിടെ ഖബറിലേക്ക് നീ ഞങ്ങൾ ചെയ്യുന്ന നന്മകളുടെ പ്രകാശങ്ങൾ എത്തിച്ചു കൊടുക്കണേ തമ്പുരാനെ. നാളെ അല്ലാഹുവേ, നിൻ്റെ പരിശുദ്ധമായ വജ്ഹ് കാണാനുള്ള ഭാഗ്യം നൽകണേ അല്ലാഹ്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ
ജന്നത്തു അദ്നിലും ജന്നത്തുൽ ഫിർദൗസിലും ജന്നത്തു നഈമിലും അല്ലാഹു ഞങ്ങൾ ഒരുമിച്ച് കൂട്ടി തരണമേ. അല്ലാഹ് ബിജാഹി വഹഖി നബിയിക സയ്യിദിന മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിഫദ്ലി കിതാബിക وكلماتك يا الله آمين برحمتك يا أرحم الراحمين وصلى الله وسلم وبارك على سيدنا محمد وعلى آله وصحبه وسلم بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. جزاكم الله خيرا. السلام عليكم.